ഡ്രാമയുടെ പാർട്ട് 1 വീഡിയോ നമ്മൾ ഓൾറെഡി ചാനലിൽ അപ്ലോഡ് ചെയ്തിരുന്നു. കൂട്ടുകാർ കണ്ടിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. കണ്ടിട്ടില്ലാത്ത കൂട്ടുകാർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിലും കൊടുത്തിരിക്കുന്ന ലിങ്കിൽ കയറി പാർട്ട് 1 എപ്പിസോഡ്സ് ഒന്ന് കാണുക. എങ്കിൽ മാത്രമേ കഥ നിങ്ങൾക്ക് മനസ്സിലാവൂ. അപ്പോൾ കണ്ടു കാണും എന്ന പ്രതീക്ഷയിൽ സെക്കൻഡ് പാർട്ടിലേക്ക് കിടക്കാം. അങ്ങനെ പരമിന്റെ അമ്മ വീട്ടിലില്ലാത്ത സമയം അവിടേക്ക് എത്തുന്ന റിക്ക അവളുടെ തനി സ്വഭാവം കാണിക്കുന്നുണ്ട്. അവൾ പരമിനും ഫായിക്കും ഇടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. പരമാകട്ടെ റിക്കയെ വിശ്വസിച്ച് അവൻ കണ്ണിൽ കാണുമ്പോൾ റിക്ക വളരെ ഇന്നസെന്റ് ആയി നിൽക്കുന്നത് കണ്ട് ഫായാണ് മനഃപൂർവ്വം റിക്കയോട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് എന്ന് തെറ്റിദ്ധരിച്ച് അവളോട് വഴക്കുണ്ടാക്കുന്നു. ഭയങ്കരമായി പരം ദേഷ്യപ്പെടുമ്പോൾ തന്നെ ഒന്ന് വിശ്വസിക്കാനോ താൻ പറയുന്നതൊന്ന് ചെവി കൊടുത്ത് കേൾക്കാനോ തയ്യാറാവാത്ത അവനോട് അവളും ദേഷ്യപ്പെടുന്നുണ്ട്. ആ ഒരു ടീം ഇവിടെ നിന്ന് ഇറങ്ങിപ്പോവാനായി അവൻ അവളോട് ആവശ്യപ്പെടുന്നു. തുടർന്ന് വളരെ സങ്കടത്തിൽ അവൾ അവിടെ നിന്ന് ഇറങ്ങാനായി തുടങ്ങുന്നു. ഇത് കണ്ട് റിക്ക വളരെ ഹാപ്പിയായി അവിടെ നിൽപ്പുണ്ട്. ഇവിടെ ഈ കാര്യങ്ങൾ ഇങ്ങനെ നടക്കുമ്പോൾ പോമാകട്ടെ ജോലിക്ക് പോയിരിക്കായിരുന്നു. ആ ഒരു സമയത്ത് ദവോയുടെ ചേട്ടൻ പോമിനെ കണ്ട് സംസാരിക്കാനായി വരുന്നു. അങ്ങനെ അവർ രണ്ടുപേരും ജോലി കഴിഞ്ഞ് നമുക്ക് ഒന്നിച്ച് ഫുഡ് കഴിക്കാനൊക്കെ പോവാന്നും പറഞ്ഞ് അവരുടെ കാര്യങ്ങളിൽ ഓരോ പ്ലാനിങ്ങിലാണ്. ഇപ്പുറത്താകട്ടെ പോലീസ് കസ്റ്റഡിയിൽ ഡ്രങ്ക് ആൻഡ് ഡ്രൈവിന് അറസ്റ്റ് ചെയ്ത ദവോയുടെ അച്ഛനെ ഇപ്പോഴത്തെ കുറെ നേരം അവിടെ ഇരുത്തിയ ശേഷമാണ് മുത്തശ്ശി അദ്ദേഹത്തിന്റെ വൈഫും കൂടി പോയി ഇറക്കിക്കൊണ്ടുവരുന്നത്. ആ ഒരു സമയത്ത് മുത്തശ്ശി എനിക്ക് എന്തോ മോശപ്പെട്ട ഒരു കാര്യം നടക്കാൻ പോകുന്നത് പോലെ ഒരു ഇൻറ്റ്യൂഷൻ, എന്റെ കണ്ണൊക്കെ അങ്ങ് തുടിക്കുന്നു എന്ന് പറയുന്നു. വേഗം തന്നെ നമ്മുടെ പിള്ളേരെ വിളിക്കാനായി പറയാണ്. അതായത് ദവോയെയും ദവോയുടെ ബ്രദറിനെയും രണ്ടുപേരെയും. ഇവർ പറയുന്ന കേട്ട് രണ്ടുപേരും വേഗം തന്നെ അവരുടെ അമ്മ ഫോൺ ചെയ്യുന്നുണ്ടെങ്കിലും രണ്ടുപേരും കോൾ എടുത്തില്ല. എന്തോ ഒരു തെറ്റായ കാര്യം നടക്കാൻ പോകുന്നു എന്ന് തന്നെ മുത്തശ്ശിക്കും തോന്നാണ്. അങ്ങനെ പിന്നീട് നമ്മൾ കാണുന്നത് വീട്ടില് പരമിന്റെ അമ്മ ഇല്ലാത്തത് കൊണ്ട് തന്നെ അവിടെ ഉള്ളവർക്ക് കുറച്ച് ഫ്രീഡം ഉണ്ടല്ലോ. പ്രത്യേകിച്ച് നമ്മുടെ ലൂ ഒക്കെ അവളുടെ അപ്പുറത്തെ വീട്ടിലെ ജോലിക്കാരൻ ബോയ് ഫ്രണ്ടുമായി ചെറിയൊരു ഷോപ്പിങ്ങിന് പുറത്തേക്ക് പോകുന്നു. ഇങ്ങനെ അതൊക്കെ കഴിഞ്ഞ് രണ്ടും തിരിച്ചു വരുമ്പോഴാണ് റോഡിലൂടെ ഫായ് നടന്നു പോകുന്നത് കാണുന്നത്. ഇത് നമ്മുടെ ഫായ് അല്ലേ, ഇവളിപ്പോ ഇത് എവിടെ പോവാണെന്ന് ചിന്തിച്ച് സൈക്കിൾ നിർത്തി അവളുടെ അടുത്തേക്ക് ലൂ വിളിക്കുമ്പോ അവള് മൈൻഡ് ചെയ്യാതെ മുന്നോട്ട് പോവാണ്. പുറകെ ചെന്ന് ലൂ തടഞ്ഞു നിർത്തിയിട്ട് നീ ഇത് എവിടെ പോവാ, എന്തിനാ നീ കരയുന്നത്, എന്താ പറ്റിയത് എന്നെല്ലാം ചോദിക്കുന്നു. കാരണം മുന്നേ വഴക്ക് നടന്നപ്പോ ഒന്നും അവിടെ ലൂ ഉണ്ടായിരുന്നില്ല. അവൾ അവളുടെ ബോയ് ഫ്രണ്ടുമായി കറക്കത്തിൽ ഒക്കെ ആയിരുന്നു. അത് അവൾ ഫായിക്കും അറിയാം. അവള് ഞാൻ ഇവിടുത്തെ ജോലിയൊക്കെ നോക്കിക്കോളാന്ന് പറഞ്ഞ് ലൂ ശരി ബോയ് ഫ്രണ്ടിന്റെ കൂടെ എൻജോയ് ചെയ്യട്ടെ എന്ന് ഓർത്ത് പറഞ്ഞു വിട്ടതായിരുന്നു. പോകുമ്പോ ഒരു കുഴപ്പമില്ലായിരുന്നു. തിരിച്ചു വരുമ്പോ കാണുന്ന കാഴ്ച ഇതാണ്. എന്ത് ചോദിച്ചിട്ടും ഫായ് ഒന്നും പറയാതെ പൊട്ടിക്കരയുമ്പോ ആ ഒരു കരച്ചിൽ കണ്ടിട്ട് ലൂവിനും സങ്കടം വരുന്നു. അവൾ അവിടെ ഫായിയെ പിടിച്ചിരുത്തിയിട്ട് കാര്യം ചോദിക്കുമ്പോ എന്നെ പരം വീട്ടിൽ നിന്ന് പറഞ്ഞു വിട്ടു എന്ന കാര്യം ഫായ് പറയുന്നു. ആ റിക്കയ്ക്ക് വേണ്ടി അവള് പറഞ്ഞ കള്ളങ്ങൾ വിശ്വസിച്ച് എന്നെ ജോലിയിൽ നിന്ന് പറഞ്ഞു വിട്ടു എന്നും പറഞ്ഞ് അവള് പൊട്ടിക്കരയാണ്. സത്യത്തിൽ ജോലി പോയതല്ലല്ലോ അവൾക്ക് അത്രയും ഫീൽ ആയത്. പരം ചെയ്യാത്ത തെറ്റിന് അവള് പറയുന്നതൊന്ന് കേൾക്കാൻ പോലും നിൽക്കാതെ കള്ളിയായ റിക്കയ്ക്ക് വേണ്ടി അവളോട് ഷൗട്ട് ചെയ്ത് പറഞ്ഞു വിട്ടതാണ് അവൾക്ക് സങ്കടമായത്. എന്തായാലും ഈ സമയത്ത് ലൂവിന് ഫായ് കരയുന്നത് കണ്ട് സങ്കടം സഹിക്കാൻ വയ്യ. അവർ നല്ല ഫ്രണ്ട്സ് ആയിരുന്നല്ലോ. ലൂ കരയുമ്പോൾ അവളുടെ ബോയ് ഫ്രണ്ടിന് സങ്കടം വരുന്നുണ്ട്. എന്തായാലും രാത്രി ഇത്ര ആയില്ലേ, നീ ഇങ്ങനെ വെളിയിലേക്ക് എവിടെയും പോകണ്ടവാ, നമുക്ക് ഞാൻ ജോലി ചെയ്യുന്ന വീട്ടിൽ പോവാം, അവിടുത്തെ സാറും നീയും ഫ്രണ്ട്സ് ഒക്കെ അല്ലേ എന്ന് ലൂവിന്റെ ബോയ് ഫ്രണ്ട് പറയാണ്. കാരണം മാക്സ് ആണല്ലോ ഇവിടെ ജോലിക്ക് കൊണ്ടുവന്ന് നിർത്തിയത്. ഇവര് നല്ല ഫ്രണ്ട്സ് ആണ് എന്നത് അവർക്കറിയാം. അങ്ങനെ മാക്സിന്റെ അടുത്തേക്ക് അവളെ ഇവർ കൂട്ടിക്കൊണ്ടുപോകുന്നു. പിന്നീട് ലൂ തിരിച്ച് പരമിന്റെ വീട്ടിലേക്ക് എത്തുമ്പോ പരം ഫായ് ഇവിടെ കാണുന്നില്ലല്ലോ എന്ന് ലൂവിനോട് ചോദിക്കുമ്പോൾ കരഞ്ഞുകൊണ്ട് ലൂ പറയുന്നത് ഫായ് ഇവിടേക്ക് വരില്ല, അവള് അപ്പുറത്തെ വീട്ടിലുണ്ട്, ഇങ്ങോട്ട് വരാൻ അവൾക്ക് താല്പര്യമില്ല എന്ന് അവള് പറഞ്ഞതെന്നാണ്. അതിന് അവൾ ഇങ്ങോട്ട് വരണമെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ, രാത്രിയായപ്പോ കാണാത്തോണ്ട് എവിടെയാണെന്ന് അന്വേഷിച്ചേ ഉള്ളൂ എന്ന് പരം പറയുമ്പോ അത് കേൾക്കുന്ന റിക്കയ്ക്ക് ഒരുപാട് സന്തോഷമാവുന്നു. ഇവിടെ ഞാൻ വന്നു കഴിഞ്ഞ് അവളെ ഇവിടെ നിന്ന് ചവിട്ടി പുറത്താക്കാന്ന് വിചാരിച്ചത്. എന്തായാലും കല്യാണത്തിന് മുന്നേ തന്നെ അത് എനിക്ക് കഴിഞ്ഞല്ലോ എന്നുള്ള സന്തോഷത്തില് റിക്ക അവിടെ ചിരിക്കുന്നത് പരം കാണുന്നില്ലെങ്കിലും ലൂ കാണുന്നുണ്ട്. അങ്ങനെ ആ ഒരു സമയത്ത് പരം ആലോചിക്കുന്നത് എന്തായാലും അവളായിട്ട് തന്നെ ഇവിടെ നിന്ന് ഇങ്ങനെ ഇപ്പൊ പോയി കാര്യങ്ങള് ഈ രീതിയിൽ അവസാനിക്കുന്നെങ്കിൽ അവസാനിക്കട്ടെ, അവൾ എന്തായാലും എന്നെ വിവാഹം കഴിക്കാൻ താല്പര്യപ്പെടുന്നില്ലല്ലോ, ഇത്രയായിട്ടും അവൾ അതിന് തയ്യാറല്ലല്ലോ എന്നാണ്. ഇതേസമയം മാക്സിന്റെ അടുത്തിരുന്ന് കരഞ്ഞുകൊണ്ട് തന്റെ മേക്കപ്പ് ഒക്കെ അഴിക്കുന്ന ദവോ നടന്ന കാര്യങ്ങള് മാക്സിനോട് പറയുന്നു. അല്ലെങ്കിലും ആ റിക്ക അസാധ്യ അഭിനയക്കാരിയല്ലേ, അവൾ ഇതും ഇതിന്റെ അപ്പുറവും അഭിനയിക്കും. പക്ഷെ അത് മനസ്സിലാക്കാനുള്ള ഒരു പക്വത പരമന് ഇല്ലാതെ പോയല്ലോ എന്ന് മാക്സ് പറയുന്ന കൂട്ടത്തിൽ തന്നെ നീ ഇപ്പോ അങ്ങോട്ടേക്ക് പോവില്ലെന്ന് ചോദിക്കുമ്പോ ഇനി ഞാൻ പോവില്ല എന്ന് അവള് തീർത്തു പറയുന്നു. പരമിന്റെ അമ്മ വിളിച്ചാലും നീ പോവില്ലെന്ന് മാക്സ് ചോദിക്കുമ്പോ ഇല്ലാന്ന് പറയുന്ന ദവോ അപ്പോഴും മേക്കപ്പ് തുടയ്ക്കുകയാണെങ്കിലും സത്യത്തിൽ മേക്കപ്പ് അല്ല, അവൾ അപ്പോഴും കരയുന്നുണ്ടായിരുന്നു. ആ കണ്ണുനീരാണ് അവളെ തുടച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഇവിടെ കാര്യങ്ങൾ നടക്കുമ്പോഴാണ് പോമുമായുള്ള കറക്കമൊക്കെ കഴിഞ്ഞ് ദവോയുടെ ചേട്ടൻ പോമിനെ ഡ്രോപ്പ് ചെയ്യാനായി എത്തുന്നത്. അങ്ങനെ കാറിന് പുറത്തിറങ്ങി രണ്ടുപേരും യാത്ര പറയാനായി ഒരുങ്ങുന്ന സമയത്താണ് ലൂ അവിടേക്ക് എത്തി സാറ് ഫായിയെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു എന്ന കാര്യം ഉറക്കെ പറയുന്നത്. അത് കേട്ട് ഒരേ സ്വരത്തില് ദവോയുടെ ചേട്ടനും പോമും ഞെട്ടുന്നുണ്ട്. ദവോയുടെ ചേട്ടന്റെ പേര് ഓബെന്നാണ്. അത് ഇങ്ങനെ എപ്പോഴും ഓബ് എന്ന് പറയുമ്പോ ഒരു രസമില്ലാത്തതുകൊണ്ടാണ് കേട്ടോ ദവോയുടെ ചേട്ടൻ എന്ന് പറയുന്നത്. രണ്ടുപേരും ഫായി എവിടെ നിന്ന് പറഞ്ഞു വിട്ടു എന്ന കാര്യം അറിഞ്ഞു ഞെട്ടുന്നു. പോമ് ഫായിയോടുള്ള കെയർ കൊണ്ടാണ് ഞെട്ടിയതെങ്കിൽ ദവോയുടെ ചേട്ടൻ തന്റെ പെങ്ങളെ പരമ പറഞ്ഞു വിട്ടു എന്ന കാര്യം അറിയാവുന്നതുകൊണ്ടാണ് ഞെട്ടിയത്. പോമിന് പക്ഷെ ആ കാര്യം അറിയില്ലല്ലോ, തന്റെ നാത്തൂനാണതെന്ന്. എന്തായാലും കലി ഇളകി
പോമ് നേരെ പരമിന്റെ അടുത്തേക്ക് ചെന്നിട്ട് നീ എന്ത് പണിയാ കാണിച്ചത്, അവൾ അത്രയ്ക്ക് എന്ത് തെറ്റ് ചെയ്തിട്ടാ അവള് നീ പറഞ്ഞു വിട്ടത്, കൂടാതെ ആന്റി വരുമ്പോ എന്ത് മറുപടി നീ ആന്റിയോട് പറയുന്നല്ല പരമിന്റെ അമ്മയോട് എന്ത് പറയുന്നുള്ള കാര്യത്തെ പറ്റി ടെൻഷൻ ആവുന്ന പോം എത്രയും പെട്ടെന്ന് ദവോയെ കൂട്ടിക്കൊണ്ടുവാ, അവളോട് നീ ഇങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു എന്ന് പറഞ്ഞ് അകത്തേക്ക് കയറി പോകുന്നു. പോം പോയ ഉടനെ തന്നെ ദവോയുടെ ചേട്ടൻ പരമിനോട് ദേഷ്യപ്പെടുന്നു. എന്തിനാ അവളെ പറഞ്ഞു വിട്ടത്, അവള് എന്റെ സഹോദരിയാ, നിന്റെ ഫിയാൻസി ആണെന്ന് അറിഞ്ഞിട്ടും അവളെ ഇങ്ങനെ പറഞ്ഞു വിടാൻ നിനക്ക് ഇങ്ങനെ മനസ്സ് വന്നു എന്നും പറഞ്ഞ് ദേഷ്യപ്പെടുന്ന ചേട്ടൻ എവിടെ അവളിപ്പോ ഉള്ളതെന്ന് ചോദിക്കുന്നു. മാക്സിന്റെ വീട്ടിലുണ്ടെന്ന് ലൂ മുന്നേ പരമിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ പരം അതൊന്നും ചേട്ടനോട് പറയാൻ നിൽക്കുന്നില്ല. അവൻ ഒരു മൈൻഡും ഇല്ലാതെ ഒരു ഉത്തരവും കൊടുക്കാതെ ഇങ്ങനെ നിൽക്കുന്നത് കാണുമ്പോ ദേഷ്യം വരുന്ന ചേട്ടൻ കർണക്കുറ്റിക്കിട്ട് ഒരു അടി കൊടുക്കുന്നു. ഇന്നലത്തെ എപ്പിസോഡ് ആണെന്ന് തോന്നുന്നു. അതില് ഒരു കമന്റ് കണ്ടിരുന്നു, ആർക്കെങ്കിലും പരമിന്റെ കർണക്കുറ്റിക്കിട്ട് അടി കൊടുക്കാൻ തോന്നിയോന്ന് അവൻ ആ ലാസ്റ്റ് നമ്മുടെ ദവോയെ ഇറക്കി വിടുന്നത് കണ്ടപ്പോ. സത്യത്തിൽ ഈ ഒരു സീൻ കണ്ടപ്പോ എനിക്ക് അതാണ് ഓർമ്മ വന്നത്, ആ ഒരു കമന്റ് കറക്റ്റ് അതുപോലെ അവനിട്ടിപ്പോ ഒരു അടി കിട്ടുന്നുണ്ട്. അടിയില് പരമിന്റെ ചുണ്ട് പൊട്ടുന്നുണ്ട്. പരം പക്ഷെ തിരിച്ചൊന്നും പറയാതെ തിരിച്ചൊന്നും ചെയ്യാതെ സൈലന്റ് ആയി നിൽക്കുന്നു. ആകെ ടെൻഷൻ ആവുന്ന ചേട്ടൻ തിരിച്ച് കാറിൽ ചെന്ന് കയറുമ്പോഴാണ് തന്റെ ഫോണിൽ നിരവധി മിസ്ഡ് കോൾസ് ശ്രദ്ധിക്കുന്നത്. ഉടനെ തന്നെ അവൻ മുത്തശ്ശിയെ വിളിക്കുന്നു. മുത്തശ്ശിയോട് നടന്ന കാര്യങ്ങൾ അവൻ അറിയിക്കുകയാണ്. അതായത് ദവോയെ പരം വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു, അവളിപ്പോ എവിടെയാണുള്ളതെന്ന് അറിയില്ല എന്ന്. ഇത് കേട്ട് ടെൻഷൻ ആവുന്ന മുത്തശ്ശി വേഗം തന്നെ അങ്ങോട്ടേക്ക് പുറപ്പെടാനായി ഒരുങ്ങുന്നു. ദവോയുടെയും പരമിന്റെയും വീട് തമ്മിൽ കുറച്ച് ഡിസ്റ്റൻസ് ഉണ്ട്, കുറച്ച് നേരം ട്രാവൽ ചെയ്ത് വേണം ഇവിടേക്ക് എത്താൻ. അന്ന് രാത്രി പരമിന് ഉറക്കമേ വന്നില്ല. അവൻ തിരിഞ്ഞും മറിഞ്ഞും ചെരിഞ്ഞും ഒക്കെ കിടക്കുന്നുണ്ടെങ്കിലും ഒരു സ്വസ്ഥതയും വരാതെ പിന്നീട് എഴുന്നേറ്റ് നടക്കുകയാണ്. ആ ഒരു സമയത്തെല്ലാം ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല, വെറുതെ എന്നിങ്ങനെയൊന്നും പറയരുതെന്ന് അവൾ കരഞ്ഞു പറഞ്ഞത് അവന് ഓർമ്മ വരുന്നുണ്ട്. അവൻ ഇപ്പൊ എന്തോ ഒരു വല്ലാത്തൊരു വിഷമം ഫീൽ ആവുന്നു. ഇതേ സമയം നമ്മുടെ ദവോയും പരമിന്റെ വീടിന്റെ ഭാഗത്തേക്ക് നോക്കി, എന്നെ ഇങ്ങനെ പറഞ്ഞു വിട്ടിട്ടും എന്നെ പറ്റി ഒരു ചിന്തയില്ലാതെ ഇങ്ങനെ സമാധാനത്തിൽ ഇരിക്കാൻ നിങ്ങൾക്ക് എങ്ങനെ കഴിയുന്നു എന്ന് പരം അസ്വസ്ഥപ്പെട്ട് നടക്കുകയാണ് എന്നത് അറിയാതെ അവന് ഉള്ളിൽ ഇങ്ങനെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുമ്പോ എന്താ നിനക്ക് പറ്റിയെന്ന് മാക്സ് അത് കണ്ട് ചോദിക്കുന്നു. എനിക്ക് എന്ത് പറ്റാൻ, എനിക്ക് ഒരു കുഴപ്പമില്ലെന്ന് അവൾ പറയുമ്പോ പിന്നെ നീ അങ്ങോട്ട് നോക്കി ഇങ്ങനെ കംപ്ലൈന്റ് പറഞ്ഞുകൊണ്ട് നിൽക്കുന്നതെന്ന് അവൻ ചോദിക്കുമ്പോ തന്നോട് പരം തന്നെ വിശ്വസിക്കാതെ മറ്റൊരു പെണ്ണിന് വേണ്ടി ഇങ്ങനെ ചെയ്തത് അവൾക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. അവൾ ഇഷ്ടപ്പെടുന്നുണ്ട് പരമിനെ എന്നതിന്റെ ലക്ഷണമാണ് അതെന്ന് മാക്സിന് അറിയാം. പക്ഷെ അത് സമ്മതിച്ചു കൊടുക്കാൻ ദവോ തയ്യാറല്ല. അങ്ങനെ ഇവര് സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് അങ്ങോട്ടേക്ക് എത്തുന്ന ലൂവിന്റെ ബോയ് ഫ്രണ്ട് മാക്സിനോട് സാറിനെ കാണാനായി ഡോക്ടർ അപ്പുറത്തുനിന്ന് വന്നിട്ടുണ്ടെന്ന് പറയുമ്പോ പരമോ ശരി ഞാൻ വരാന്ന് പറഞ്ഞ് മാക്സ് ജോലിക്കാരനെ പറഞ്ഞു വിടുന്നു. ശേഷം ദവോയോട് നീ വരുന്നോ സംസാരിക്കാനെന്ന് ചോദിക്കുമ്പോ ഞാനില്ല, ഞാനെന്തിനാ വരുന്നത്, അയാൾ നിന്നെ കടം വന്നതല്ലേ, നീ അങ്ങ് പോയി സംസാരിച്ചാൽ മതി, ഞാനങ്ങും ഇല്ലാന്നും പറഞ്ഞ് ദവോ ജാട കാണിക്കുമ്പോ ശരിയെന്നും പറഞ്ഞ് മാക്സ് പോകുന്നു. പരമാകട്ടെ ഇതെന്താ വരാത്തതെന്ന് ആകെ ടെൻഷനായി അവന് വെപ്രാളം വന്നിരിക്കുകയാണ്. അവൻ ഇടയ്ക്കിടയ്ക്ക് നോക്കി ഇരിക്കുമ്പോ അങ്ങോട്ടേക്ക് മാക്സ് വരുന്നത് കണ്ട് മാക്സ് അവന്റെ അടുത്തേക്ക് എത്തും മുന്നേ അങ്ങോട്ട് ചെന്ന് ഞാൻ ആദ്യം തന്നെ സോറി ചോദിക്കട്ടെ, ഇന്നലെ ഫായ് നിങ്ങളെ ബുദ്ധിമുട്ടിച്ചല്ലേ, അതിന് സോറി, പിന്നെ അവളെ എനിക്കൊന്ന് കണ്ട് സോറി പറഞ്ഞ് തിരിച്ചു കൂട്ടിക്കൊണ്ട് പോകണമെന്ന് പരം പറയുമ്പോ ഇവിടെ നടക്കുന്ന സംഭാഷണം മാറി നിന്ന് ഒളിഞ്ഞു കേൾക്കാനായി ദവോ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അവൾക്ക് അതിന് കഴിയുന്നില്ല. കാരണം ഒന്നും കേൾക്കുന്നില്ല അവളെ നിൽക്കുന്നിടത്ത് നിന്ന്. അവൾ അതിന്റെ പേരിൽ വെപ്രാളം പിടിക്കുമ്പോ ഇപ്പുറത്ത് ഫായിയോട് സോറി പറഞ്ഞ് കൂട്ടിക്കൊണ്ട് പോകാൻ വന്നതാണെന്ന് പരം പറയുമ്പോ അതിന് ഫായ് ഇവിടെ ഇല്ലല്ലോ, അവള് ഇന്നലെ രാത്രി തന്നെ ഇവിടെ നിന്ന് പോയി ഇന്ന് മാക്സ് ഒരു കള്ളം പറയുന്നു. പോയോ, എങ്ങോട്ടാ പോയെന്ന് പരം ഒരു ഞെട്ടലോടെ ചോദിക്കുമ്പോ അതെനിക്കറിയില്ല, അവള് പോയെന്ന് മാക്സ് പറയുന്നു. അങ്ങനെ സംസാരിച്ചു കഴിഞ്ഞാൽ പരം പോയ ശേഷം മാക്സ് ഇപ്പുറത്ത് ദവോയുടെ അടുത്തേക്ക് വരുമ്പോ ദവോ താൻ ഒളിച്ചു നിന്ന് കേൾക്കാൻ നോക്കി എന്ന കാര്യം മാക്സ് അറിയാതിരിക്കാനായി പെട്ടെന്ന് ബുക്ക് വായിക്കുന്നത് പോലെ അവിടെ ഇരിക്കുന്നു. ഒരു ചിരിയോടുകൂടിയാണ് മാക്സ് അവളുടെ അടുത്തേക്ക് എത്തുന്നത്. ലോകത്ത് ആരും ഇതുപോലെ തലതിരിച്ച് ബുക്ക് വായിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞ് അവൻ ആ ബുക്ക് നേരെ വെച്ച് കൊടുക്കുമ്പോ തന്റെ ചമ്മല് പുറത്ത് കാട്ടാതെ അവൾ അപ്പോഴും ജാട കാണിച്ചിരിക്കുകയാണ്. പരം എന്തു പറഞ്ഞു എന്ന് പറയാതെ മാക്സ് ഒഴിഞ്ഞു മാറുമ്പോ എടാ പറയടാ എന്ന് പറഞ്ഞ് അവൾ അവന്റെ പിറകെ നടക്കുന്നു. ആ ഒരു സമയത്ത് പുതിയൊരു ജോലിക്കാരിയെ സെറ്റാക്കുന്ന കാര്യം പറയാനായിട്ട് വന്നതാണെന്ന് മാക്സ് പറയുമ്പോ എന്ന് ദവോ ഒന്ന് ഞെട്ടുന്നു. അവള് വിചാരിച്ചു അവളെ പറ്റി ചോദിക്കാനാണെന്ന്. അവളുടെ ഞെട്ടിൽ മനസ്സിലാക്കുന്ന അവൻ നീ എന്തിനാ ഞെട്ടുന്നത്, നീ ഇനി അവിടെ ജോലിക്ക് പോകുന്നില്ലല്ലോ, ഓൾറെഡി നിന്നെ സെറ്റ് ചെയ്ത് കൊടുത്തത് ഞാനല്ലേ, അതുകൊണ്ട് ആ പുതിയ ജോലിക്കാരിയുടെ കാര്യം എന്നോട് വന്ന് പറഞ്ഞെന്ന് പറയുമ്പോ ശരിക്കും ദവോ അത് വിശ്വസിക്കുന്നുണ്ട്. ആ ടീം അതൊന്നും അല്ല, അവന്റെ ഫായി അന്വേഷിച്ചു വന്ന അവളോട് സോറി പറഞ്ഞ് അവളെ കൂട്ടിക്കൊണ്ട് പോകാനായി. അവൻ നിന്നോട് ഒന്ന് സോറി പറഞ്ഞ നീ കേൾക്കുമോ എന്ന് മാക്സ് ചോദിക്കുമ്പോ ഇല്ലാന്നവള് പറയുമ്പോ നീ പരമിന്റെ ജോലിക്കാരിയല്ലേ, ബോസ് എംപ്ലോയിയെ വഴക്ക് പറഞ്ഞെന്നൊക്കെ ഇരിക്കും, അത് വളരെ പേഴ്സണൽ ആയെടുത്ത് നീ ഇങ്ങനൊന്നും ചെയ്യേണ്ട കാര്യമില്ല, നീ അവന്റെ മുന്നിൽ ദവോ അല്ല, നീ ഫായി അവന്റെ ജോലിക്കാരി, ആ ഒരു രീതിയിൽ നിന്നപ്പോഴാണ് അവൻ നിന്നെ വഴക്ക് പറഞ്ഞത്, അതുകൊണ്ട് അതിനെ അങ്ങ് വിട്ടേക്കണമെന്ന് മാക്സ് പറയുന്നത് ഒന്നും തന്നെ അവൾ കേൾക്കുന്നില്ലെങ്കിലും അവൾ പരം എന്ത് പറഞ്ഞു, എന്തിനാ പരം വന്നത് എന്നതൊക്കെ അറിയാനായി വളരെ എക്സൈറ്റഡ് ആയിരുന്നു എന്നതെല്ലാം മാക്സിന് മനസ്സിലായിട്ടുണ്ട്. ഇതേ സമയം ചേട്ടനൊക്കെ ദവോ എവിടെയാണെന്ന് അറിയാതെ അന്വേഷിക്കുന്നുണ്ട്. മാക്സിനോട് ചോദിക്കുമ്പോൾ മാക്സ് അവന് അറിയില്ല എന്ന് ദവോ പറഞ്ഞത് പ്രകാരം പറയാണ്. പറ്റാവുന്നിടത്തൊക്കെ അന്വേഷിച്ചിട്ടും അവളെ കണ്ടെത്താൻ സാധിക്കാതെ ദവോയുടെ വീട്ടുകാര് ടെൻഷൻ ആവുന്നു. അതേപോലെ തന്നെ പരമും ഇപ്പൊ ടെൻഷനായി അവളെ അന്വേഷിച്ച് നടക്കാണ്. അവൾ ആ ഒരു മൊമെന്റില് അവൻ വഴക്ക് പറഞ്ഞ് ഇറക്കി വിട്ടെങ്കിലും ഇപ്പൊ അങ്ങനെയല്ല. റെയിൽവേ സ്റ്റേഷൻ, ബസ് സ്റ്റാൻഡ്, റോഡ് അങ്ങനെ എല്ലായിടങ്ങളിലും അവളെ അന്വേഷിച്ച് നടക്കുന്നവൻ കാണുന്ന ഷോർട്ട് ഹെയർ ആ ഒരു സൈസിനൊത്ത പെൺകുട്ടികളെ കാണുമ്പോൾ ഫായ ആണെന്ന് വിചാരിച്ച
കുറച്ച് അടുത്തേക്ക് ചെന്ന് തട്ടി വിളിക്കുന്നൊക്കെ ഉണ്ട്. ആള് മാറിയെന്ന് മനസ്സിലാവുമ്പോ അവന് വീണ്ടും ടെൻഷൻ ആവുന്നു. ഇടയ്ക്ക് ആള് മാറി ഒരു യാചകയെ അവൻ പോയി തട്ടുന്നുണ്ട്. അവര് കാശ് എന്തെങ്കിലും തരുമോ വിശക്കുന്നു എന്ന് പറയുമ്പോൾ അവർക്ക് കാശ് കൊടുത്ത് വീണ്ടും ഫായ അന്വേഷിച്ച് നടക്കുന്നു. പക്ഷെ എത്ര അലഞ്ഞിട്ടും അവളെ കണ്ടെത്താൻ കഴിയാതെ അപ്സെറ്റ് ആയി വീട്ടിലേക്ക് എത്തുന്നു. ഫുഡ് ആണെങ്കിൽ ഇറങ്ങുന്ന പോലുമില്ല. ഭക്ഷണം വിളമ്പി വെച്ചിട്ട് അതിന്റെ മുന്നിലിരുന്ന് അവൻ ആലോചിച്ചിരിക്കുമ്പോ അങ്ങോട്ടേക്ക് എത്തുന്ന പോകുമ്പോൾ എത്രയും പെട്ടെന്ന് ഫായയെ കണ്ടുപിടിക്കാനായി പറഞ്ഞ് അവളുടെ ജോലിക്ക് പോകുന്നു. അങ്ങനെ അവൻ ഇത്രയും അന്വേഷിച്ചു, കണ്ടെത്താൻ കഴിഞ്ഞില്ലല്ലോ എന്ന് ടെൻഷനായി അവിടെ ഇരിക്കുമ്പോൾ അങ്ങോട്ടേക്ക് എത്തുന്ന ലു സാറിനെ കാണാനായിട്ട് ആരോ വന്നിട്ടുണ്ട്, ഫിയാൻസിയുടെ വീട്ടുകാരാണെന്ന് തോന്നുന്നു എന്ന് പറയുന്നു. വന്നിരിക്കുന്നത് ദവോയുടെ വീട്ടിൽ നിന്നാണെന്ന് മനസ്സിലാക്കുന്ന അവൻ വേഗം തന്നെ അവിടേക്ക് ചെല്ലുന്നു. ദവോയുടെ അച്ഛനും ചേട്ടനുമാണ്. അവൻ ആദ്യം തന്നെ അവരെ ഗ്രേറ്റ് ചെയ്ത് അകത്തേക്ക് വന്നിരുന്ന് സംസാരിക്കാന്ന് പറയുമ്പോൾ അച്ഛൻ പൊട്ടിത്തെറിക്കാണ്. എന്റെ മകളെ ഇറക്കി വിട്ട വീട്ടിലേക്ക് ഞാൻ എന്തിനു വരണം എന്നതായിരുന്നു അച്ഛൻ പരമനോട് ചോദിക്കുന്ന ചോദ്യം. കാരണം അവിടെ ഉണ്ടായിരുന്ന ഫായ് തന്റെ മകളാണെന്ന് അച്ഛനും അറിയാം, അത് അവന്റെ ഫിയാൻസി ആണെന്ന് പരമനും അറിയാമെന്ന് അച്ഛനും അറിയാം. അതുകൊണ്ടാണ് അച്ഛൻ ഇപ്പൊ അവനോട് ഇതെല്ലാം അറിഞ്ഞിട്ടും എന്തുകൊണ്ട് അവളെ നീ അങ്ങനെ ഇറക്കി വിട്ടു എന്ന് അവനോട് ദേഷ്യപ്പെടുന്നത്. അവൻ എക്സ്പ്ലെയിൻ ചെയ്യാനായി നോക്കുമ്പോ അതൊന്നും കേൾക്കാൻ നിൽക്കാതെ അച്ഛൻ അവനെ അടിക്കുന്നു. ആ അടി മാറി നിന്ന് കാണുന്ന ലൂ വരെ പേടിച്ചു പോകുന്നുണ്ട്. വീണ്ടും ഞാൻ പറയുന്ന ഒന്ന് കേൾക്കുന്നു പറഞ്ഞ് അവൻ പറയാനേ വരുമ്പോ വീണ്ടും അച്ഛൻ അടിക്കുന്നുണ്ട്. തവോയുടെ ചേട്ടനാണ് അച്ഛനെ തടുത്ത് പറഞ്ഞു വിടുന്നത്. അതിനുശേഷം പരമനോട് ഇപ്പൊ ഞാൻ തടുത്തു, പക്ഷെ എന്റെ പെങ്ങക്ക് എന്തെങ്കിലും പറ്റിയെന്ന് അറിഞ്ഞ അതിന് കാരണക്കാരനായ നിന്നെ ആദ്യം അടിക്കാൻ വരുന്നത് ഞാനായിരിക്കും എന്നും പറഞ്ഞ് ചേട്ടൻ അവിടെ നിന്ന് പോവാണ്. അങ്ങനെ പിന്നീട് ലൂദേ അടികൊണ്ട പരമിനെ പറ്റി അപ്പുറത്തെ മാക്സിന്റെ അടുത്ത് ചെന്ന് പറയുന്നു. അവിടെ ഫായ് അവളുടെ യഥാർത്ഥ രൂപത്തിൽ ഇരിപ്പുണ്ട്. ഇത് ഫായുടെ യഥാർത്ഥ രൂപമാണെന്നേ ലൂവിന് അറിയൂ, അല്ലാതെ ഇത് പരം കെട്ടാൻ പോകുന്ന പെണ്ണാണെന്ന് അവൾക്കറിയില്ല. അവളിങ്ങനെ പറയുമ്പോ താൻ കാരണം ഇപ്പൊ പരം അടി കൊള്ളുന്നു, തന്റെ വീട്ടുകാർ പരമിനെ അടിക്കുന്നു എന്ന് കേൾക്കുമ്പോൾ ദവോയ്ക്ക് വല്ലാത്ത ബുദ്ധിമുട്ടാവുന്നുണ്ട്. അവൾ എപ്പോഴും പരമിന്റെ വീട്ടിലേക്ക് മാക്സിന്റെ കോമ്പൗണ്ടിൽ നിന്ന് എത്തി നോക്കാറുള്ള ഒരു സ്ഥലം ഉണ്ടല്ലോ, അവിടെ ചെന്ന് നോക്കുമ്പോ റിക്കിയുടെ ബാഗ് ഒക്കെ കൊടുത്ത് നീ എന്തായാലും ഇവിടെ നിന്ന് പോ, അമ്മ വരുമ്പോ നീ ഇവിടെ ഉണ്ട്, ഫായ് ഇവിടെ ഇല്ല. ആ ഒരു സിറ്റുവേഷൻ അമ്മയ്ക്ക് ഭയങ്കര ദേഷ്യം വരും, അതുകൊണ്ട് നീ ഇവിടെ നിന്ന് പോ, അതാ നല്ലതെന്ന് പരം റിക്ക പറഞ്ഞു വിടുന്നതും റിക്ക അവന്റെ കവിളിൽ തൊടുന്നതും കണ്ട് കലിയിളകി ദവു വന്ന സ്പീഡിൽ തിരിച്ചു പോകുന്നു. ഓ ഇവൻ അടി കൊണ്ടെന്നോർത്ത് ഞാൻ എന്തിനാ സങ്കടപ്പെടുന്നത് എന്നവള് പുറവിറുക്കുന്നു. ആക്ച്വലി റിക്ക പരമിന്റെ കവിളിൽ തൊട്ടത് അവൻ മുന്നേ അടി കിട്ടി കവിള് ചുവന്ന് കിടക്കുന്നത് കണ്ടിട്ടാണ്. അടി കിട്ടിയത് റിക്ക കണ്ടില്ല, പക്ഷെ അടി കിട്ടിയ ആ പാടുണ്ട് അവിടെ. റിക്കയുടെ ഇപ്പോഴും പരം മിണ്ടുന്നത് കണ്ട് ആകെ അസൂയ മൂത്തവിടെ ദവു ഇരിക്കുന്നത് മാക്സ് അപ്പോഴും ശ്രദ്ധിക്കുന്നുണ്ട്. റിക്ക ആകട്ടെ ഒരു ജോലിക്കാരി ഇവിടെ നിന്ന് പോയെന്നും പറഞ്ഞ് നിന്റെ അമ്മ എന്തിനാ ഇത്രയും ബഹളം വെക്കേണ്ട ആവശ്യമെന്ന് അമ്മ വരുന്നത് കൊണ്ട് തന്നെ പെട്ടെന്ന് പേടിച്ച് പരം പറഞ്ഞു വിടാൻ നോക്കുന്നത് കണ്ട് ഇഷ്ടപ്പെടാതെ ചോദിക്കുമ്പോ ഒരു വീട്ടുജോലിക്കാരിയായി അഭിനയിച്ചിട്ട് പോലും അമ്മയുടെ ഫേവറേറ്റ് ആണ് അവള്. അവള് തന്നെയാണ് അമ്മയുടെ മരുമകള്, അമ്മ കാത്തുകാത്തിരിക്കുന്ന പെൺകുട്ടി എന്നറിഞ്ഞ അമ്മ ഒരു രീതിയിലും സഹിക്കില്ല എന്ന് റിക്കയോട് പറയാൻ പറ്റാത്തവൻ നീ ദയവ് ചെയ്തൊന്ന് പോന്ന് അവളെ പറഞ്ഞു വിടുന്നു. അവളാകട്ടെ അവൻ ഇപ്പോഴും ഫായ്ക്ക് വേണ്ടി തന്നെ പറഞ്ഞു വിട്ടത് തീരെ ഇഷ്ടപ്പെടാതെയാണ് പോകുന്നത്. പിന്നീട് പരമിന്റെ അമ്മ എത്തുമ്പോ അവൻ ഫായെ പറഞ്ഞു വിട്ട കാര്യം അവതരിപ്പിക്കുന്നു. പക്ഷെ അവന് അടി കിട്ടിയ പാട് മുഖത്ത് കണ്ട് ഇത് ഏതാന്ന് അമ്മ തിരക്കുമ്പോ അവൻ പറയുന്നില്ല. പോകുമ്പോൾ അപ്പോഴാണ് ആ പാട് ശ്രദ്ധിക്കുന്നത്. അവള് ചോദിക്കുമ്പോഴും പറയുന്നില്ല. എങ്ങനെയെങ്കിലും ഫായി ഒന്ന് വിളിച്ചോണ്ട് വാ അമ്മ, ഞാൻ അപ്പോഴത്തെ ഒരു ഇതിന് അവളെ പറഞ്ഞു വിട്ടു പോയതാണെന്ന് അവൻ അമ്മയോട് വളരെയധികം സോറി ചോദിക്കുന്നു. അങ്ങനെ പിന്നീട് ദവോയുടെ ചേട്ടനെ കാണുമ്പോ പരമിനെ ആരോ അടിച്ചു. ആരെന്താന്ന് ചോദിച്ചിട്ട് അവൻ പറയുന്നില്ല. ഇത് എന്തോ വലിയ ഇഷ്യൂ ആണെന്ന് എനിക്ക് തോന്നുന്നു, പ്ലീസ് നീ അവനെ അടിച്ചെന്ന് ഒന്ന് കണ്ടുപിടിച്ച് തരാമോ, നീ പരമുമായിട്ട് നല്ല കമ്പനി അല്ലേന്ന് ദവോയുടെ ചേട്ടനോട് പോം ചോദിക്കുമ്പോ ഞാനും എന്റെ അച്ഛനും കൂടി അല്ല അവനെ അടിച്ചത്, അത് ഇവളോട് പറയാൻ പറ്റുമോ എന്നുള്ള പമ്മല് അവൻ ഇരിക്കുന്നു. അപ്പോഴേക്കും മാക്സിന്റെ വീട്ടിൽ ചെന്ന് ഫായിയെ എനിക്കൊന്ന് കണ്ട് സംസാരിക്കണം, എന്തെങ്കിലും വഴിയുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ മാക്സും അമ്മയും ആദ്യം പറ്റത്തില്ല, അവളിപ്പോ എവിടെ ഉള്ളതെന്ന് അറിയില്ല എന്ന് പറയുന്നുണ്ട്. പക്ഷെ പരമിന്റെ അമ്മയ്ക്ക് അവള് വീട് വിട്ട് പോയത് ഭയങ്കരമായ സങ്കടമായി എന്ന് മനസ്സിലാക്കുമ്പോൾ ശരി അവൾ ഇവിടെ തന്നെയുണ്ട്, ഞാൻ വിളിക്കാന്ന് പറഞ്ഞു അകത്ത് പോയി ദവോയോട് മാക്സും അമ്മയും സംസാരിക്കുന്നു. ഇതുപോലെ പരമിന്റെ അമ്മ നിന്നെ കാണാതെ വളരെ വിഷമത്തിലാണ്, നീ ഒരു ജോലിക്കാരി മാത്രമാണ് അവരുടെ മുന്നിൽ, എന്നിട്ടും അവർ നിന്നെ പറ്റി ഇത്രയും കെയർ ചെയ്യുമ്പോൾ നീ അത് ശ്രദ്ധിക്കാതിരിക്കുന്നത് ശരിയല്ല എന്ന് മാക്സിന്റെ അമ്മ പറയുമ്പോഴും അവളുടെ മനസ്സ് മാറുന്നില്ല. ആ ഒരു സമയത്ത് മാക്സ് അവളുടെ വീക്ക്നെസ്സിൽ പിടിക്കുന്നുണ്ട്. നിനക്ക് കല്യാണം ഒഴിവാക്കണമെങ്കിൽ തെളിവ് ശേഖരിക്കണ്ടേ, നീ ഇപ്പൊ പാതി വഴിയിൽ ഉപേക്ഷിച്ചു പോയാല് പിന്നെ ഇത്രയും ചെയ്തത് എന്തിനാ, നീ അവിടെ നിന്ന് തെളിവ് ശേഖരിക്കണം, അതിനായിട്ട് നീ മടങ്ങി പോയേ പറ്റൂന്ന് മാക്സ് അവളോട് പറയുമ്പോ അത് അവളൊന്ന് ആലോചിക്കുന്നു. നിങ്ങൾക്ക് എന്താ തോന്നുന്നത്, അവൾ തിരിച്ചു പോകുമോ അതോ ഇതോടെ എല്ലാം അവസാനിപ്പിച്ച് റിക്കയുടെ കുതന്ത്രത്തിന് മുന്നിൽ തോറ്റു പിന്മാറി അവൾ അവിടെ നിന്ന് ഇറങ്ങുമോ? അങ്ങനെ ദവോയുടെ അടുത്ത് ചെന്ന് മാക്സും അമ്മയും പരമിന്റെ അമ്മ നിന്നെ വിളിച്ചോണ്ട് പോകാൻ വന്നിട്ടുണ്ട്, നീ കൂടെ പോകുന്നു പറഞ്ഞ ബ്രെയിൻ വാഷ് ചെയ്യാണ്. അത് കേട്ട് അവൾ ഫായുടെ വേഷത്തിൽ ഒരുങ്ങി പരമിന്റെ അമ്മയുടെ അടുത്ത് പോകുന്നുണ്ട്. വാ മോളെ കൂടെ വാന്ന് അമ്മ വിളിക്കുമ്പോ അവൾ മൈൻഡ് ചെയ്യുന്നില്ല. പരമിനും കൂടി വേണ്ടി ഞാൻ മോളോട് സോറി ചോദിക്കാം, മോളിങ് വാന്ന് പറയുമ്പോഴും അവള് മൈൻഡ് ചെയ്യുന്നില്ല. ശരി ഞാൻ നിനക്ക് സാലറി കൂട്ടി തരാം, 500 രൂപ കൂട്ടാന്ന് അമ്മ പറയുമ്പോ അവളുടെ മുഖത്ത് ഒരു ഭാവവ്യത്യാസം ഇല്ല. 1000 2000 ഇനിയിപ്പോ എന്ത് ചെയ്യും, ഇതിലും കൂടുതൽ കൂട്ടിക്കൊടുക്കാൻ തനിക്ക് ഒക്കൂല എന്ന് തോന്നുന്ന അമ്മ ആകെ വിഷമിച്ച് ഇനി എന്ത് പറഞ്ഞവളുടെ പിണക്ക് മാറ്റൊന്നും മനസ്സിലാവാതെ നിൽക്കുമ്പോ അവള് പെട്ടെന്ന് അമ്മയുടെ അടുത്തേക്ക് എത്തിയിട്ട് എനിക്ക് 500 രൂപ മതി എന്നും പറഞ്ഞ് ചിരിച്ചു കാണിക്കുമ്പോഴാണ് അമ്മയ്ക്ക് സമാധാനമാവുന്നത്. അവള് തന്റെ കൂടെ വരുമെന്ന് മനസ്സിലാക്കിയതിന്റെ സന്തോഷമായിരുന്നു, അല്ലാതെ 2000 കൂട്ടിക്കൊടുക്കാന്ന് പറഞ്ഞിട്ടും 500 മതി
എന്ന് പറഞ്ഞതിന്റെ ആ ഒരു സന്തോഷമല്ല, അവൾ തന്റെ കൂടെ വരുന്നു എന്ന് മനസ്സിലാക്കുന്ന അമ്മ അവളെ കെട്ടിപ്പിടിച്ച് സന്തോഷം പങ്കുവെക്കുന്നു. അങ്ങനെ ഫായിയും കുട്ടി അമ്മ തിരിച്ചെത്തുന്നത് കാണുന്ന ലു വളരെ ഹാപ്പി ആവുന്നു. അതേസമയം അവിടെ പരം ഇരിപ്പുണ്ട്. പരം ആദ്യം ഒന്ന് ഫായിയെ നോക്കുന്നുണ്ട്, പക്ഷെ പിന്നീട് നോക്കാനുള്ള ഒരു മടി, അവളുടെ മുഖം നല്ല കനത്തിൽ തന്നെ ഇരിക്കുകയാണ്. അതുകൊണ്ട് അവൻ ഇങ്ങനെ കുനിഞ്ഞും നൂന്നും ചെറിയ രീതിയിൽ കള്ളനോട്ടം നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അവള് പിന്നീട് കുക്ക് ചെയ്യാനായി കിച്ചണിലേക്ക് ചെന്ന് പരമിനെ മനസ്സിൽ ധ്യാനിച്ച് അവനാണെന്ന് വിചാരിച്ചതേ നല്ല ഇടിയിട്ട് ഇടിച്ചോണ്ടിരിക്കുകയാണ്. അവൾ ഈ ഇടിക്കുന്നത് ഇതിനോടുള്ള ദേഷ്യമോ കാര്യങ്ങളോ അല്ല, പരമിനെ ഓർത്തിട്ടാണെന്ന് അത് കാണുന്ന ലൂവിന് വരെ തോന്നുന്നുണ്ട്. അമ്മാതിരി ഇടിയായിരുന്നു ഇടിക്കുന്നത്. ഇതേ സമയം പരമും അമ്മയും സംസാരിക്കുമ്പോ അമ്മ പരമിനോട് ഫായിയോടുള്ള പിണക്കം മാറ്റണം, നീ അവളോട് ഇങ്ങനെ ഹാർഷായിട്ട് സംസാരിക്കരുത് എന്ന് പറയുമ്പോ ശരി അമ്മ ഇനി ശ്രദ്ധിക്കാന്ന് അവൻ പറയുന്നു. ഇനി ശ്രദ്ധിച്ചാ പോരാ, ഇപ്പൊ തന്നെ നീ അവളോട് പോയി മുന്നേ പെരുമാറിയതിന് സോറി പറയണം, പോയിട്ട് വാടാന്ന് പറഞ്ഞ് അമ്മ അവനെ നിർബന്ധിച്ച് കിച്ചണിലേക്ക് വിടുന്നു. അങ്ങനെ ഫായും ലൂവും കിച്ചണിലുള്ള സമയം അവിടേക്ക് ഫായിയോട് സംസാരിച്ച് സോറി പറയാനായി പരം വരുന്നുണ്ട്. ഫായ് അവനെ കണ്ടിട്ടും മൈൻഡേ ചെയ്യുന്നില്ല. അവൻ അവളോട് സംസാരം സ്റ്റാർട്ട് ചെയ്യാനായി എന്തായി കുക്കിംഗ് കഴിയാറായോ എന്ന് ചോദിക്കുമ്പോ അത് കേട്ടിട്ട് പോലും അവൾ മൈൻഡ് ചെയ്യുന്നില്ല. തുടർന്ന് ഫായ് എന്ന പേര് വിളിച്ച് അവൻ സംസാരിക്കുമ്പോ അവൾ അതും മൈൻഡ് ചെയ്യാതെ ലൂവിനോട് അതിങ്ങെടുത്തതാ ഇതിങ്ങെടുത്തതാ എന്നൊക്കെ പറഞ്ഞ് അവനെ ശരിക്കും അവോയ്ഡ് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. അവനത് നന്നായി തന്നെ മനസ്സിലാവുന്നുണ്ട്. ഇത്രയും നേരം താൻ താന്നു കൊടുത്തില്ല, എന്നിട്ടും അവൾക്ക് വൈകി മിണ്ടണ്ട എന്ന ആറ്റിറ്റ്യൂഡിൽ അവനും അവിടെ നിന്ന് തിരിച്ചു പോകുന്നു. അത് കാണുന്ന ലു എന്നാലും സാറ് വന്ന് ഇവിടെ ഇത്രയും സംസാരിക്കുമ്പോ നീ അത് മൈൻഡ് ചെയ്യാതെ നിന്നത് ശരിയായില്ല, എന്തെങ്കിലും ഒന്ന് സാറിനോട് പറയാമായിരുന്നു എന്ന് പറയുന്ന ലു, നിങ്ങള് ചുമ്മാ ടോം ആൻഡ് ജെറിയെ പോലെ വഴക്കിടുന്ന കണ്ടാല് ഏതാണ്ട് ലവേഴ്സിന്റെ ഇടയിൽ നടക്കുന്ന സൗന്ദര്യ പിണക്കം പോലെയുണ്ട്. ഒരു ബോസും എംപ്ലോയിയും തമ്മിലുള്ള വഴക്ക് പോലെ തോന്നുന്നില്ല എന്ന് ലു പറയാണ്. സത്യത്തില് ഒരു വലിയ വ്യത്യാസം ഞാനിപ്പോ ശ്രദ്ധിച്ചു. നീ ഇപ്പോ ഡോക്ടറിനോട് പിണക്കത്തിലാണെങ്കിൽ പോലും പുള്ളിക്കാരന്റെ മുഖത്ത് ഒരു ചിരിയുണ്ട്. പക്ഷെ നീ ഇവിടുന്ന് ഇറങ്ങിപ്പോയപ്പോ ആ ചിരി പോലും പുള്ളിയുടെ മുഖത്തില്ലായിരുന്നു. ആകെ ടെൻഷൻ അടിച്ച് എന്ത് ചെയ്യണമെന്ന് അറിയാതെ നടക്കുമായിരുന്നു. അതെല്ലാം ഞാൻ നോട്ടീസ് ചെയ്താ. എന്നിട്ടും പുള്ളി ഇപ്പോ നിന്നോട് വന്ന് സോറി പറയുമ്പോ ഇത്രയും ജാട കാണിച്ചത് ശരിയായില്ല എന്നെല്ലാം ലു ഫായിയോട് പറയുമ്പോ അവൾ അതെല്ലാം കേൾക്കുന്നു. ഇതേ സമയം പരം അവൾ തന്നോട് നല്ല കലിപ്പിലാണെന്ന് മനസ്സിലാക്കിയത് കൊണ്ട് തന്നെ എങ്ങനെ ആ കലിപ്പ് മാറ്റാമെന്ന് ആലോചിക്കാണ്. ചെന്ന് സംസാരിക്കാൻ നോക്കിയിട്ട് ചീറ്റിപ്പോയില്ലേ, അതുകൊണ്ട് തന്നെ ഗൂഗിളിൽ സെർച്ച് ചെയ്യുന്നു. അപ്പോ ഗിഫ്റ്റ് ഒക്കെ കൊടുത്ത് പിണക്കം മാറ്റാം എന്നൊരു ഐഡിയ അവന് കിട്ടുന്നത് കൊണ്ട് തന്നെ അവൻ ഷോപ്പിങ്ങിന് പോകാനായി ഒരുങ്ങാണ്. അപ്പോഴേക്കും ഫുഡ് ഉണ്ടാക്കി അത് പരമിന് കഴിക്കാൻ കൊടുക്കുമ്പോൾ അവൻ ഫുഡ് കഴിക്കാൻ നിൽക്കാതെ കടയിലേക്ക് പോകുന്നു. അങ്ങനെ കൊണ്ടുപോയ ഫുഡ് ലൂ തിരിച്ചു കൊണ്ടുവരുമ്പോ പരം കഴിച്ചിട്ടില്ലെന്ന് മനസ്സിലാക്കുന്ന ദവോ അവൻ ഞാൻ ഉണ്ടാക്കിയതുകൊണ്ടാണോ കഴിക്കാത്തെന്നുള്ള കലിപ്പിൽ നിൽക്കുമ്പോ നീ അത് കളയല്ലേ, ഇങ്ങത്താ ഞാൻ കഴിച്ചോളാം, എനിക്കും ഇവരെ പോലെ തന്നെ നിന്റെ ഫുഡ് വലിയ ഇഷ്ടമെന്ന് പറഞ്ഞ് അത് ലൂ കഴിക്കുമ്പോഴും പരം തന്നോടുള്ള ഇഷ്ടക്കേട് കൊണ്ടായിരിക്കാം ഫുഡ് കഴിക്കാതെ പോയതെന്നാണ് അവൾ അപ്പോഴും തെറ്റിദ്ധരിക്കുന്നത്. അപ്പോഴേക്കും പരം ഷോപ്പിങ്ങിന് പോയിരിക്കല്ലേ. അവൻ ആദ്യം ഗിഫ്റ്റ് ഐറ്റംസ് ആയിട്ട് എന്തെങ്കിലും വാങ്ങാന്ന് വിചാരിച്ച് നോക്കുമ്പോൾ ഒന്നും തന്നെ ഇഷ്ടപ്പെടുന്നില്ല. വലിയൊരു ടെഡി ബിയറിനെ വാങ്ങാന്ന് വിചാരിക്കുമ്പോൾ ഇനി അവള് ഇത് വളരെ ചൈൽഡിഷ് ഗിഫ്റ്റ് ആയിട്ട് കരുതുമോന്നോർത്ത് അത് വേണ്ടാന്ന് വിചാരിക്കുന്നു. പിന്നീട് ഡ്രസ്സിന്റെ സെക്ഷനിലേക്ക് ചെല്ലുമ്പോൾ വളരെ ഫാഷനബിൾ ആയിട്ടുള്ള ഓരോ ഡ്രസ്സാണ് കാണുന്നത്. ആക്ച്വലി ദവോ കുറച്ച് ഫാഷനബിൾ ആയിട്ടുള്ള പെൺകുട്ടി ആണെങ്കിലും അവൾ ഫായ് ആയി ഇവന്റെ മുന്നിൽ വരുമ്പോൾ അങ്ങനെ ഫാഷനബിൾ അല്ലല്ലോ. അതുകൊണ്ട് തന്നെ ഈ ഡ്രസ്സൊക്കെ ഇട്ട് അവൾക്ക് എങ്ങനെ ഇരിക്കും എന്ന് ചിന്തിക്കുന്ന അവൻ അതൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കിയിട്ട് വേണ്ട ശരിയാവില്ല എന്നോർത്ത് അതും വേണ്ടാന്ന് വെക്കുന്നു. പിന്നെ എന്ത് വാങ്ങിക്കുന്നു വിചാരിച്ച് ഇന്നർ വിയറുകളുടെ സെക്ഷന്റെ അടുത്തുകൂടെ അവൻ പോകുമ്പോ ഏതാണ് സാർ സൈസ് എന്ന് അവിടുത്തെ സ്റ്റാഫ് ചോദിക്കുമ്പോ എന്റെ പൊന്നോ ഒന്നും ഇല്ലെന്നും പറഞ്ഞ് അവൻ അവിടുന്ന് ഒരു ഓട്ടായിരുന്നു. നേരെ എത്തുന്ന ലാസ്റ്റ് സെഷനിൽ സ്കാർഫ്സ് ഉണ്ട്. അത് വാങ്ങണോ വേണ്ടയോ എന്ന് അവൻ രണ്ട് മൈൻഡിൽ നിൽക്കുന്നുണ്ടെങ്കിലും ഒടുക്കം അവിടെ നിന്ന് പർച്ചേസ് ചെയ്യുന്നു. അങ്ങനെ പിന്നീട് പരം ദവോയുടെ ചേട്ടനെ വിളിക്കുന്നു. നല്ല കലിപ്പിലാണ് ചേട്ടൻ കോൾ അറ്റൻഡ് ചെയ്യുന്നത്. ആ ടീമാണ് ദവോ തിരിച്ച് ഫായ് ആയി വീട്ടിലേക്ക് എത്തിയെന്ന ഗുഡ് ന്യൂസ് പരം അറിയിക്കുന്നത്. അത് കേൾക്കുമ്പോൾ ചേട്ടന്റെ എല്ലാ കലിപ്പും മാറുന്നുണ്ട്. ചേട്ടൻ വളരെ ഹാപ്പിയായി അവനോട് സംസാരിക്കുമ്പോൾ എന്തായാലും എനിക്കറിയാം നിങ്ങളൊക്കെ കുറെ സങ്കടപ്പെട്ടു എന്ന്. ഇനി ഇതുപോലെ സംഭവിക്കാതെ ഞാൻ പ്രത്യേകം ശ്രദ്ധിക്കാം. വീട്ടിലെല്ലാവരോടും എന്റെ സോറി പറയണമെന്ന് അവൻ ആവശ്യപ്പെടുമ്പോൾ നീയും അവൾക്ക് വേണ്ടി ഒരുപാട് വിഷമിച്ചു അലഞ്ഞു എന്ന് എനിക്കറിയാം. സാരയില്ല, നീ അവളെ മനസ്സിലാക്കാൻ ശ്രമിക്കുക. അവള് വളരെ നല്ലൊരു പെൺകുട്ടിയാ. മനസ്സിലാക്കി കഴിഞ്ഞാൽ നിനക്ക് ഒരിക്കലും അവളെ മിസ് ചെയ്യാനേ തോന്നില്ല എന്ന് പറഞ്ഞ് ചേട്ടൻ സംസാരിച്ച് കോള് കട്ട് ചെയ്യുമ്പോഴേക്കും പിറകില് ഫാമിലി മൊത്തത്തിൽ കാത്തു നിൽപ്പുണ്ടായിരുന്നു. ദവോ എത്തിയെന്ന കാര്യം അറിയിക്കുമ്പോൾ എല്ലാവരും ഹാപ്പി ആവുന്നു. പരം ദവയ്ക്ക് വേണ്ടി ഗിഫ്റ്റ് ഒക്കെ വാങ്ങി അവനും വളരെ ഹാപ്പി ആയിട്ട് അവള് വന്ന കാര്യം സംസാരിച്ചത് എന്ന് ചേട്ടൻ പറയുമ്പോൾ പരമിന് പതിയെ ദവോയോട് താല്പര്യമായി തുടങ്ങിയിട്ടുണ്ടെന്ന് അവർക്ക് മനസ്സിലാവുന്നുണ്ട്. അവരതിൽ വളരെ ഹാപ്പി ആവുമ്പോൾ എന്തായാലും നമ്മൾ ഇതൊന്ന് സെലിബ്രേറ്റ് ചെയ്യണം, എന്നിട്ടേ ഉള്ളൂ ഇനി ബാക്കി കാര്യം എന്ന് പറഞ്ഞ് ചേട്ടനും അച്ഛനും കൂടി ഡ്രിങ്ക്സ് അടിക്കാൻ വേണ്ടി പോവാണ്. അങ്ങനെ പിന്നീട് നമ്മൾ കാണുന്നത് പരം ഹോസ്പിറ്റലിലുള്ളപ്പോ ഒരു പേഷ്യന്റ് ഇറങ്ങിക്കഴിഞ്ഞ് അങ്ങോട്ടേക്ക് എത്തുന്നത് റിക്കയാണ്. അവൾ വന്ന പാടെ പരം അവൾക്ക് ചെക്ക് എഴുതുന്നത് കണ്ട് ഞാൻ ക്യാഷിനൊന്നും വന്നതല്ല, പറ എന്തായി, അമ്മ തിരിച്ചെത്തിയിട്ട് എന്ത് പറഞ്ഞു എന്ന് ചോദിക്കുമ്പോ എന്ത് പറയാൻ, ഒരു കുഴപ്പമില്ലാന്ന് അവൻ പറയുമ്പോ വളരെ ഹാപ്പി ആവുന്നവൾ അപ്പൊ പിന്നെ ഞാൻ പുതിയൊരു കുക്കിനെ ഏർപ്പാടാക്കാന്ന് നടന്ന കാര്യങ്ങളൊന്നും അറിയാതെ പറയുമ്പോ എന്തിനാ വേറെ കുക്ക്, ഫായ് തിരിച്ചു വന്നല്ലോ എന്ന് പരം പറയുന്നു. അത് കേട്ട് റിക്കി ഒന്ന് ഞെട്ടുന്നു. അവള് തിരിച്ചു വന്നോ, അതെങ്ങനെയെന്ന് റിക്ക ഞെട്ടി നിൽക്കുന്നത് കണ്ട് പരം നീ എന്തിനാ ഇങ്ങനെ ഞെട്ടുന്നതെന്ന് ചോദിക്കുന്ന ടീം അല്ല അവളെ തിരിച്ചു വന്നെങ്കിൽ ഞാൻ വേണമെങ്കിൽ
ഒരു സോറി പോലെ അവളെ ചെന്ന് കണ്ട് സംസാരിക്കാമെന്ന് വീണ്ടും എന്തെങ്കിലും വിഷയം ഉണ്ടാക്കാൻ സ്കോപ്പ് ഉണ്ടോ എന്ന് അറിയാനായി റിക്ക പറയുമ്പോ അതിന്റെ ആവശ്യമില്ല, ഞാനായിട്ട് അവളോട് സോറി പറഞ്ഞിട്ടുണ്ട്, അത്രയും മതിയെന്ന് പരം പറയുമ്പോ പരം ഫായിയോട് സോറി പറഞ്ഞോ? അത് റിക്കയ്ക്ക് തീരെ സഹിക്കാൻ വയ്യ. അതിന്റെ കലിപ്പിൽ നിൽക്കാണ് പരം. പക്ഷെ അവളോട് കൂടുതലൊന്നും സംസാരിക്കാൻ നിൽക്കാതെ വീട്ടിൽ പോയിട്ട് കുറച്ച് പണിയുണ്ടെന്ന് പറഞ്ഞ് വേഗം ഇവിടുത്തെ ജോലി തീർത്ത് വീട്ടിലേക്ക് പോകുന്നു. ആ ഒരു സംഭവത്തോടു കൂടി ഫായ് എന്ന ശല്യം കംപ്ലീറ്റ് ആയി ഒഴിവായെന്നാണ് റിക്ക കരുതിയിരുന്നത്. പക്ഷെ ഫായ് പോയിട്ടില്ല, അവൾ മടങ്ങി വന്നു എന്നറിയുമ്പോ റിക്കയ്ക്ക് അത് തീരെ സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ പിന്നീട് പരം വീട്ടിലേക്ക് എത്തിക്കഴിഞ്ഞ പരമും അമ്മയും പൂമും ഒക്കെ ഫുഡ് കഴിക്കാനായി ഇരിക്കുകയാണ്. ഫുഡ് ഉണ്ടാക്കി ഫായും ലൂവും അവിടെ തന്നെയുണ്ട്. ഫായാണ് പ്രധാന കുക്ക്, അറിയാലോ. അവളുടെ കൈപ്പുണ്യാണ് ഈ ടേബിളെല്ലാം നിരന്നിരിക്കുന്നതെല്ലാം. പരം പതിവിലും കൂടുതൽ ആസ്വദിച്ചിരുന്ന് കഴിക്കുന്നുണ്ട്. അവന്റെ കഴിപ്പ് കണ്ട് പൂമും അമ്മയും എങ്ങനെയുണ്ട് ഫായുടെ കുക്കിംഗ് എന്ന് ചോദിക്കുമ്പോ കുഴപ്പമില്ല എന്ന് പറയുന്നവൻ വീണ്ടും നന്നായി തന്നെ ഫുഡ് കഴിക്കാണ്. അത് കാണുന്നവള് കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കഴിക്കുന്നത്, അപ്പൊ എങ്ങനെ നല്ലതാന്ന് പറഞ്ഞായിരുന്നെങ്കിൽ എന്ത് കഴിപ്പ് കഴിച്ചേനേന്ന് അത് കണ്ട് നെടുവീർപ്പിട്ടോണ്ട് നിൽക്കുമ്പോ നല്ല ഓംലെറ്റ് എനിക്ക് ഒരെണ്ണം കൂടി ഉണ്ടാക്കിക്കൊണ്ട് വരാനായി അവൻ പറയുമ്പോ കൊണ്ടുവരാന്ന് ഒരുമാതിരി പറഞ്ഞ് അവൾ അവിടെ നിന്ന് പോകുന്നു. ആ ഒരു പറച്ചില് പന്തികയുടെ അപ്പോ ആർക്കും തന്നെ തോന്നിയില്ല. അവളാകട്ടെ കിച്ചണിലേക്ക് എത്തിക്കഴിഞ്ഞ് കുക്ക് ചെയ്യുന്ന കൂട്ടത്തില് അവന് കാണിച്ചു കൊടുക്കാന്ന് പറഞ്ഞ് ഇത്തവണ അവന് വേണ്ടി മാത്രം കുക്ക് ചെയ്യുന്ന ആ ഓംലെറ്റില് എന്തൊക്കെയോ ചേർക്കുന്നുണ്ട്. കുക്ക് ചെയ്ത് കഴിഞ്ഞ് അങ്ങോട്ടേക്ക് ലൂ എത്തുമ്പോ ഇതൊന്ന് കൊണ്ടു കൊടുക്കാനായി ലൂവിനെ ഏൽപ്പിക്കുന്നു. ആ ഒരു സമയത്ത് അവരൊക്കെ കഴിച്ചിട്ട് ഇരുന്നിട്ട് പോയെന്ന് പറയുന്ന ലൂ ഇത് എന്റെ വയറ്റ് ഭാഗ്യ, ഞാൻ കഴിക്കാൻ പോവാണെന്നും പറഞ്ഞ് അതെടുത്ത് കഴിക്കാനായി ഒരുങ്ങുമ്പോ വേണ്ട കഴിക്കണ്ടെന്ന് പറഞ്ഞ് ഫായ് അവളെ തടുക്കാണ്. ഫായ് എങ്ങനെ ലൂവിന്റെ വലത്തെ കൈ അവൾ കഴിക്കാതിരിക്കാനായി വിടാതെ പിടിച്ചു വെച്ചോണ്ടിരിക്കുമ്പോ നീ എന്തൊരു ഫ്രണ്ടാ, ഞാൻ കഴിച്ചാൽ നിനക്ക് എന്താ കുഴപ്പം, നിനക്ക് വേണേ വേറെ ഉണ്ടാക്കി കഴിക്കാനായി പറഞ്ഞ് ലൂ അത് കഴിക്കാനായി ഒരുങ്ങുമ്പോ ഫായ് വിടുന്നേയില്ല. ഒടുക്കം ഇടത്തെ കൈ വെച്ച് ലൂ അത് എടുത്ത് കഴിക്കുന്നു. കാരണം ഫായ് വലത്തെ കൈ പിടിച്ചു വെച്ചിരിക്കല്ലേ. കഴിച്ചു കഴിയുമ്പോ എന്തായാലും രണ്ടു വക കഴിച്ചാലും ഫുള്ള് കഴിച്ചാലും ഒരേ എഫക്റ്റാ, ബാക്കിയും കൂടി നീ കഴിച്ചോന്നുള്ള മട്ടില് ഫായ് അവളുടെ പിടുത്തം വിടുമ്പോ അവൾ അത് മൊത്തത്തിൽ കഴിക്കുന്നുണ്ട്. കഴിച്ച് തീരുന്നതും അവൾക്ക് വയറ് മൊത്തവും ഇളകി മറിഞ്ഞ് ഭയങ്കര സ്മെല്ലും കാര്യങ്ങളും ആകെ പട പ്രശ്നമാവുന്നു. അപ്പോഴാണ് അവൾ ആ പറഞ്ഞതില് ഒരു പന്തികേട് ഉണ്ടായിരുന്നു എന്നതും ഇപ്പൊ കഴിക്കണ്ടെന്ന് പറഞ്ഞ് തടുക്കാൻ നോക്കിയതിന്റെ ഒക്കെ അർത്ഥം ലൂവിനും മനസ്സിലാവുന്നത്. നീ എന്ത് പണിയാ കാണിച്ചത്? ഡോക്ടർ ബുദ്ധിയുള്ളവനാ, നീ ഉണ്ടാക്കിയത് കഴിക്കാതെ പുള്ളിക്കാരനെ എഴുന്നേറ്റ് പോയില്ലേ, എന്നാലും ഈ പാവം പിടിച്ച എനിക്ക് പണിയായില്ലേ എന്ന് പറഞ്ഞ് അവള് ബാത്റൂമിലേക്ക് പോകാനായി ഒരുങ്ങുമ്പോ അവളെ ബാത്റൂമിൽ വിടാതെ പിടിച്ചു വെക്കുന്ന ഫായ് എന്നോട് ക്ഷമിച്ചു എന്ന് പറ, അല്ല ഞാൻ വിടത്തില്ല, എനിക്ക് കുറ്റബോധം വരുമെന്നും പറഞ്ഞ് സങ്കടപ്പെട്ടോണ്ട് നിൽക്കുമ്പോ നീ ഇവിടെ കുറ്റബോധത്തിന്റെ കാര്യം പറഞ്ഞ് എന്നെ ബാത്റൂമിൽ വിടാതിരുന്ന ഇവിടെ വേറെ പലതും വരുമെന്നും പറഞ്ഞ് അവള് ബാത്റൂമിലേക്ക് ഒരൊറ്റ ഓട്ടായിരുന്നു. അപ്പോഴേക്കും സ്മെല്ലടിച്ചിട്ട് ഫായ്ക്കും നിക്കാൻ വയ്യാത്ത അവസ്ഥ. അപ്പോഴേക്കും ചേട്ടനും അച്ഛനും കൂടി ദൗ തിരിച്ചു വന്നത് ആഘോഷിക്കാൻ പോയിരിക്കല്ലേ. അവരൊരു പബ്ബിലേക്കാണ് പോയിരിക്കുന്നത്. രണ്ടുപേരും ഡ്രിങ്ക്സ് അടിച്ച് ഫിറ്റ് ആവുന്നു. അതിന്റെ ഇടയിൽ അച്ഛൻ ഒരു പെണ്ണിനെ അവിടുന്ന് സെറ്റ് ആവുന്നുണ്ട്. ആക്ച്വലി അത് മുത്തശ്ശിയുടെ പണിയാണ്. അച്ഛൻ കുറച്ച് വെളച്ചിൽ കൂടി നടക്കുകയാണെന്ന് അറിയാവുന്ന മുത്തശ്ശി മാക്സിന്റെ സഹായത്തോടു കൂടി ഒപ്പിച്ച ഒരു പണിയായിരുന്നു അത്. മാക്സ് ഒരു ഗേ ആയ ഒരു പയ്യനെ പെൺവേഷം കെട്ടിച്ച് ഇതുപോലെ അച്ഛന്റെ അടുത്തേക്ക് പറഞ്ഞു വിട്ടതാണ്. അച്ഛൻ അങ്ങനെ പതിയെ അവരുമായിട്ട് കമ്പനി അടിച്ച് നിൽക്കുന്ന ടീം ഇത് കാണുന്ന ദവോയുടെ ചേട്ടൻ എന്തായാലും കൊള്ളാം, നല്ല പണിയാന്നും പറഞ്ഞ് അച്ഛനെ കളിയാക്കുമ്പോ എടാ വേണമെങ്കിൽ നിനക്ക് ഒരാളെ സെറ്റാക്കി തരാന്ന് അച്ഛൻ പറയുന്നു. അയ്യോ വേണ്ടേ, പോമറിഞ്ഞ എന്നെ കൊല്ലും, എനിക്ക് താല്പര്യമില്ലെന്നും പറഞ്ഞ് ചേട്ടൻ പോവാൻ നിൽക്കുമ്പോ എന്തായാലും നീ ഇത് എന്റെ ഭാര്യയോട് പോയി പറയണ്ടാന്ന് അച്ഛൻ പറയുമ്പോ അച്ഛന്റെ ഭാര്യയോട് പറയത്തില്ല, എന്റെ അമ്മയോട് പറഞ്ഞോളാന്നും പറഞ്ഞ് അവൻ ചിരിക്കുമ്പോ അച്ഛൻ തലക്കിട്ട് നല്ല കൊട്ട് വെച്ച് കൊടുക്കുന്നു. അങ്ങനെ ചേട്ടനെ പറഞ്ഞു വിട്ടിട്ട് അവരുടെ കൂടെ ഒരു റൂമിലേക്ക് അച്ഛൻ പോകുന്നുണ്ടെങ്കിലും അപ്പോഴാണ് ഇത് പെണ്ണല്ല ആണാണ് എന്നത് അച്ഛനും മനസ്സിലാവുന്നത്. വേഗം തന്നെ അച്ഛൻ അവിടെ നിന്ന് ഒരു ഒറ്റ ഓട്ടമായിരുന്നു. കുറച്ചു കഴിയുമ്പോ മുത്തശ്ശിക്ക് മാക്സിന്റെ ഫോൺ കോൾ വരുന്നുണ്ട്. മുത്തശ്ശി പറഞ്ഞതുപോലെ തന്നെ ദവോയുടെ അച്ഛനെ ശരിക്കും ഒന്ന് പണി കൊടുത്ത് വിട്ടിട്ടുണ്ടെന്ന്. മുത്തശ്ശിക്ക് ഇനി ആർക്കെങ്കിലും ഒക്കെ പണി കൊടുക്കണമെങ്കിൽ എന്നെ ഏൽപ്പിച്ചാൽ മതി എന്ന് മാക്സ് ഫോണിലൂടെ മുത്തശ്ശിയോട് പറയുമ്പോ മുത്തശ്ശി അപ്പൊ ചിരിക്കുന്നുണ്ടെങ്കിലും ഉള്ളിൽ വിചാരിക്കുന്നത് ഇവന്റെ ഈ ഉടായ്പ് പണികളും കൊണ്ടല്ലേ ഇവൻ ഇത്രയും നാള് ദവോയുടെ കൂടെ നിന്ന് തങ്ങളെ പറ്റിച്ചതെന്നാണ്. എന്തായാലും അപ്പോഴേക്കും ദവോയുടെ ചേട്ടൻ ആകെ ഫിറ്റായി വീട്ടിൽ വന്ന് കിടക്കുന്നുണ്ടായിരുന്നു. ഇവനും കണക്കാ, ഇവന്റെ അച്ഛനും കണക്കാണെന്ന് അത് കണ്ട് മുത്തശ്ശി മനസ്സിലോർക്കുന്നു. അപ്പോഴേക്കും പരമാകട്ടെ അവൻ അവൾക്ക് കൊടുക്കാനായി ഒരു ഗിഫ്റ്റ് വാങ്ങിച്ചെങ്കിലും അത് കൊടുക്കാതെ അത് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. കൊടുക്കണോ വേണ്ടയോ, കൊടുത്താ പ്രശ്നമാവോ, എന്തായിരിക്കും ഇനി അടുത്തതായിട്ട് അവള് പറയാ, മേടിക്കാതിരുന്നാ എനിക്കിത് നാണക്കേടല്ലേ എന്നിങ്ങനെ അവൻ വലിയ ആലോചനയിലാണ്. അങ്ങനെ പിന്നീട് ഫായ് റൂമിൽ ഇരിക്കുമ്പോ ആരോ വന്നു പോകുന്ന പോലെ ഒരു നിഴൽ അവൾക്ക് ഫീൽ ആവുന്നുണ്ട്. ആദ്യം മൈൻഡ് ചെയ്തില്ല, പിന്നെ ഇത് ലൂ ആണെന്ന് ഓർക്കുന്നുണ്ടെങ്കിലും ലൂ അവളുടെ ബോയ് ഫ്രണ്ടിന്റെ കൂടെ പോയിരിക്കല്ലേ, അപ്പോ അവളായിരിക്കില്ല, പിന്നെ ഇത് ആരായിരിക്കും എന്ന് ചിന്തിച്ച് ഇനി വല്ല കള്ളന്മാരും ആണോ എന്ന് പേടിച്ച് അവൾ കയ്യിൽ അടിക്കാനായി ഒരു സാധനം എടുത്തുകൊണ്ട് ഡോറിന്റെ അവിടേക്ക് ചെല്ലുമ്പോ അത് പരമായിരുന്നു. അവൾക്ക് ഗിഫ്റ്റ് കൊടുക്കണോ വേണ്ടയോ എന്ന് അവൻ ഇങ്ങനെ പമ്മി നിൽക്കുന്ന നിപ്പായിരുന്നു അത്. അവൾ അവനെ കണ്ടിട്ട് ഡോക്ടർക്ക് ഇത് തന്നെയാണോ പണി, എന്തിനാ ഇപ്പൊ ഇങ്ങനെ വന്ന് പമ്മി നിന്ന് മനുഷ്യനെ പേടിപ്പിക്കുന്നതെന്ന് അവൾ ചോദിക്കുമ്പോ അവൻ പെട്ടെന്ന് ഗിഫ്റ്റിന്റെ കാര്യം പറഞ്ഞ് അവളോട് തറ
ഉള്ളതല്ല പറയുന്നു. അവള് ദേഷ്യം വന്ന് പിണങ്ങി പോകുമ്പോ അയ്യോ ഗിഫ്റ്റ് കൊടുക്കാൻ വന്നിട്ട് വീണ്ടും പിണക്കിയാൽ എങ്ങനെയാന്ന് ഓർത്ത് അവൻ അവളുടെ പിറകെ പോകുന്നു. അവൻ അവളുടെ പിറകെ ചെന്ന് കവർ കാണിച്ചിട്ട് നിൽക്കാനായി പറയുന്നു. ഇതിനകത്ത് എന്താ, എനിക്ക് എന്തെങ്കിലും പണി തരാനുള്ളതായിരിക്കും അല്ലേന്ന് അവൾ ചോദിക്കുമ്പോ അല്ല, നിനക്കുള്ള ഗിഫ്റ്റാ, മുന്നേ ഞാൻ നിന്നോട് വഴക്കുണ്ടാക്കിയതിന് സോറി എന്ന് പറഞ്ഞ് അവൻ അത് കാണിക്കുമ്പോ 7 കളറിലെ സ്കാർഫ്സ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അതെല്ലാം അവൻ അവൾക്ക് കൊടുക്കുമ്പോ അവള് വേണ്ടാന്ന് പറഞ്ഞ് പിണങ്ങുന്നു. പ്ലീസ് നീ ഇത് വാങ്ങുന്നു പറഞ്ഞ് അവൻ അവളുടെ പിറകെ നടന്ന് അതെല്ലാം അവളുടെ ദേഹത്ത് വെച്ച് നോക്കിയിട്ട് കൊള്ളാം, കോലം കിട്ടിയതുപോലെ ഉണ്ടെന്നും പറഞ്ഞ് അവളെ കളിയാക്കിയിട്ടാണ് അവൻ പോകുന്നത്. ആ ടീം അവൾക്ക് ദേഷ്യം വരുന്നുണ്ടെങ്കിലും പോയി അവൻ തിരിച്ചെത്തി വീണ്ടും അവളെ ഒന്ന് കളിയാക്കുമ്പോ സത്യത്തിൽ അവൾക്ക് ദേഷ്യമല്ല, ചിരിയാണ് വരുന്നത്. അടുത്ത ദിവസം രാവിലെ നോക്കുമ്പോ പരമിന്റെ വീട്ടിലേക്ക് കുറെ പേര് വരുന്നു. നമ്മുടെ ഫായിക്ക് ദിവ്യശക്തി ലഭിച്ചെന്നും അവളിതേ പ്രവചനം നടത്തി കാര്യങ്ങൾ പറയുന്നെന്നും അറിഞ്ഞതേ ഇവര് വന്നതാണെന്നും പറഞ്ഞ് കുറച്ച് പേരെ ലൂ കൂട്ടിക്കൊണ്ട് വന്നതാണ്. ഇതെല്ലാം കണ്ട് പരമിന്റെ അമ്മയും പൗമും ഇത് എന്ത് സംഭവം എന്നറിയാതെ മിഴിച്ചു നിൽക്കുമ്പോ ഫായ് ഇവിടെ പരം വാങ്ങിച്ചു കൊടുത്ത 7 സ്കാർഫ്സ് ഒക്കെ കെട്ടി ഏതാണ്ട് മന്ത്രവാദം ചെയ്യുന്ന കണക്കിരിക്കുകയാണ്. അവള് അവിടെ കിടന്ന് ഓരോ ആക്ഷൻ കാണിക്കുമ്പോ അത് കണ്ട് പരമിന്റെ അമ്മയ്ക്ക് ഇവക്ക് ഇത് എന്തോ പറ്റി, വാദവെല്ലാം കയറിയോന്ന് ആകെപ്പാടെ പേടി. ആ സമയത്ത് അവിടെ വന്നിരിക്കുന്നവരോട് നിങ്ങൾക്ക് ഭാഗ്യം വരണമെങ്കിൽ ആ നിൽക്കുന്ന സാറിന്റെ ദേഹത്ത് ഒരു നമ്പർ തെളിഞ്ഞു വരും, അത് കണ്ടുപിടിക്കാനായി പറഞ്ഞ് പരമിന്റെ അടുത്തേക്ക് അവരെ പറഞ്ഞു വിടുമ്പോ പരമിനെ അവര് ചക്ക ഈച്ച പൊതിയും പോലെ പൊതിയാണ്. ഇത് കണ്ട് പരമിന് ദേഷ്യം വരുന്നുണ്ട്. അവൻ അവളെ വലിച്ചോണ്ട് പോയി മാറ്റി നിർത്തിയിട്ട് നീ എന്തേ കാണിക്കുന്നത്, നിനക്ക് ഞാൻ പിണക്കം മാറ്റാനായിട്ട് ഗിഫ്റ്റ് വന്നപ്പോ നീ അതും വെച്ച് ഗോഷ്ടി കാണിക്കാണോ, എന്റെ കയ്യിൽ ലക്കി നമ്പർ ഉണ്ടെന്ന് നീ പറഞ്ഞില്ലേ, അത് നിന്റെ കയ്യിൽ നിന്ന് ഞാനിപ്പോ കണ്ടെടുക്കാന്നും പറഞ്ഞ് അവൻ അവളുടെ ദേഹത്തെല്ലാം അവന്റെ ദേഹത്ത് മറ്റുള്ളവരെ കൊണ്ട് അവളെ ചെയ്യിപ്പിച്ച പോലെ ചെയ്യുന്ന ടീം നമ്പർ ഒന്നും കാണുന്നില്ലല്ലോ, സ്കിന്നിന്റെ കളർ ഇളകുന്ന പോലെ ഉണ്ടല്ലോ എന്നും പറഞ്ഞ് അവൻ സംസാരിക്കുമ്പോ ആകെ പാടെ പേടിക്കുന്നവള് അയ്യോ എന്നെ വിട്ടേന്നും പറഞ്ഞ് കുതറി മാറുന്നു. അവൻ വിടാതെ അല്ല നിനക്ക് ഗോഷ്ടി കാണിക്കാമെങ്കിൽ എനിക്കും ഗോഷ്ടി കാണിക്കാന്നും പറഞ്ഞ് അവിടെ തന്നെ നിൽക്കുമ്പോ മതി ഡോക്ടർ, ഞാനൊരു അബദ്ധം ചെയ്തതല്ലേ എന്നും പറഞ്ഞ് അവൾ ആകെ പാടെ ടെൻഷൻ ആവുന്നു. നിന്നെ ഞാൻ കള്ളി പൊളിച്ച് വിളിച്ചെത്ത് കൊണ്ടുവരും, നീയാണ് ദവെന്ന് ഞാൻ തെളിയിക്കാന്ന് പറഞ്ഞ് പരം പറയുമ്പോ എന്ത് ഡോക്ടർ ഇത് വീണ്ടും തുടങ്ങിയോ, ഞാൻ ദവൊന്നും അല്ലെന്ന് പറഞ്ഞില്ലെന്ന് പറഞ്ഞ് അവള് മാറാൻ നോക്കുമ്പോ അവൻ അവളെ ബലമായി പിടിച്ച് വീടിനകത്തേക്ക് കൊണ്ടുപോകുന്നു. അവിടെ പോമിന്റെ മുന്നിൽ അവളെ കൊണ്ടിരുത്തി കഴിയുമ്പോ പോം നീ എന്തിനാ ഇങ്ങനെ കൊച്ചു പിള്ളേരെ പോലെ ഓരോന്ന് കാണിക്കുന്നതെന്ന് പോം ചോദിക്കുമ്പോ ഇത് കണ്ടോ, ഈ 7 കളറിലെ സ്കാർഫ് എനിക്ക് ഈ ഡോക്ടർ വാങ്ങി തന്നതാ. നമ്മുടെ നാട്ടില് 7 കളറിലെ സ്കാർഫ്സ് ദൈവികപരമായ കാര്യങ്ങൾക്കൊക്കെ പ്രത്യേകിച്ച് ഇതുപോലെ ആൾദൈവങ്ങളൊക്കെ ഉപയോഗിക്കുന്നതാണെന്ന് അറിയാമല്ലോ, അപ്പൊ പിന്നെ എനിക്കത് കൊണ്ട് തരുമ്പോ ഞാൻ പിന്നെ എന്തുവാ കാണിക്കണ്ടേന്ന് അവള് ചോദിക്കുന്നുണ്ട്. അത് കേൾക്കുമ്പോ പോമൊന്നും പറയുന്നില്ല. പരമിന്റെ അമ്മയും ഇവൻ മേടിച്ചു കൊടുത്തതിന് ഇത് ഇവള് ചെയ്തില്ലെങ്കിലേ അത്ഭുതമുള്ളൂ എന്നും പറഞ്ഞ് ചിരിക്കാണ്. ഞാനാണെങ്കിൽ അവക്ക് ഏത് കളർ ഇഷ്ടപ്പെടും അറിയാത്തത് കൊണ്ട് കൈ കെട്ടി 7 കളർ വാങ്ങിച്ചോണ്ട് വന്ന, അതിന് ഇങ്ങനെ ഒരു അർത്ഥം ഉണ്ടായിരുന്നു എന്ന് പരമോ ആകെ അന്തം വിടുന്നു. അങ്ങനെ പിന്നീട് ദവോയും ലൂവും സംസാരിക്കുമ്പോ തന്റെ ഇവിടെ വന്ന ഉദ്ദേശമൊക്കെ ഏകദേശം കഴിയാറായി, അതുകൊണ്ട് പെട്ടെന്ന് ഞാൻ ഒരു ദിവസം പോകുമെന്ന് ദവോ പറയുമ്പോ അത് കേൾക്കുന്ന ലൂ ആകെ സങ്കടം വരുന്നു. കാരണം ലൂവിന് ഇവള് വളരെ വലിയൊരു കൂട്ടായിരുന്നു. ഇവിടെ പോയിട്ട് വീണ്ടും ഇവിടെ ഇങ്ങനെ ഒറ്റയ്ക്ക് ആവുന്നതിനെ പറ്റി ലൂവിന് ചിന്തിക്കാനേ വയ്യ. അവള് കെട്ടിപ്പിടിച്ച് കരയുന്നുണ്ട്. പക്ഷെ അപ്പോഴും അവൾക്ക് ഒരു ഡൗട്ട് വരുന്നുണ്ട്. ഏതാണ്ട് ഒരാഴ്ചക്ക് മുന്നെയാണ് അന്ന് ചൂതാട്ടം നടത്തി കാശ് കൊടുക്കാനുണ്ടെന്ന് പറഞ്ഞ് കുറച്ച് പേര് വന്ന് സീൻ ഉണ്ടാക്കിയിട്ട് പോയത്. അടുത്ത ആഴ്ച കാശ് വാങ്ങാനായി അവര് വരുമെന്ന് പറഞ്ഞിട്ടും ഇതുവരെ അവരെ കണ്ടില്ലല്ലോ. ഇനി ഒരുപക്ഷെ തന്റെ മുത്തശ്ശി ഈ കാശൊക്കെ കൊടുത്ത് എങ്ങാനും സെറ്റിൽ ചെയ്ത് കാണുമോ എന്നൊരു ഡൗട്ട് അവൾക്ക് വരുന്നു. ഇതേ സമയം ദവോയുടെ അച്ഛനും മുത്തശ്ശിയും വൈഫും ഒക്കെ കൂടി കഴിഞ്ഞ ദിവസം നടന്ന കാര്യങ്ങൾക്ക് കുടഞ്ഞോണ്ടിരിക്കുമ്പോഴാണ് അച്ഛൻ പരമിന്റെ കാര്യം ന്യൂസ് വന്നത് അവരെ കാണിക്കുന്നത്. അതായത് പരം റിക്ക് വിവാഹം ചെയ്യാൻ പോവുകയാണെന്ന് റിക്ക് ഒരു പ്രസ് മീറ്റ് നടത്തിയിരിക്കുന്നു. ഡേറ്റ് സഹിതം അവള് ഉടനെ തന്നെ അനൗൺസ് ചെയ്യുന്നൊക്കെ അതിൽ പറഞ്ഞിരിക്കുന്നത് കണ്ട് ഇതുപോലെ ഒരുത്തനെ നമ്മുടെ ദവോയ്ക്ക് കെട്ടിച്ചു കൊടുക്കണോന്ന് ഒന്ന് ആലോചിച്ച് നോക്ക്. എന്റെ പിറകെ എനിക്ക് പണി തന്ന് നടക്കുന്ന നേരത്തിന് അവനെ അടിച്ചിറക്കിയിട്ട് നമ്മുടെ ദവോയ്ക്ക് നല്ലൊരു പയ്യനെ കണ്ടെത്തുകയല്ലേ വേണ്ടേന്ന് ദവോയുടെ അച്ഛൻ ചോദിക്കുമ്പോൾ ഇത് കാണുന്ന മുത്തശ്ശിക്ക് ദേഷ്യം വരുന്നു. ഇതിപ്പോ പല തവണയായി റിക്കയുടെ കാര്യം ലിമിറ്റ് വിട്ടു പോകുന്നു. ഇതോടെ രണ്ടിലൊന്ന് തീരുമാനിച്ച് ഒന്നെങ്കിൽ ദവോ പറയുന്നത് പോലെ ഇത് ഉപേക്ഷിക്കാം, അല്ലെങ്കിൽ ഇതോടെ ഇതിനൊരു തീരുമാനം ഉണ്ടാക്കണമെന്ന് മുത്തശ്ശിയും കലിതുള്ളുന്നു. ദവോയുടെ ചേട്ടൻ ഉടനെ തന്നെ പരമിനെ ഫോൺ ചെയ്യുന്നുണ്ടെങ്കിലും പരം ഫോൺ എടുക്കുന്നില്ല. അപ്പോഴേക്കും ഈ ഒരു വാർത്ത പരമിന്റെ അമ്മയും കാണുന്നു. അമ്മയും കലിയിളകാണ്. ലൂവിനെ വിട്ട് പരമിനെ നോക്കുമ്പോ പരം അവന്റെ മുറിയിലില്ല. പക്ഷെ അവിടെ വെച്ച് പരമിന്റെ ഫോൺ ഇങ്ങനെ റിംഗ് അടിക്കുന്ന ശബ്ദം കേട്ട് ആ ഫോൺ ലൂ കാണുന്നുണ്ട്. പരം ഫോൺ എടുക്കാതെ എവിടെ പോയെന്ന് മനസ്സിലാവാതെ ലൂ വന്ന് അത് അമ്മയോട് പറയുമ്പോ അവൻ എന്റെ കൈ കിട്ടട്ടെ എന്ന് പറഞ്ഞ് ടെൻഷൻ ആവുന്ന അമ്മ ഒന്ന് കിടക്കാനായി പോകുന്നു. അപ്പോഴേക്കും പരം ആകട്ടെ ദവോ അറിയാതെ അവള് സ്റ്റേ ചെയ്യുന്ന റൂമിലേക്കായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. അവിടെ എന്തെങ്കിലും തെളിവ് കിട്ടി ഇന്നത്തോടെ അവളുടെ കള്ളക്കളി പൊളിക്കാനായിട്ട് അവിടെ അവൻ തപ്പിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെ ദവോ അത് കാണുന്നു. അയ്യോ ഡോക്ടർ ഇവിടെ ഉണ്ടേ ഓടിവായോ എന്നും പറഞ്ഞ് അവള് ഒച്ച വെക്കുമ്പോ പരം വേഗം തന്നെ അവളെ കയറി പിടിക്കുന്നു. അവളുടെ വാ പൊത്തിയിട്ട് അടങ്ങിയിരിക്കാനായി അവൻ പറയുമ്പോ കേൾക്കാത്ത അവളെ പേടിപ്പിച്ച് അടക്കാനായി അവൻ കിസ് ചെയ്യുന്ന പോലെ അടുത്തേക്ക് പോകുന്നുണ്ട്. ആ ഒരു
സമയത്ത് ഇവനറിയാലോ ഇത് ദവോ ആണെന്ന്. ആ ഒരു സ്വാതന്ത്ര്യത്തിലാണ് അവനത് ഇങ്ങനെ പേടിപ്പിക്കാനായി ജസ്റ്റ് ആക്ഷൻ കാണിക്കുന്നതേ ഉള്ളൂ. എന്തായാലും അവൾ രക്ഷപ്പെടാനായി നോക്കുമ്പോ അവൻ അവളെ കട്ടിലയിലേക്ക് പിടിച്ചിട്ട് പേടിപ്പിക്കുകയാണ്. ആ ഒരു സമയത്ത് അവൾ രക്ഷപ്പെടാനായി കുതിർന്നുകൊണ്ട് അവൻ വിടുന്നുമില്ല. അപ്പോഴാണ് അത് കണ്ടുകൊണ്ട് അങ്ങോട്ടേക്ക് ഇവിടുത്തെ ഒച്ചയും ബഹളവും കേട്ട് പരമിന്റെ അമ്മയും ലൂവും വരുന്നത്. അവര് നോക്കുമ്പോ അവിടുത്തെ വീട്ടുജോലിക്കാരിയായ ഫായിയെ പരം ഉപദ്രവിക്കാൻ ശ്രമിക്കുന്നതായിട്ടാണ് അവർക്ക് തോന്നുന്നത്. അവരെ കാഴ്ച കണ്ട് ആകെ ഞെട്ടി നിൽക്കുന്നു. അയ്യോ ഇത് എന്തുവാന്നുള്ള ഭാവത്തില് ലു വാ പൊത്തുമ്പോ അമ്മ നിനക്കെന്താടാ ഇവരുടെ മുറിയിലെ കാര്യമെന്നായിരുന്നു അവനോട് ചോദിക്കുന്നത്. ആ ഒരു സമയത്ത് പരമിനെ തട്ടിക്കളഞ്ഞ് ഫായ് വേഗം തന്നെ പരമിന്റെ അമ്മയുടെ അടുത്തേക്ക് വന്നു നിന്നിട്ട് ഈ സാറ് ഞങ്ങളെ ഉപദ്രവിക്കാൻ വന്നതാണെന്ന് പറയുന്നു. ഞങ്ങളെന്ന് പറയുമ്പോ അവളെയും ലൂവിനെയുമാണ് ഉദ്ദേശിച്ചത്, കാരണം ഇത് അവരുടെ റൂമല്ലേ. അത് കേൾക്കുന്ന ലു ഡോക്ടർക്ക് അങ്ങനത്തെ ദുരുദ്ദേശം ഉണ്ടോ എന്ന് ചോദിക്കുമ്പോ എന്റെ പൊന്നടാ ഇവക്ക് വട്ട, നീ അത് കേട്ട് പറയാനായിട്ട് നിൽക്കുകയാണോ എന്ന് ചോദിക്കുന്ന പരം അവന്റെ അമ്മയോട് അമ്മ ഞാൻ ഇവിടെ വന്നത് ഇവളെ പറ്റിയുള്ള സത്യം പുറത്തു കൊണ്ടുവരാനാ, ഇവള് ഫായെ അല്ല എന്ന് പരം പറയുമ്പോ അമ്മ ആകെ ഞെട്ടല് ഫായ് അടിമുടി നോക്കുന്നു. ഇവൻ എന്തീ പറയുന്നതെന്ന് മനസ്സിലാവുന്നില്ലല്ലോ. ആ ടൈം ഫായ് ചുമ്മാത് മേഡം ഈ സാറ് ചെയ്ത് തെറ്റ് മറിക്കാനായിട്ട് മറ്റുള്ളവരുടെ തലയെ ചുമ്മാ ഓരോ കാര്യങ്ങൾ കെട്ടിവെക്കുക, ഞാൻ ഫായ് തന്നെയാണെന്ന് പറയുമ്പോ ഇപ്പൊ കാണിച്ചു തരാമെന്ന് പറഞ്ഞ പരം അവളുടെ അടുത്തേക്ക് ചെന്ന് അവളുടെ തലയിലെ വിഗ് മാറ്റാനായി നോക്കുന്നുണ്ട്. അവൻ തലയിൽ തൊടുമ്പോഴേക്കും അവൾ അവനെ തള്ളിക്കളഞ്ഞ് ഒരു ഓട്ടം വെളിയിലോട്ട് ഓടുമ്പോ അവനും പിറകെ ഓടുന്നുണ്ട്. പിറകെ പരമിന്റെ അമ്മയും പോന്നു. ഇതേ സമയം ലൂവിന് ആകെ പേടിയാവുന്നു. പരം പറഞ്ഞതൊക്കെ സത്യമാണെന്ന് ലൂവിന് അറിയാലോ. എങ്ങാനും പരം ഇത് പ്രൂവ് ചെയ്താ ഇവൾ ആൾമാറാട്ടം നടത്തിയതിന് തന്റെ ഹെൽപ്പ് ഉണ്ടായിരുന്നല്ലോ, അതിന്റെ പേരിൽ തന്റെ ഇവിടുത്തെ ജോലി എങ്ങാനും പോകുമോ എന്നുള്ള പേടിയായിരുന്നു ലൂവിന്. എന്തായാലും പുറത്തേക്ക് ഓടുന്ന ഫായുടെ പുറകെ പോകുന്ന പരം അവന്റെ അമ്മയോട് ഫായുടെ മുടിയും മറുകും ഒക്കെ വിഗ്ഗ എന്നൊക്കെ പറയുമ്പോ അവൾ അപ്പോഴും പരം ചെയ്യുന്ന ഓരോ കാര്യങ്ങൾ മറച്ചു വെക്കാനായിട്ട് പരം തന്നെ കുറ്റപ്പെടുത്തുകയാണെന്ന് പറയുന്നു. നിങ്ങൾ രണ്ടുപേരും പറയുന്നത് എനിക്കിപ്പോ വിശ്വസിക്കാൻ പറ്റത്തില്ല, എന്തായാലും രണ്ടുപേരും തെളിവുകൾ കൊണ്ടുപോവാ എന്ന് പറയുമ്പോ ഞാൻ ആദ്യം ഡോക്ടറിനെ പൊളിച്ചെടുക്കാന്നും പറഞ്ഞ് അവൾ പരം ഒരു ഗേ ആണ് എന്ന് പറയാണ്. ആക്ച്വലി അവൾ ഇങ്ങനെ പറയുന്നത് കേട്ട് പരം അടക്കം എല്ലാരും ഞെട്ടുന്നു. കാരണം പരം അങ്ങനെ അല്ല എന്നത് അവനറിയാം. അവന്റെ അമ്മയും അത് കേട്ട് ഞെട്ടിപ്പോന്നു. കാരണം പുള്ളിക്കാരിക്കും അതൊരു പുതിയ അറിവായിരുന്നു. ലൂ ആണെങ്കിൽ പരമിനെ അടിമുടി നോക്കുമ്പോ ബാക്കി തെളിവുകള് ഡോക്ടറിന്റെ റൂമിലുണ്ടെന്ന് പറഞ്ഞ് അവൾ അവിടെ അവരെല്ലാം കൂട്ടി കൊണ്ടുപോകുന്നു. എന്നിട്ട് ഡോക്ടറിന്റെ റൂം ക്ലീൻ ചെയ്യുമ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം കണ്ടുപിടിച്ചതാ, അതിതേ ഈ ആൽബം ആണെന്നും പറഞ്ഞ് അവൾ ഒരു ആൽബം അവരെ കാണിക്കുന്നു. അതിലാകട്ടെ പരം കുറച്ച് ഓവർ മേക്കപ്പ് ഒക്കെ ഇട്ട്, അതായത് പൊതുവെ പരം ഉള്ള ആ ഒരു രീതിയിലെ അല്ലാതെ വേറൊരു രീതിയിൽ പരം ഭയങ്കര ഹോട്ടായ പോസ് ഒക്കെ കൊടുത്ത് നിൽക്കുന്ന കുറച്ച് ഫോട്ടോസ് അതിലുണ്ട്. അത് കാണിച്ച് ഇത് കണ്ടോ, ഇത് ഞാൻ പുറത്ത് പറയാതിരിക്കാനായിട്ട് ഡോക്ടർ ചുമ്മാ എന്നെ കുറ്റപ്പെടുത്തുകയാണെന്ന് പറയുമ്പോൾ ജസ്റ്റ് ഒരു ആരോപണം അല്ലല്ലോ, പരമിനെ പറ്റി പരമിന്റെ അമ്മയൊക്കെ ഞെട്ടിപ്പോകുന്ന ഒരു ആരോപണമായിരുന്നു അവള് പറയുന്നത്. അതും ഫോട്ടോസ് ഒക്കെ കാണിച്ചിട്ട് അവൻ ഈ ഫോട്ടോസ് ഒക്കെ എഡിറ്റഡ് അമ്മ ഇതൊന്നും എന്റെ ഫോട്ടോസ് അല്ല എന്ന് പറയുന്നുണ്ടെങ്കിലും അമ്മ അത് കേൾക്കുന്നില്ല. ഒരുപക്ഷെ പരം ഇങ്ങനെ വിവാഹാലോചനയിൽ നിന്നെല്ലാം പിന്മാറിക്കൊണ്ടിരിക്കുന്നത് അവൻ ഇങ്ങനെ സ്ത്രീകളോട് താല്പര്യമില്ലാത്ത ഒരാളായതുകൊണ്ടാണോ എന്നൊരു തോന്നല് ഇത് കാണുമ്പോൾ അമ്മയ്ക്ക് വരുന്നു. അമ്മ ആകെ വല്ലാത്തൊരു സങ്കടത്തിലും ദേഷ്യത്തിലും അവിടെ നിന്ന് പോകുമ്പോ എന്തായാലും പരം തന്നെ കൊടുക്കാൻ നോക്കിയത് മാറ്റിവിട്ടതിന്റെ സന്തോഷത്തിലായിരുന്നു. പക്ഷെ അവൾ ഈ കാണിച്ച പണി പരമിനെ ആകെ ഇറിറ്റേറ്റ് ചെയ്തു. കാരണം അവള് ജയിച്ചു നിൽക്കാൻ വേണ്ടി തന്നെ പറ്റി എത്ര എക്സ്ട്രീം ലെവലിലെ കാര്യങ്ങളാണ് പറഞ്ഞത് അവന് തീരെ സഹിക്കാൻ വയ്യ. ഒരു ഗേ ആവുക എന്നത് തെറ്റാണെന്നല്ല, മറിച്ച് അങ്ങനെ അല്ലാത്ത ഒരാളെ പറ്റി അങ്ങനെ പറയുമ്പോ ആൾക്കത് ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് അവൻ ആകെ കലിപ്പ് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നീട് നമ്മൾ ദവോയുടെ ചേട്ടൻ പോമിനെ കാണുന്നത്. ആ ഒരു സമയത്ത് പരമിന്റെ കാര്യം പറഞ്ഞ ഇവര് തമ്മിൽ വീണ്ടും വഴക്കാവുന്നു. പരം ഇപ്പോ റിക്കയുടെ പുറകെ നടപ്പാണ്. അവര് വിവാഹം ചെയ്യാൻ പോവാണെങ്കിൽ എന്തിനാണ് ദവോ ഇതിലേക്ക് പിടിച്ചിടുന്നതെന്ന് ചേട്ടൻ ചോദിക്കുമ്പോ പരമിന് റിക്കയോട് എന്തെങ്കിലും താല്പര്യം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പേഴ്സണലി എനിക്ക് അങ്ങനെ ഫീൽ ചെയ്യുന്നില്ല. റിക്ക ഒപ്പിക്കുന്ന ഓരോ കുതന്ത്രത്തിന് അവൻ എന്ത് ചെയ്യാനാ? പരമിന് ദവോയുടെ താല്പര്യം ഇല്ലെങ്കിൽ അവൻ ദവോയെ കാണാനായി ഒരു വട്ടം ആന്റിയെ കൂട്ടിയും രണ്ടാമത് ഒറ്റയ്ക്കായാലും നിങ്ങളുടെ വീട്ടിലേക്ക് വരില്ലല്ലോ. പക്ഷെ നിന്റെ അഹങ്കാരിയായ അനീതിയായിട്ട് ഒരു വട്ടെങ്കിലും അവനെ കണ്ടിട്ടുണ്ടോ? ഒരു വട്ടെങ്കിലും മെനക്കെട്ട് വീട്ടിലേക്ക് വന്ന ആന്റിയെ കണ്ടിട്ടുണ്ടോ? ഒന്നും ചെയ്തിട്ടില്ലല്ലോ. അവരോട് വന്നപ്പോഴും മുങ്ങി. അതുകൊണ്ട് പരമിനെ ഒന്നും കുറ്റം പറയണ്ട, ദവോ തന്നെയാ ഇതിലെ തെറ്റുകാരി എന്ന് അവള് പറയുമ്പോ ചേട്ടൻ അത് വലിയ കാര്യമായിട്ട് എടുക്കാതെ തന്നെ പോമിനോട് സംസാരിക്കാൻ നോക്കുന്നുണ്ടെങ്കിലും പോമ് പക്ഷെ മുന്നേ തന്നെ പരമിന്റെയും ദവോയുടെയും കാര്യം പറഞ്ഞ് ദവോയുടെ ചേട്ടനോട് വഴക്കുണ്ടാക്കിയതുപോലെ ഇത്തവണയും വഴക്കിട്ട് പോകുന്നു. ചേട്ടൻ പിണക്കം മാറ്റാൻ നോക്കുന്നുണ്ടെങ്കിലും ഒരു അടിയും കൊടുത്ത് പോം അങ്ങ് പോവാണ്. ഇതേ സമയം കിച്ചണിൽ കുക്ക് ചെയ്യുന്നതിന്റെ ഇടയിൽ ലൂ ഫായിയോട് നീ ആളെന്തായാലും കൊള്ളാം, നിനക്ക് പണി തരാൻ വന്ന ഡോക്ടറിനെ തന്നെ നീ ഇമാതിരി പണി കൊടുത്ത് അടിച്ചിരുത്തിയല്ലോ എന്ന് പറയുമ്പോ പിന്നെ ഞാൻ ആരാണെന്ന് നീ വിചാരിച്ചെന്ന് അവൾ ചോദിക്കുന്നു. എന്നാലും ആ ഫോട്ടോ ആൽബം ഒക്കെ എങ്ങനെ സെറ്റ് ചെയ്തു എന്ന ലൂവിന്റെ ചോദ്യത്തിന് ഫോട്ടോഷോപ്പ് ആണോ ഇപ്പൊ പാടുള്ള കാര്യം? എന്തോരം ഫോട്ടോസ് ഏത് മോഡലിൽ വേണമെങ്കിലും ഫോട്ടോഷോപ്പ് ചെയ്തെടുക്കാൻ പറ്റും, അങ്ങനെ ചെയ്തതാണെന്ന് അവള് പറയുമ്പോ എന്തായാലും വല്ലാത്തൊരു
പണിയായി പോയെന്ന് ലൂ പറയുന്നുണ്ട്. ഇതേ സമയം എന്നാലും എന്റെ മോൻ ഇങ്ങനെ ഒരാളായി പോയല്ലോ എന്ന് പറഞ്ഞ് അമ്മ ആകെ സങ്കടത്തിലാണ്. അത് കാണുന്ന പരം എന്റെ പൊന്നമ്മ അവക്ക് വട്ട, അതെല്ലാം അവള് സെറ്റ് ചെയ്ത് വെച്ചതാ, അതിലൊന്നും ഒരു സത്യമില്ല. അമ്മ ചുമ്മാ അവള് പറയുന്ന വിശ്വസിക്കില്ലേ, അവള് പഠിച്ച കള്ളി കാണുന്നല്ല ഇങ്ങനെ പറയുന്ന ടീം. പിന്നെ അവള് പാവം ഒരു അടുക്കള ജോലിക്കാരി, അവക്ക് എന്തറിയാം, നീ ചുമ്മാ നിന്റെ കള്ളം അവള് കണ്ടുപിടിച്ചേന് അവളെ പ്രശ്നത്തിലാക്കാൻ നോക്കിയിട്ട് ഒരു കാര്യമില്ലെന്ന് അമ്മ അവനോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് അതുവഴി പോമ് വരുന്നത്. പോമിന്റെ മുഖം ഘനത്തിലിരിക്കുന്നത് കണ്ട് ഇതെന്ത് പറ്റി ഇവൾക്കെന്ന് പരം പെറുകുമ്പോ നീ വിഷയം മാറ്റാനായിട്ട് വേറെ ആരുടെയും കാര്യം ഇതിലേക്ക് പിടിച്ചിടണ്ട. അങ്ങനെ പിന്നീട് അടുത്ത ദിവസം പോം ജോലിക്ക് പോയി കഴിഞ്ഞ് പരമാകട്ടെ ഇന്ന് അവന് ഹോസ്പിറ്റലിൽ ലീവ് ആയതുകൊണ്ടും ഒക്കെ ഒന്ന് പുറത്തേക്കൊന്ന് തനിയെ കറങ്ങാൻ പോകാനായിട്ട് പ്ലാൻ ചെയ്യുമ്പോൾ അത് മനസ്സിലാക്കുന്ന അമ്മ ഞാനും വരുന്നെന്ന് പറയുന്നു. വേണ്ടമ്മ, ഇവിടെ ഇവരൊക്കെ ഉള്ളതല്ലേ, അമ്മ ഇവിടെ ഇരുന്നോ എന്നവൻ പറയുമ്പോൾ ഇല്ലില്ല ഞാനും വരുന്നു, കൂടെ ഇവരെ വിളിച്ചോണ്ട് വരുന്നു എന്ന് പറയുമ്പോൾ ലൂ വളരെ എക്സൈറ്റഡ് ആവുന്നു പുറത്ത് കറങ്ങാൻ പോവാണെന്ന് കേൾക്കുമ്പോൾ. പക്ഷെ ഫൈ ഞാനില്ലാന്ന് പറഞ്ഞു ഒഴിഞ്ഞു മാറാൻ നോക്കുന്നുണ്ടെങ്കിലും പരമിന്റെ അമ്മ നിർബന്ധിച്ച് എല്ലാവരും കൂടി അങ്ങനെ പുറത്തോട്ട് പോവാണ്. അതൊരു ബീച്ച് സൈഡിലേക്കാണ് അവർ പോകുന്നത്. അവിടെ ഒരു റൂമൊക്കെ എടുത്തു കഴിഞ്ഞാൽ പരം ലഗേജ് എല്ലാം എടുത്തു വെക്കാനായി ഫൈയോട് പറയുന്നു. ഫൈ അതിനുശേഷം അവിടെ നിൽക്കുമ്പോൾ ലൂ ദേ ഇതുപോലെ മനോഹരമായ ഒരു സ്ഥലത്ത് വെച്ച് എന്റെയും എന്റെ ബോയ് ഫ്രണ്ടിന്റെയും കല്യാണം നടക്കണം, അതാ എന്റെ ഇപ്പോഴത്തെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറയുന്ന കൂട്ടത്തില് ഫായോട് നിനക്ക് ബോയ് ഫ്രണ്ട് വല്ലതും ഉണ്ടോ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ അതുവഴി പോകുന്ന പരം അത് കേൾക്കുന്നുണ്ട്. അവൻ അതിന് അവൾ എന്ത് മറുപടി പറയും, അവൾക്ക് ആരോടാണ് താല്പര്യം എന്നതൊക്കെ അറിയാനായിട്ട് ഭയങ്കരമായ ആകാംക്ഷയുണ്ട്. അതുകൊണ്ട് തന്നെ അവൻ ശ്രദ്ധിച്ച് നിൽക്കുമ്പോൾ അവൾക്ക് ഇതുവരെ ആരോടും പ്രത്യേകിച്ച് ഒരു ഇഷ്ടവും തോന്നിയിട്ടില്ല എന്ന് പറയുമ്പോൾ അത് അവന് വല്ലാത്തൊരു സങ്കടാവുന്നു. കാരണം അവൾ തന്റെ പേര് പറയും എന്നത് അവൻ പ്രതീക്ഷിച്ചിരുന്നു, പക്ഷെ അത് അവള് പറഞ്ഞില്ല. എന്തായാലും അങ്ങനെ പിന്നീട് ലൂ ബീച്ചിൽ വളരെ എക്സൈറ്റഡ് ആയി നിൽക്കാണ്. അവള് ബീച്ചിൽ അങ്ങനെ വന്നിട്ടൊന്നുമില്ല, അതുകൊണ്ട് വളരെ എക്സൈറ്റഡ് ആയി നിൽക്കുമ്പോൾ പരമിന്റെ അമ്മയും കൂടെ ഓരോന്ന് കുശലം പറഞ്ഞു നിൽപ്പുണ്ട്. ആ ഒരു ടീം ഫൈ തനിയെ മാറി നടക്കുമ്പോ പുറകെ പരം പോവാണ്. ബീച്ച് കണ്ടിട്ട് നിനക്കൊരു എക്സൈറ്റ്മെന്റ് ഇല്ലാത്തത്, വെള്ളത്തിലേക്ക് ഒന്ന് ചാടണ്ടേ എന്നൊക്കെ ചോദിക്കുമ്പോ വേണ്ട വേണ്ട സ്കിൻ ഡ്രൈ ആവും, എനിക്ക് താല്പര്യമില്ല എന്നവള് പറയുമ്പോ അല്ലാതെ സ്കിന്നിന്റെ കളർ മാറുമെന്ന് വിചാരിച്ചിട്ടല്ല അല്ലേന്ന് അവൻ ചോദിക്കുമ്പോ ഡോക്ടർ എന്തേ പറയുന്നതെന്ന് അവള് ചോദിക്കുന്നു. നിന്റെ യഥാർത്ഥ നിറം ഇന്ന് ഞാൻ പുറത്തു കൊണ്ടുവരുമെന്ന് പറഞ്ഞ് അവൻ അവളെ വെള്ളത്തിലേക്ക് ഇറക്കാനായി നോക്കാണ്. അങ്ങനെ ഇവർക്കിടയിൽ അതിന്റെ പേരിൽ പിടിവലിയും ചെറിയ രീതിയിൽ ഉന്തും തള്ളലും ഒക്കെ നടക്കുമ്പോ അത് ദൂരേന്ന് കാണുന്നവർക്ക് ഇവര് കൊച്ചുപിള്ളേരെ പോലെ കളിക്കുകയാണ് എന്നാണ് തോന്നുന്നത്. ആ ടീം പരമിന്റെ അമ്മയ്ക്ക് വല്ലാത്ത സങ്കടം വരുന്നു. ഈ പരമിന്റെ അമ്മ പറയുന്ന അതേ ഡയലോഗിന്റെ മലയാളമാണ് കേട്ടോ ഞാൻ ഈ പറയുന്നത്, അല്ലാതെ എനിക്ക് പേഴ്സണലി ഈ പറയുന്ന കാര്യത്തിൽ യാതൊരു ഉത്തരവാദിത്വം ഇല്ല. കാരണം ഇൻ കേസ് ഈ പറയുന്നത് ആർക്കെങ്കിലും ഫീൽ ആയാൽ അത് ഒരിക്കലും ഞാൻ എന്റെ കയ്യിൽ നിന്നിട്ട് പറയുന്ന ഒരു ഡയലോഗേ അല്ല, മറിച്ച് പരമിന്റെ അമ്മ പറയുന്ന കാര്യമാണ്. അതായത് പരം ഒരു ഗേ ആണ്, അതായത് അവനൊരു ആണായിട്ടും ഒരു സ്വർഗാനുരാഗിയാണ് എന്നല്ലേ ഫായ് പറഞ്ഞു കൊടുത്തത്. അതുകൊണ്ട് തന്നെ അത് വിശ്വസിച്ച അമ്മ തന്റെ മകൻ അവന് പെണ്ണുങ്ങളുടെ സ്വഭാവം ഉള്ളതുകൊണ്ടായിരിക്കാം വേറൊരു പെണ്ണിന്റെ കൂടെ ഇങ്ങനെ ചിരിച്ചു കളിച്ച് പെണ്ണുങ്ങളെ പോലെ നടക്കുന്നതെന്ന്. ഇത് ഫുള്ള് പരമിന്റെ അമ്മ പറഞ്ഞത് തന്നെയാണ്, ഞാൻ പറഞ്ഞതല്ല. അങ്ങനെ അത് അമ്മയ്ക്ക് വല്ലാത്ത സങ്കടം ഉണ്ടാവുന്നു. അതായത് തന്റെ മകൻ ഒരു ആണത്തം കാണിക്കുന്നില്ല, ഇത് കണ്ടില്ലേ കുഞ്ഞു കളിച്ച് അവൻ നടക്കുന്ന കണ്ടില്ലേ എന്ന് പറഞ്ഞ അമ്മ അത് ഇഷ്ടപ്പെടാതെ അകത്തേക്ക് കയറി പോകുന്നു. ഈ ഒരു സമയത്ത് പരമും ഫായും ഇതൊന്നും മൈൻഡ് ചെയ്യുന്നില്ല. ഫായ് എങ്ങനെയും പരമിന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ നോക്കുമ്പോൾ പരം എങ്ങനെയും ഫായിയെ വെള്ളത്തിലേക്ക് തള്ളിയിടാനായിട്ടാണ് നോക്കുന്നത്. പതി അവളുടെ ദേഹത്ത് വെള്ളമൊക്കെ തട്ടുമ്പോൾ കളറൊക്കെ ഇളകുന്നുണ്ട്. പരം ആ കാര്യം പറയുമ്പോൾ ഇവള് പരമിന്റെ കയ്യിൽ പെടരുത്, വെള്ളത്തിൽ മുങ്ങിച്ചെത്താലും സാരമില്ല എന്നുള്ള ആ ഒരു ആറ്റിറ്റ്യൂഡില് വെള്ളത്തിലേക്ക് ഇറങ്ങുന്നു. പക്ഷെ കുറച്ചു കഴിയുമ്പോൾ അവള് പറയുന്നുണ്ട് ഡോക്ടറെ എനിക്ക് നീന്തലൊന്നും അറിയില്ല. എന്നിട്ട് ഡോക്ടർ എന്ത് പണി കാണിക്കുന്നത്, ഒന്ന് മാറിക്ക് എനിക്ക് പോകണമെന്നില്ല. പരം പക്ഷെ മാറാതെ അവിടെ തന്നെ നിൽക്കുമ്പോൾ അപ്പോഴാണ് അവരൊരു കാഴ്ച കാണുന്നത്. കുറച്ച് മാറി വെള്ളത്തില് നീന്താൻ അറിയാതെ പെടഞ്ഞോണ്ടിരിക്കുകയാണ് ലൂ. പരമിന്റെ അമ്മ അകത്തേക്ക് പോയ ഗ്യാപ്പിന് അവള് വെള്ളത്തിലേക്ക് അങ്ങ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അവൾക്കും അങ്ങനെ നീന്താൻ പക്ഷെ അറിയില്ല. ഈ ഒരു സമയത്ത് ലൂവിനെ ഒന്ന് പോയി രക്ഷിക്കുക ഡോക്ടറെ എന്ന് ഫായ് പറയുമ്പോ വേണ്ട വേണ്ട രണ്ടും കൂടി ചേർന്ന് എന്നെ ഒരുപാട് പൊട്ടനാക്കിയിട്ടുണ്ട്, ഇനി അത് നടക്കില്ലെന്ന് പറഞ്ഞ് അവൻ ഇത് തന്നെ ഫായുടെ അടുത്ത് നിന്ന് ഡിസ്ട്രാക്ട് ചെയ്യാനായി ലൂ നടത്തുന്ന ഒരു ആക്ടിങ് ആയിരിക്കാം എന്ന് കരുതി അതിനെ അങ്ങ് മൈൻഡ് ആക്കുന്നില്ല. ഡോക്ടർക്ക് കുറച്ചെങ്കിലും വിവേകം കാണിച്ചൂടെ എന്ന് പറഞ്ഞ് ദേഷ്യപ്പെടുന്ന അവൾക്ക് അങ്ങനെ സാരമായി നീന്തൽ അറിയില്ലെങ്കിലും എങ്ങനെയും ലൂവിനെ രക്ഷിക്കാനായി അങ്ങോട്ടേക്ക് പോകുന്നു. ഈ ടൈമും ഈ നടക്കുന്ന കാര്യങ്ങൾ വിശ്വസിക്കാത്ത പരം എന്തായാലും നീ കരയിലേക്ക് വരുമല്ലോ അപ്പൊ നിന്നെ ഞാൻ കാണിച്ചു തരാന്നും പറഞ്ഞ് അവൻ അങ്ങ് മാറി നിൽക്കാണ്. ഫായും ലൂവും കൂടി ഇപ്പൊ ഒന്നിച്ച് പെട്ട അവസ്ഥയെ, രണ്ടിന് നീന്തൽ അറിയില്ല. അവര് കിടന്ന് പിടയ്ക്കുന്നത് കാണുമ്പോഴാണ് പരമൻ ഇപ്പൊ കാര്യത്തിന്റെ സീരിയസ്നെസ് മനസ്സിലാകുന്നത്. അവൻ വേഗം തന്നെ നീന്തി ചെല്ലുന്നുണ്ട്. അവൻ ഫായെ രക്ഷിക്കുമ്പോൾ അവിടുത്തെ ഒരു ലൈഫ് ഗാർഡ് ഇത് കണ്ടെത്തി ലൂവിനെ സേവ് ചെയ്യുന്നു. അങ്ങനെ രണ്ടുപേരും തിരിച്ച് കരയിലേക്ക് വന്നു കഴിയുമ്പോൾ ലൂവിന് പ്രത്യേകിച്ച് വലിയ കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഫായ് കണ്ണു തുറക്കുന്നില്ല. പരം CPR കൊടുക്കുന്നു. കൃത്രിമ ശ്വാസമൊക്കെ 2 തവണ കൊടുത്തു കഴിഞ്ഞിട്ടാണ് അവൾക്കൊന്ന് വയറ്റിലെ വെള്ളമൊക്കെ മാറി കണ്ണു തുറക്കാൻ സാധിക്കുന്നത്. ഈ ഒരു സമയത്ത് അത്രയും നേരം ഫായ്ക്ക് വല്ലതും പറ്റിയൊന്ന് പേടിച്ച് ആകെപ്പാടെ ഷോക്കായിരിക്കുന്ന പരം അപ്പോഴാണ് ഒന്ന് ആശ്വസിക്കുന്നത്. അങ്ങനെ പിന്നീട് ഫായെ റൂമിലേക്കൊക്കെ പറഞ്ഞു വിട്ടു കഴിഞ്ഞാൽ ഫായുടെ റൂമിന്റെ വെളിയിലായി വെയിറ്റ് ചെയ്തിരിക്കുകയാണ് പരം. ലൂ പതിയെ പുറത്തേക്ക് വരുമ്പോ എങ്ങനെയുണ്ടെന്ന് ചോദിക്കുന്ന പരമനോട് ഇപ്പൊ കുഴപ്പമൊന്നുമില്ല, പക്ഷെ എന്നാലും ഞാൻ കാരണമല്ലേ ഫായും കൂടി കഷ്ടപ്പെട്ടത് എന്ന് പറഞ്ഞ് അവളെ സങ്കടപ്പെടുമ്പോ അങ്ങനൊന്നുമില്ല, അങ്ങനെ നീ സങ്കടപ്പെടാൻ മാത്രം ഒരു അനർത്ഥം ഇവിടെ സംഭവിച്ചില്ലല്ലോ, അതുകൊണ്ട് അത് ചിന്തിക്കണ്ട എന്ന് അവളെ ആശ്വസിപ്പിക്കുന്ന പരം
എന്തായാലും നീ അമ്മയുടെ അടുത്തേക്ക് പോ. അമ്മ ഫായ്ക്ക് പറ്റിയതൊന്നും അറിഞ്ഞിട്ടില്ല, അമ്മ റൂമിൽ തന്നെയാ, തിരിച്ചു പോയതല്ലേ, ഇതുവരെ ഇറങ്ങിയിട്ടില്ല, അതുകൊണ്ട് നീ അങ്ങോട്ടേക്ക് പോകാൻ പറയുമ്പോ അപ്പോ ഫായുടെ റൂമിൽ ഞാൻ വേണ്ടേന്ന് ലൂ ചോദിക്കുന്നു. വേണ്ട, ഞാൻ ഫായെ നോക്കിക്കോളാം എന്ന് അവൻ പറയുമ്പോ ലൂ ആകെ ഞെട്ടുന്നുണ്ട്. കാരണം 3 റൂമാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. ഒന്ന് പരമിന്റെ അമ്മയ്ക്ക്, ഒന്ന് പരമിന്, ഒന്ന് ലൂവിനും ഫായ്ക്കും. പരം ഇപ്പോ അമ്മയ്ക്ക് എന്തെങ്കിലും നൈറ്റ് ആവശ്യം വന്നാലോ, അതുകൊണ്ട് നീ അവിടെ നിൽക്കാന്ന് പറഞ്ഞു അമ്മയുടെ റൂമിൽ പോയി നിൽക്കാനായി അവളെ നിർബന്ധിക്കുമ്പോ പരം ഇപ്പോ ഫായെ കണ്ട പ്രശ്നമാവല്ലോ എന്ന് ഓർത്ത് ലൂ തടുക്കാൻ നോക്കുന്നുണ്ടെങ്കിലും പരം അവളെ നിർബന്ധപൂർവ്വം പറഞ്ഞു വിടുന്നു. എന്തുകൊണ്ടാ ലൂ അത്രയും പേടിച്ചെന്ന് വെച്ചാല് ഇപ്പോ ഫായ് അവളുടെ ഒറിജിനൽ രൂപത്തിലായിരുന്നു കിടക്കുന്നത്. അത് പരം കാണുമല്ലോ എന്ന് അവൾക്ക് അറിയാം. പക്ഷെ ഒരു രക്ഷയില്ല, അവൻ ആ റൂമിലേക്ക് ചെല്ലുന്നു. അവിടെ ഇപ്പൊ അവൻ കാണുന്നത് ഫായെ അല്ല, ദവോയല്ലേ. അതുകൊണ്ട് തന്നെ അവൻ കാണുമ്പോഴേ വളരെ എക്സൈറ്റഡ് ആവുന്നുണ്ട്. അവന്റെ മുഖത്തെ ആ ചിരി തന്നെ നമുക്കറിയാം. അവള് ഇവനെ പറ്റി പലതും പറഞ്ഞ് ഇവനെ പ്രശ്നത്തിലാക്കിയെങ്കിലും ഇപ്പൊ അവൾ ഇങ്ങനെ കാണുമ്പോ അവൻ ആ ഒരു ദേഷ്യമേ തീരെയില്ല. വളരെ കാര്യമായി അവളുടെ അടുത്ത് ചെന്നിരിക്കുന്ന അവൻ, എന്നാ പെണ്ണ നീ, എന്തൊക്കെ നീ ഒപ്പിച്ചു വെക്കുന്നേ എന്ന് മനസ്സിൽ ഓർക്കുന്നുണ്ടെങ്കിലും വളരെ സ്നേഹത്തോടെ തന്നെ പതിയെ അവളുടെ മുടിയിലൊക്കെ തഴുകാണ്. ഒന്നും അറിയാത്ത ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ അവളുടെ ആ കിടപ്പ് കാണുന്നവൻ ഒന്ന് കിസ് ചെയ്താലോ എന്നോർത്ത് അവളുടെ അടുത്തേക്ക് വരുന്നുണ്ടെങ്കിലും ചെയ്യുന്നില്ല. അവളുടെ മൂക്കില് പതിയെ ഒരു തട്ട് കൊടുത്ത ശേഷം, എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടം, പക്ഷെ അത് നീ മനസ്സിലാക്കുന്നേ ഇല്ല. നിന്റെ ഈ കുരുത്തക്കേടൊക്കെ ഞാനിപ്പോ വളരെയധികം എൻജോയ് ചെയ്യുന്നുണ്ട്. നീ എന്റെ വീട്ടിലേക്ക് എന്റെ ഭാര്യയായി എന്റെ അമ്മയുടെ മരുമകളായി വരണമെന്നും ഞാനിപ്പോ ആഗ്രഹിക്കുന്നുണ്ട്. നിന്നോടുള്ളത് ഞങ്ങളുടെ പ്യുവറായ സ്നേഹ, അല്ലാതെ കാശിനോടുള്ള ആർത്തിയൊന്നും അല്ലാന്ന് നീ എന്ന് മനസ്സിലാക്കുമെന്ന് പിറുവിറുക്കുന്ന അവൻ, നീ ഇനി ഫായായി തന്നെ ഇരുന്നോ, അത് പൊളിച്ചെടുക്കാനൊന്നും ഞാൻ വരുന്നില്ല എന്നും പറഞ്ഞ് മുന്നേ നടന്ന സംഭവങ്ങൾ കാരണം പേടിച്ച് അവിടെ ഉണ്ടായിരുന്ന അവളുടെ മറുകെടുത്ത് അവളുടെ ദേഹത്ത് വെക്കാൻ ഒരുങ്ങുന്നു. പെട്ടെന്ന് കവിളി വെക്കാതെ അവൻ അതെടുത്ത് നെറ്റിയിൽ പൊട്ടുപോലെ വെക്കുന്നുണ്ട്. കുറച്ചു നേരം അത് നോക്കി ചിരിച്ചു കഴിഞ്ഞ് വീണ്ടും മറുക് കറക്റ്റ് സ്ഥാനത്ത് വെക്കാനും അവിടെ ഉണ്ടായിരുന്ന അവളുടെ ആ ഒരു മുഖത്തിടുന്ന നിറം കുറയ്ക്കുന്ന ആ ഒരു പൗഡർ പോലത്തെ മേക്കപ്പ് സാധനം ഒക്കെ എടുത്ത് അവളുടെ മുഖത്ത് അവൻ പതിയെ തേക്കുകയും ഒക്കെ ചെയ്യുന്നു. ഇവിടെ കാര്യങ്ങൾ ഇങ്ങനെ നടക്കുമ്പോ പരമിന്റെ വീട്ടില് കിച്ചണിൽ കുക്ക് ചെയ്യായിരുന്നു. കാരണം ആരുമില്ല, ഇവൾക്കുള്ള ഫുഡ് അവൾ ഉണ്ടാക്കണമല്ലോ. അപ്പോഴാണ് കോളിംഗ് ബെൽ അടിക്കുന്നത്. ആന്റിയും പരമും തിരിച്ചു വന്നു ഓർത്ത് അവള് ചെന്ന് ഗേറ്റ് തുറക്കുമ്പോ ആദ്യം ആരും കാണുന്നില്ല. ആരപ്പോ ബെല്ലടിച്ചെന്ന് ചിന്തിച്ച് തിരിയുമ്പോഴാണ് ദവോയുടെ ചേട്ടനായിരുന്നു എന്ന് കാണുന്നത്. ഇവിടെ പരമില്ലാന്ന് മുന്നേ എന്നെ ഫോൺ വിളിച്ചപ്പോ ഞാൻ പറഞ്ഞല്ലേ, ദവോയുടെ കാര്യം പരമിനോട് വല്ലതും സംസാരിക്കണമെങ്കിൽ പരം ഉള്ളപ്പോ വരാൻ പറഞ്ഞു. അവള് മൈൻഡ് ചെയ്യാതെ നിൽക്കുമ്പോ, ഞാൻ പരമിനെ കാണാൻ ഒന്നും അല്ല വന്നത്, ഞാൻ നിന്നെ കണ്ട് സംസാരിക്കാനാ വന്നത്, നമുക്ക് ഒന്നിച്ച് ഇന്നത്തെ ഡിന്നർ കഴിച്ചാലോ എന്ന് ദവോയുടെ ചേട്ടൻ ചോദിക്കുമ്പോ അതിന് മറുപടി പറയാതെ അവള് നൈസായിട്ട് തിരിഞ്ഞ് ദവോയുടെ ചേട്ടൻ കാണാതെ ഒരു ചിരി ചിരിച്ചുകൊണ്ട് അകത്തേക്ക് പോകുന്നുണ്ടെങ്കിലും അവള് ഗേറ്റ് അടയ്ക്കാതെ നൈസായിട്ട് തിരിഞ്ഞു പോയത് തനിക്കുള്ള ഗ്രീൻ സിഗ്നൽ ആണെന്ന് മനസ്സിലാക്കുന്ന ചേട്ടൻ വേഗം അകത്തേക്ക് കയറുന്നു. അങ്ങനെ അകത്ത് ചെന്ന് കഴിഞ്ഞ ചേട്ടൻ നൈസായിട്ട് പോമിനോട് ഓരോന്ന് സംസാരിക്കുന്നതിന്റെ ഇടയിൽ അറിയാതെ ദവോയും പരമും പരസ്പരം കണ്ടിട്ടുണ്ടെന്ന് വായിന്ന് വീടുന്നുണ്ട്. അതപ്പോ അറിഞ്ഞില്ലല്ലോ എന്ന് പോമ് പറയുമ്പോഴാണ്, അല്ലല്ല ഞാൻ പറഞ്ഞപ്പോ മാറിപ്പോയതാ, ദവോ പരമിനെ കണ്ടിട്ടില്ല എന്ന് ഞാൻ ഉദ്ദേശിച്ചെന്ന് ചേട്ടൻ മാറ്റി പറയുന്നു. എത്ര തന്നെ പോമിനോട് വലിയ ഇഷ്ടമാണെങ്കിലും അവളോട് ഈ ഒരു കാര്യം മാത്രം ഇതുവരെ പുള്ളിക്കാരൻ തുറന്നു പറഞ്ഞിട്ടില്ല. ഇനി അത് അറിയുമ്പോ പോം എന്ത് ചെയ്യുന്ന കണ്ടറിയാം. അങ്ങനെ പിന്നീട് ഫായ് പതിയെ കണ്ണ് തുറക്കുമ്പോ മുന്നില് ലൂ ഉണ്ട്. ആക്ച്വലി അപ്പോഴാണ് ലൂ ഒരു കാര്യം ഫായോട് പറയുന്നത്, നിന്നെ ആകെ നനഞ്ഞു കുഴഞ്ഞ് റൂമിലേക്ക് കൊണ്ടുവന്നപ്പോ ഞാൻ നിന്റെ ഡ്രസ്സൊക്കെ മാറ്റിയത്, പക്ഷെ നിന്റെ മേക്കപ്പ് ഒക്കെ അപ്പോഴേക്കും പോയിട്ടുണ്ടായിരുന്നു, ഇപ്പൊ നിനക്ക് മേക്കപ്പ് ഉണ്ടല്ലോ, ഡോക്ടർ മുന്നേ റൂമിലേക്ക് വന്നിരുന്നു, ഡോക്ടർ ആയിരിക്കും ഇട്ടേന്ന് അവളുടെ വായിന്ന് അറിയാതെ വീഴുമ്പോ അത് കേട്ട് ഫായ് ആകെ ടെൻഷൻ ആവുന്നു. ആ ടീം അത് മാറ്റാനായിട്ട് അല്ലല്ല ഞാൻ തന്നെയാ മേക്കപ്പ് ഇട്ടത്, ഞാൻ ചുമ്മാ നിന്റെ റിയാക്ഷൻ കാണാൻ വേണ്ടി ഇങ്ങനെ പറഞ്ഞതാണെന്ന് ലൂ കള്ളം പറയുന്നുണ്ടെങ്കിലും ലൂയ്ക്ക് അറിയാം പരം തന്നെയാണ് ഇത് ചെയ്തതെന്ന്. കൂടാതെ ലൂ ഞാൻ കാരണമല്ല ഇങ്ങനെ സംഭവിച്ചെന്ന് പറഞ്ഞ് ഫായുടെ അടുത്ത് മാപ്പ് പറയുമ്പോ വേണ്ട, മാപ്പിന്റെ ഒരു ആവശ്യമില്ല, ആക്ച്വലി നീ അപ്പോ അങ്ങനെ ഒരു അപകടത്തിൽ പെട്ടതുകൊണ്ടാ ഞാൻ രക്ഷപ്പെട്ടത്, നിന്നെ രക്ഷപ്പെടുത്താൻ വരുന്ന രീതിയിൽ എനിക്ക് ഡോക്ടറിന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിച്ചു, അതുകൊണ്ട് നീ എന്നെയും ഞാൻ നിന്നെയും രക്ഷിച്ചു, അത്രേ ഉള്ളൂ, അതിലൊരു കുഴപ്പമില്ലാന്ന് അവള് പറയുന്നു. ഇതേ സമയം പോമും ദവോയുടെ ചേട്ടനും ഒന്നിച്ച് ഫുഡൊക്കെ കുക്ക് ചെയ്ത് കഴിഞ്ഞ് ചേട്ടനോട് പോവാനായി പോമ് പറയുമ്പോ, വേണ്ട നീ ഇന്നിവിടെ ഒറ്റയ്ക്കല്ല, അതുകൊണ്ട് ഞാൻ പോകുന്നില്ല എന്ന് പറഞ്ഞ് ചേട്ടൻ ആവുന്നത് കഥകിന്റെ അവിടെ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ലാതെ മസിൽ പിടിച്ച് നിൽക്കാണ്. പോം കൊടുക്കാം ചേട്ടന് ഒരു കിസ് കൊടുക്കുന്നു. പുള്ളിക്ക് അത് ഓർക്കാപ്പുറത്ത് കിട്ടിയ ലോട്ടറി ആയതുകൊണ്ട് ആകെ ഷോക്കായി നിൽക്കാണ്. ആ ചാൻസിന് പോമ വേഗം കഥകടച്ച് അകത്തിരിക്കുന്നുണ്ട്. അപ്പോഴേക്കും ചേട്ടൻ ഒരു വശത്ത് കിസ് കിട്ടിയ സന്തോഷത്തിലാണെങ്കിൽ പോമ് ആ കിസ് കൊടുത്ത സന്തോഷത്തില് രണ്ടുപേരിന്റെ ഇതേപോലെ കഥകിന്റെ അപ്പുറം ഇപ്പുറം ചാരി ഒരു നിൽപ്പായിരുന്നു. അടുത്ത ദിവസം രാവിലെ കഥക് തുറക്കുന്ന പോമ് കഥക് ശക്തിയിൽ തുറക്കുമ്പോ അവിടെ ഇരിപ്പുണ്ടായിരുന്ന ദവോയുടെ ചേട്ടൻ തട്ടി മറിഞ്ഞു വീഴുന്നു. നടുവേദന എടുക്കുമ്പോ അവക്ക് വല്ലാതെ പാവം തോന്നുന്നുണ്ട്. ഇന്നലെ മുഴുവൻ ഞാനിവിടെ ഒറ്റയ്ക്കുള്ളതുകൊണ്ട് ഇവിടെ വെളിയിൽ തണുപ്പത്ത് കാവലിരിക്കായിരുന്നോ എന്ന് അവൾ ഇപ്പോഴാണ് അറിയുന്നത്. ഇവൻ തിരിച്ചു പോയി കാണുമെന്നായിരുന്നു അവള് ചിന്തിച്ചത്. അതുകൊണ്ട് ആകെ പാവം തോന്നുന്ന അവള് അവൻ അകത്തേക്ക് കൊണ്ടുപോയി മരുന്ന് വെച്ച് കൊടുക്കാനായിട്ട് ഷർട്ട് അവൻ മാറ്റുന്ന ടീം അവന്റെ 6 പാക്ക് ഒക്കെ കണ്ട് അവൾ ആകെ മതി മറന്ന് നിൽക്കാണ്. കൂടാതെ ആ സമയത്ത് മരുന്ന് വെച്ച് കൊടുക്കുമ്പോ നീ ലൈഫ് ലോങ് എന്റെ കൂടെ ഇതുപോലെ കെയറിംഗ് ആയിട്ട് കൂടെ ഉണ്ടാകുമോ എന്ന അവന്റെ ചോദ്യത്തിന് ഉണ്ടാകുമെന്ന് അവള് പറയുമ്പോ
അവൻ വളരെ ഹാപ്പി ആവുന്നു. ഇതേ സമയം രാവിലെ ഉറക്കം വേണ്ടിയിട്ട് ഫായെ കാണുമ്പോൾ അവൾക്ക് പനി പിടിച്ച കാര്യം അറിയുന്ന അമ്മ എന്ത് പറ്റി, ഇന്നലെ ഒരുപാട് നേരം വെള്ളത്തിൽ കളിച്ചോ എന്നെല്ലാം ചോദിക്കുമ്പോൾ വെള്ളത്തിൽ വീണ് പ്രശ്നം പറ്റിയ കാര്യം ഒന്നും തന്നെ അവള് പറയുന്നില്ല. കൂടാതെ ആ സമയത്തും പരം പതിവില്ലാതെ ഫായോട് വളരെ കെയറിംഗ് ആയിട്ട് പെരുമാറുന്നുണ്ട്. അമ്മയ്ക്കാണെങ്കിൽ ഇതൊക്കെ കേൾക്കുമ്പോൾ ഇപ്പൊ ഒരുമാതിരി ദേഷ്യമാണ് വരുന്നത് പരമിനോട്. എനിക്ക് ആകെപ്പാടെ ഉണ്ടായ ഒരെണ്ണവും ഇങ്ങനെ ആയല്ലോ എന്ന് അമ്മ അവനെ ഇങ്ങനെ വല്ലാത്ത രീതിയിൽ നോക്കാണ്. കൂടാതെ എന്റെ ബാഗില് പനിക്കുള്ള മരുന്നുണ്ട്, നീ പോയി അതെടുത്ത് കഴിക്കാനേ ഫായിയെ അമ്മ പറഞ്ഞു വിടുമ്പോ ലൂവും കൂടെ പോന്നു. ഈ ഒരു സമയത്ത് ലൂ പറയുന്നുണ്ട്, ഡോക്ടർക്ക് നിന്നെ പറ്റി ഡൗട്ട് ഉണ്ടെന്ന് നീ പറഞ്ഞില്ല, പക്ഷെ അത് കൺഫേം ആണെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. കാരണം നീ ഡോക്ടർ ഒരു ഗേ ആണെന്ന് പറഞ്ഞതിന് ശേഷം മേഡം ഡോക്ടറിനെ ഒരുമാതിരിയാ നോക്കുന്നത് സംസാരിക്കുന്നതൊക്കെ. അതുകൊണ്ട് നിന്നെ പറ്റി എന്തെങ്കിലും സത്യം ഡോക്ടർക്ക് അറിയാമെങ്കിൽ എപ്പോഴും ഡോക്ടർ അതിപ്പോ വീണ്ടും പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കിയേനെ. ഡോക്ടർ നിന്നോട് ഇപ്പോ വളരെ കാര്യമായിട്ടല്ല പെരുമാറുന്നത്, പാവം ഡോക്ടർ എന്നൊക്കെ ലൂ പറയുമ്പോ, ഇനി ലൂ പറയുന്ന പോലെ ഇനി ഒരു പക്ഷെ തനിക്ക് തോന്നിയതാണോ പരമിന് തന്നെ പറ്റി ഒന്നും അറിയില്ലയോ എന്നൊരു ഡൗട്ട് അവൾക്കും തോന്നുന്നു. എന്തായാലും അങ്ങനെ തിരിച്ച് ട്രിപ്പൊക്കെ കഴിഞ്ഞ് അവര് വീട്ടിലേക്ക് എത്തുന്നു. ആ ഒരു സമയത്ത് ലഗേജ് ഞാൻ എടുത്തു വെച്ചോളാം, നിനക്ക് വയ്യല്ലോ, പോയി റെസ്റ്റ് എടുക്കുന്നൊക്കെ പറഞ്ഞ് ഫായോട് വളരെ കെയറിങ്ങോട് പെരുമാറുന്ന പരം അവളുടെ നെറ്റിയിലൊക്കെ തൊട്ട് ചൂടുണ്ടോന്നൊക്കെ നോക്കിയിട്ടാണ് പോകുന്നത്. അവനിങ്ങനെ ദേഹത്ത് തൊട്ടപ്പോഴൊക്കെ അവള് ആകെപ്പാടെ ഹാർട്ട് ബീറ്റ് ഒക്കെ കൂടി ടെൻഷൻ ആവുന്നത് ലൂ ശ്രദ്ധിക്കുന്നുണ്ട്. ലൂവും എന്തോ ഇവിടെ നടക്കുന്നുണ്ട്, ഒന്നും അറിയാത്ത പോലെ നിക്കാന്നും പറഞ്ഞ് ഫായിയെ കളിയാക്കുന്നു. എന്തായാലും അപ്പോഴേക്കും ദവോയുടെ ചേട്ടൻ ഇവിടെ നിന്ന് പോയിട്ടുണ്ടായിരുന്നു. പക്ഷെ ചേട്ടൻ ഒരു വലിയ ബോംബ് പൊട്ടിച്ചിട്ടാണ് പോയത്. മറ്റൊന്നുമല്ല, ഇവിടെ നിൽക്കുന്ന ഫായി തന്റെ സഹോദരിയാണെന്ന കാര്യം ബോംബിനോട് വെളിപ്പെടുത്തിയിട്ടുണ്ട്. ജസ്റ്റ് ബോംബിനോട് പറയാതെ എന്തായാലും കാര്യങ്ങൾക്കൊരു തീരുമാനം ഉടനെ തന്നെ ഉണ്ടാക്കണം എന്ന പ്ലാനിങ്ങോട് കൂടി ബോംബിനെ വിളിച്ചോണ്ട് മാക്സിന്റെ അടുത്ത് പോയിട്ട് 3 പേരും കൂടി പ്ലാൻ ചെയ്യുന്നു. എന്തോ ഒരു പണി പ്ലാൻ ചെയ്യുന്നുണ്ട്. അവിടെ കാര്യങ്ങൾ ഇവരുടെ പ്ലാനിങ് പോലെ നടക്കാനായി പരമിനെയും അമ്മയും സംഭവ സ്ഥലത്ത് എത്തിക്കുന്ന ചുമതല പോമിനെയും, ഒപ്പം ദവോയെ സംഭവ സ്ഥലത്ത് എത്തിക്കുന്ന ചുമതല മാക്സിനെയും ഏൽപ്പിക്കുന്ന ചേട്ടൻ നമ്മൾ വിചാരിച്ചതുപോലെ പ്ലാൻ ഇട്ടത് കണക്ക് കാര്യങ്ങൾ നടന്നാല് എന്തായാലും കാര്യങ്ങൾക്ക് ഉടനെ തന്നെ ഒരു തീരുമാനമാകുമെന്ന കാര്യം ഉറപ്പാണ്. പക്ഷെ എന്ത് പണിയാണ് ദവോയുടെ ചേട്ടന്റെ കുരുട്ടുബുദ്ധിയിൽ തെളിഞ്ഞിരിക്കുന്നത്? എന്താണ് ഇവർ 3 പേരും കൂടി ചേർന്ന് ഇളകി മറിഞ്ഞു കിടക്കുന്ന കാര്യങ്ങളെ ഒന്ന് തെളിച്ചെടുക്കാനായി ചെയ്യാൻ പോകുന്നതെന്ന് നമുക്ക് കണ്ടറിയാം. ഒരു ട്രിപ്പ് കഴിഞ്ഞ് തിരിച്ച് പരമും അമ്മയും ഫായും ലൂവും ഒക്കെ എത്തുമ്പോഴേക്കും ഇവിടെ ഫായാണ് പരമിനെ വിവാഹം ചെയ്യാൻ പോകുന്ന ദവോ എന്ന ആ ഒരു കാര്യത്തെ പറ്റി ചേട്ടൻ പോമിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. തുടർന്ന് ചേട്ടനും പോമും മാക്സും കൂടി ചില കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നു. ആ പ്ലാനിങ് പ്രകാരം ട്രിപ്പ് കഴിഞ്ഞ് തിരിച്ചെത്തിയിരിക്കുന്ന പരമിന്റെ അമ്മയുടെ അടുത്ത് പോമ് നമുക്ക് ഒരു ട്രിപ്പും കൂടി ഇന്ന് തന്നെ പോയാലോ എന്ന് ചോദിക്കുകയാണ്. ഒരു ട്രിപ്പ് കഴിഞ്ഞു വന്നതിന്റെ ക്ഷീണമൊന്നും അമ്മയ്ക്കില്ല. ഉടനെ തന്നെ മറ്റൊരു ട്രിപ്പ് പോകാനും പുള്ളിക്കാരി തയ്യാറാണ്. പക്ഷേ അതിന് കാശ് വേണ്ടേ? ഞാനിപ്പോ ടൈറ്റ് ആണെന്ന് അമ്മ പറയുമ്പോ ഒരു കുഴപ്പമില്ല ആന്റി, ഞാൻ കാശ് തരാം, ഈ ട്രിപ്പ് നമുക്ക് പോകണം, അത് എനിക്ക് വളരെ ആഗ്രഹമാണെന്ന് അവള് പറയുമ്പോഴാണ് നമ്മൾ ആ ഒരു ഫ്ലാഷ് ബാക്ക് കാണുന്നത്. ഈ ഒരു ട്രിപ്പ് തന്നെ ദവോയുടെ ചേട്ടന്റെ പ്ലാൻ ആണ്. ഒരു ട്രിപ്പ് പോകണം, അതിലേക്ക് പരമിനെയും അമ്മയും കൊണ്ടുവരാനായുള്ള ചുമതല പോമിനും, ഒപ്പം അതേ സ്ഥലത്തേക്ക് തന്നെ ദവോയെ കൊണ്ടുവരാനായിട്ടുള്ള ചുമതല മാക്സിനെയുമാണ് ഏൽപ്പിക്കുന്നത്. പക്ഷെ ഇവരുടെ കൂടെ ട്രിപ്പ് എന്നും പറഞ്ഞല്ല ദവോയെ കൊണ്ടുപോകുന്നത്. അതിനായിട്ട് മാക്സ് ദവോ അവന്റെ അടുത്ത് അവളുടെ ജോലിക്കാരിയും ഒക്കെ സംസാരിക്കാനായി വരുമ്പോ, എന്തായാലും എനിക്ക് ബോറടിക്കുന്നു, നീ പറഞ്ഞില്ലേ പരമും അമ്മയൊക്കെ പോമിന്റെ കൂടെ ട്രിപ്പ് പോവാണെന്ന്, ആ ഒരു സമയത്ത് നമുക്ക് രണ്ടുപേർക്കും എങ്ങോട്ടേലും മുങ്ങിയാലോ, അവര് വരുന്നതിന് മുന്നേ ഒന്ന് അടിച്ചു പൊളിച്ചിട്ട് തിരിച്ചു വരാം, കുറച്ച് നാളായില്ലേ നമ്മൾ ഫ്രണ്ട്സ് അങ്ങ് കറങ്ങിയിട്ടെന്നല്ല മാക്സ് പറയുമ്പോ, ആ ശരിയാ, എന്തായാലും ലൂവിനെ അവിടുത്തെ കാര്യങ്ങളെല്ലാം ഏൽപ്പിക്കാം, അവര് തിരിച്ചു വരുന്നതിന് മുന്നേ എനിക്ക് വന്നാൽ മതിയെന്ന് അവള് പറയുന്നു. എന്തായാലും നമ്മൾ മാത്രം പോകണ്ട, നിന്റെ അമ്മയും കൂടി വിളിക്കുക, ആന്റിയും കൂടി വരട്ടെ എന്ന് ദവോ പറയുമ്പോ, അതിനൊന്നും മാക്സിന് കുഴപ്പമില്ല, ഇവളെ കൂടെ കൊണ്ടുപോകണം, ആ സ്ഥലത്തേക്ക് എത്തിച്ച് പ്ലാൻ നടക്കണം, അത്രേ ഉള്ളൂ. അവൻ അതിന് സമ്മതിക്കുന്നു. അങ്ങനെ അവൾ ആദ്യം പോകുന്നത് ലൂവിന്റെ അടുത്താണ്. ലൂവിന്റെ അടുത്ത് പോയി ഇങ്ങനെ അവര് പോകുമ്പോ, ഞാനും കുറച്ചു ദിവസം ഇവിടുന്ന് മാറി നിന്നാൽ കുഴപ്പമില്ലല്ലോ നിനക്കെന്ന് ചോദിക്കുമ്പോ ലൂ അതിന് സമ്മതിക്കുന്നു. അങ്ങനെ അതിനുശേഷമാണ് കാര്യം മറ്റുള്ളവരുടെ അടുത്ത് അവതരിപ്പിക്കാനായി ലീവ് ചോദിക്കാനൊക്കെ ആയിട്ട് അവള് പോകുന്നത്. പരമിനെയാണ് ആദ്യം കാണുന്നത്. എനിക്ക് നാട്ടിൽ പോകാൻ ഒരു 3-4 ദിവസം ലീവ് വേണോന്ന് അവള് പറയുമ്പോ അവൻ മുന്നും പിന്നും ചോദിക്കാതെ സമ്മതിക്കുന്നുണ്ട്. അവൾ ആകെ ഞെട്ടിപ്പോന്നു. പരം എന്തെങ്കിലുമൊക്കെ കൊനിഷ്ട് ചോദിച്ചോണ്ട് വരും. വീണ്ടും തന്റെ പിറകെ ദവോ ആണോ, സത്യം പറ നിന്റെ നിറം ഇതാണോ, ഈ മാർക്ക് ഫേക്ക് അല്ലേ എന്നൊക്കെ ചോദിച്ചോണ്ട് വരുമെന്ന് അവള് വിചാരിച്ചെങ്കിലും അവൻ അങ്ങനെ ഒന്നും മിണ്ടാതെ അവൾ ഇഷ്ടമുള്ളത് ചെയ്യട്ടെ എന്ന് ഓർത്ത് ശരിയെന്ന് പറഞ്ഞ് സമ്മതിക്കുന്നു. എന്തായാലും ഇവര് നാട്ടിൽ അത്രയും ദിവസം കാണില്ലല്ലോ. അവള് വളരെ ഹാപ്പി ആയിട്ട്, ഓ ഡോക്ടർ ഇത്രയും നല്ല ഡോക്ടർ ആയിരുന്നു ഞാൻ അറിഞ്ഞില്ലായിരുന്നു, ക്യൂട്ട് ആയിട്ടുണ്ടെന്നും പറഞ്ഞ് അവിടെ നിന്ന് പോകുമ്പോ പരം ചിരിക്കുന്നുണ്ട്. അവൻ മുന്നേ തന്നെ ഇവളുടെ കള്ളി പൊളിക്കാനായി പോയിട്ട് അവൾ അപകടത്തിൽ പെടുന്ന ഒരു സിറ്റുവേഷൻ വന്നതുകൊണ്ട് ആകെ പേടിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആയിരിക്കാം ശരി ഇവൾ എന്തെങ്കിലും കാണിക്കട്ടെ എന്ന് ഓർത്ത് അവൻ വിട്ടിരിക്കുന്നത്. അങ്ങനെ ഇവിടെ കാര്യങ്ങൾ നടക്കുമ്പോൾ ചേട്ടൻ വീട്ടിലെത്തി അമ്മയോടും അച്ഛനോടും മുത്തശ്ശിയോടും മാസ്റ്റർ പ്ലാൻ വിശദീകരിക്കുന്നു. പരമനെയും ദവോയും ഒന്നിച്ചൊരു സ്ഥലത്തെത്തിച്ച് അവരെ അവിടെ കൂട്ടിമുട്ടിക്കും. രണ്ടുപേർക്കും പരസ്പരം ഒന്നിക്കാനും മനസ്സിലാക്കാനും അത് നല്ലൊരു ചാൻസ് ആണ്. ഐസ് ബ്രേക്കിംഗ് ആയിട്ട് ആ ഒരു കൂടിക്കാഴ്ച മാറും. അങ്ങനെ അതോടെ അവർ അടുക്കും. രണ്ടുപേർക്കും പരസ്പരം താല്പര്യം ഉണ്ടെന്ന് തന്നെയാ എന്റെ ഒരു വിശ്വാസം. അല്ലെങ്കിൽ അവൾ പിന്നെയും അവന്റെ വീട്ടിൽ തന്നെ ഇങ്ങനെ നിൽക്കേണ്ട കാര്യമില്ലല്ലോ. അവനെ അവന്റെ അമ്മയൊക്കെ അവൾക്ക് വലിയ കാര്യം തന്നെയാ, അതേപോലെ അവന് തിരിച്ചു. പക്ഷെ അത് തുറന്നു പറയാൻ ആ ഒരു ഷെല്ലിൽ നിന്ന് പുറത്തേക്ക് വരാൻ വല്ലാത്തൊരു ബുദ്ധിമുട്ട്
ബുദ്ധിമുട്ട് അത്രേ ഉള്ളൂ. കൂടാതെ ഇവർ ഇങ്ങനെ അടുക്കുന്നതോടുകൂടി റിക്ക എന്ന തടസ്സവും ഇല്ലാണ്ടാവും. ഇതെങ്ങാനും അവൾ അറിഞ്ഞ് പിന്നെ അവള് നമ്മളെ എടുത്തിട്ട് കൊടയോ എന്ന് അമ്മ പേടിക്കുമ്പോ ഒരു ഇതും ഇല്ല. നമ്മളായിട്ട് പ്ലാൻ ചെയ്ത് കൊണ്ടാക്കുന്നത് പോലെ അല്ല, അല്ലാതെ നോർമലായിട്ട് രണ്ടുപേരും കണ്ടുമുട്ടാൻ പോകുന്നത് പോലെയാ കാര്യങ്ങൾ വരാൻ പോകുന്നത്. അതുകൊണ്ട് പേടിക്കേ വേണ്ടാന്ന് അവൻ അവരോട് പറയാണ്. ഇവിടെ കാര്യങ്ങൾ ഇങ്ങനെ നടക്കുമ്പോ ഇപ്പുറത്തെ പരം ഹോസ്പിറ്റലുള്ളപ്പോ അവനെ കാണാനായി റിക്ക എത്തുന്നു. റിക്ക വന്ന പാടെ പരം കാര്യമായിരുന്നു എഴുതുന്നത് കണ്ട് എന്തെടുക്കാന്ന് ചോദിക്കുമ്പോ ഞാൻ ലീവ് ആപ്ലിക്കേഷൻ എഴുതാം, കുറച്ച് ദിവസം ഞാൻ ഇനി ലീവിലായിരിക്കും, ഒരു സ്ഥലം വരെ പോവാണെന്ന് അവൻ പറയുമ്പോ ആണോ ഞാനും വരട്ടെ എന്നുള്ള രീതിയിൽ അവൾ പറയാൻ വരുമ്പോഴേക്കും അവൻ ചെക്ക് എഴുതി കൊടുക്കുന്നു. ദേ നോക്ക്, ഇത് ലാസ്റ്റ് ചെക്ക, ഇനി നീ എന്റെ ഫേക്ക് ഗേൾ ഫ്രണ്ട് ആയിട്ട് അഭിനയിക്കേണ്ട കാര്യമില്ല, എല്ലാം ഇതോടെ അവസാനിപ്പിക്കുകയാണെന്ന് അവൻ പറയുമ്പോൾ അവൾക്ക് ദേഷ്യം വരുന്നു. നിന്റെ അമ്മയുടെ വായിരിക്കുന്നതെല്ലാം ഞാൻ കേട്ടു, നിനക്ക് വേണ്ടി എല്ലാവരും മുമ്പിൽ ഞാൻ നാണം കേട്ടു, എന്നിട്ട് ഇപ്പൊ ലാസ്റ്റ് ഒരു ഫേക്ക് ഗേൾ ഫ്രണ്ട് എന്നും പറഞ്ഞ് എന്നെ അങ്ങനെ അവോയ്ഡ് ചെയ്യാണോ എന്ന് അവൾ ചോദിക്കുമ്പോ നീ എന്തൊക്കെയാ പറയുന്നത്, തുടങ്ങിയതേ ആ ഒരു കണ്ടീഷൻ വെച്ചല്ലേ, നീ ഫേക്ക് ആയിട്ട് അഭിനയിക്കുന്നത് കൊണ്ടല്ലേ ഞാൻ നിനക്ക് ചെക്കുകൾ ഇങ്ങനെ എഴുതി തരുന്നത്, അല്ല റിയൽ ആയിട്ടുള്ള ഗേൾ ഫ്രണ്ടിന് ഇങ്ങനെ ചെക്ക് കൊടുത്ത് ആരെങ്കിലും അഭിനയിപ്പിക്കേണ്ട കാര്യമുണ്ടോ എന്ന് പരം ചോദിക്കുമ്പോ ഇനി ഇത് തുടർന്നോണ്ട് പോയി എനിക്ക് എന്റെ ഫിയാൻസിയെയും അവളുടെ വീട്ടുകാരെയും വിഷമിപ്പിക്കാൻ താല്പര്യമില്ല, ഇത് തുടങ്ങുന്ന സമയത്തെ മെന്റാലിറ്റി അല്ല എനിക്കിപ്പോ ഉള്ളതെന്ന് അവൻ പറയുമ്പോ അവൾക്ക് ദേഷ്യം വരുന്നു. അവൾ ഒന്നും മിണ്ടാതെ ആ ചെക്ക് എടുത്തോണ്ട് വല്ലാത്തൊരു ഭാവത്തിൽ അവനെ നോക്കി അവിടെ നിന്ന് പോകുന്നുണ്ട്. അവനെ എങ്ങനെങ്കിലും തന്റെ ഭാഗത്തേക്ക് തന്നെ കൊണ്ടുവരണം എന്ന കാര്യം അവൾക്ക് ഇപ്പോഴും അങ്ങനെ വിട്ടുകളയാൻ വയ്യ. അവൾ ആ കാര്യം അവളുടെ എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യുന്ന ഒരു ഫ്രണ്ടുമായി ഡിസ്കസ് ചെയ്യുന്നു. ഇപ്പോഴും സത്യത്തിൽ പരമുമായി വിവാഹം ഉറപ്പിച്ചു വെച്ചിരിക്കുന്ന പെൺകുട്ടിയായ ദാവോയെ പറ്റിയ ഒരു ഐഡിയയും റിക്കില്ല. ഇനി അവൾ ആരാണെന്ന് കണ്ടുപിടിച്ചിട്ട് വേണം എങ്ങനെങ്കിലും ഇത് കലക്കിയെടുക്കാനെന്ന്. അങ്ങനെ പിന്നീട് നമ്മൾ കാണുന്നത് ദാവോ പരമിന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിരിക്കല്ലേ, അവൾ മാക്സിന്റെയും അമ്മയുടെയും കൂടെ നേരെ അവളുടെ വീട്ടിലേക്കാണ് എത്തുന്നത്. അവിടെ എത്തിക്കഴിയുമ്പോൾ വളരെ സന്തോഷത്തോടെ പ്ലാനിങ് ഒന്നും അവളുടെ അടുത്ത് പൊളിയരുത് എന്ന ഒരു മുൻകരുതലോടെ അവളുടെ വീട്ടുകാര് വളരെ ഹാപ്പിയായി വെൽക്കം ചെയ്യുന്നു. അതിനുശേഷം അവൾ വന്ന സന്തോഷത്തിനെന്ന് പറഞ്ഞ് ഒരു പാർട്ടി അറേഞ്ച് ചെയ്യാണ്. പാർട്ടിക്ക് മുന്നേ ചില പ്രത്യേക കാര്യങ്ങൾ ഈ പാർട്ടിയിലുണ്ട്, നിന്റെ വരവ് സ്പെഷ്യൽ ആണല്ലോ, അതുകൊണ്ട് ഒരു സ്പെഷ്യൽ പാർട്ടിയാണ് ഇതെന്നും പറഞ്ഞ് ചേട്ടൻ കുറച്ച് മാസ്കുകൾ എടുത്തു വെക്കുന്നു. അത് ആ നാട്ടിലെ കുറച്ച് ഫേമസ് ആയ ആളുകളുടെ ഫേസ് കണക്കുള്ള ഒരു മാസ്ക് ആണ്. ഇതിൽ നിന്ന് നീ ഇഷ്ടമുള്ള മാസ്ക് സെലക്ട് ചെയ്തോ. അതേപോലെ എല്ലാവരും ഓരോ മാസ്ക് വെക്കും. ഇങ്ങനെ മാസ്ക് ഇട്ടുകൊണ്ടാ പാർട്ടിയിൽ പങ്കെടുക്കുന്നത്. ഈവൻ നമ്മുടെ കൂടെ പാർട്ടിക്കിടയിൽ ആരെങ്കിലും ഡാൻസ് കളിച്ചാൽ പോലും ആരാണ് അതെന്ന് പോലും നമുക്ക് ഈ മാസ്ക് കാരണം മനസ്സിലാവില്ല. അമ്മാതിരി ഒരു സ്പെഷ്യൽ പാർട്ടിയാണ് നിന്റെ വരവ് പ്രമാണിച്ചെന്ന് ചേട്ടൻ പറയുമ്പോൾ അതെന്താ അങ്ങനെയെന്ന് അവൾ ഒരു ഡൗട്ട് വെക്കുന്നുണ്ട്. പക്ഷെ അതൊക്കെ അങ്ങനെയല്ലേ, നീ തന്നെ സ്പെഷ്യൽ അല്ലേ എന്നൊക്കെ ചേട്ടൻ പറഞ്ഞ് അഡ്ജസ്റ്റ് ചെയ്യുന്നു. ഇവിടെ കാര്യങ്ങൾ ഇങ്ങനെ നടക്കുമ്പോൾ റിക്കയാകട്ടെ പരമിന്റെ കൊളീഗായ മറ്റേ ഡോക്ടർ ഉണ്ടല്ലോ അയാളുടെ അടുത്തേക്ക് ചെന്ന് സംസാരിക്കുകയാണ്. പരമുമായി വിവാഹം ഉറപ്പിച്ചു വെച്ചിരിക്കുന്ന പെൺകുട്ടിയുടെ പേര് ദാവു എന്നല്ലേ പറഞ്ഞത്, നമ്മൾ അന്ന് റെസ്റ്റോറന്റില് കണ്ടുമുട്ടിയപ്പോ അവിടെയും ദാവു എന്നൊരു പെൺകുട്ടി ഉണ്ടായിരുന്നല്ലോ, ഇനി അവളും ആ ദാവോയും സെയിം ആണോ എന്ന് റിക്ക ചോദിക്കുമ്പോ എന്റെ അറിവില് രണ്ടും ഒരാളല്ല എന്ന് അയാൾ പറയുമ്പോ എന്നാലും എനിക്ക് അതങ്ങനെ ജസ്റ്റ് ഒരു കൺഫ്യൂഷന്റെ പുറത്ത് കേൾക്കാൻ താല്പര്യമില്ല, ആണോ അല്ലയോ എന്ന് കൺഫേം ആയി എനിക്ക് അറിയണം. അല്ല എനിക്കറിയാം നിങ്ങൾക്ക് ആ ദാവോയുടെ ഒരു ക്രഷ് ഉണ്ടെന്ന്, അന്ന് റെസ്റ്റോറന്റിൽ വെച്ച് എനിക്കതിന്റെ സൂചനകൾ ലഭിച്ചിട്ടുണ്ടായിരുന്നു. പരമിനെ എനിക്കും വേണം, അതുകൊണ്ട് നമ്മൾ ഒന്ന് ചേർന്നാല് ഇൻ കേസ് അവര് രണ്ടുപേരുമാണ് വിവാഹം ഉറപ്പിച്ച് വെച്ചിരിക്കുന്നവരെങ്കിൽ നമുക്ക് അവരെ സെപ്പറേറ്റ് ചെയ്യാം, നമുക്ക് നമ്മുടെ കാര്യവും നടക്കുമെന്നെല്ലാം റിക്ക അയാളുമായി പ്ലാൻ ചെയ്യാണ്. ഇതേസമയം ഇപ്പുറത്ത് പാർട്ടി നടത്താനായി എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അങ്ങോട്ടേക്കാണ് പരമിനെയും അമ്മയും പോം കൊണ്ടുപോകാനായി പോകുന്നത്. അവൾ മാസ്ക് ഒക്കെ പരമിന്റെ അമ്മയുടെ കയ്യിൽ കൊടുത്തിട്ട് ആന്റി മാസ്ക് വേഗം ഇട്ട് റെഡി ആയി വാ, നമുക്ക് ആന്റിയുടെ മരുമകളെ ഉടനെ തന്നെ കാണാമെന്ന് പറയുന്നു. അങ്ങനെ പരമിന്റെ അമ്മ എക്സൈറ്റഡ് ആയി പാർട്ടി നടക്കുന്ന സ്ഥലത്തേക്ക് പോകുമ്പോൾ പോലും അവർ പറയുന്നുണ്ട് ഇതുപോലെ നീ ട്രിപ്പ് എന്ന് പറഞ്ഞു കൊണ്ടുവന്നപ്പോ ഇത്രയും നല്ലൊരു കാര്യമായിരിക്കും അതിലൂടെ നടക്കാൻ പോകുന്നതെന്ന് അറിഞ്ഞില്ല എന്നല്ല. എന്തായാലും അങ്ങനെ ഇവർ പാർട്ടി നടക്കുന്ന സ്ഥലത്ത് എത്തുമ്പോൾ അവിടെ ദവോയുടെ മുത്തശ്ശിയെ കാണുന്നു. മുത്തശ്ശിയോട് ദവോ എവിടെ എന്ന് തിരക്കുമ്പോൾ അവള് ഇപ്പൊ വരുമെന്നാണ് മുത്തശ്ശി പറയുന്നത്. ആ വരുന്നത് ആരാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? എന്തെങ്കിലും ഗസ് ഉണ്ടോ? ഗസ് ഉണ്ടെങ്കിൽ വേഗം ആ മുഖം കാണുന്നതിന് മുന്നേ കമന്റ് ഇട്ടോ. അത് മറ്റാരുമല്ല നമ്മുടെ മാക്സ് ആണ്. മാക്സ് സത്യത്തിൽ ഇങ്ങനെ വേറെ ഒരു കിടുക്കൻ ഗെറ്റപ്പിൽ വന്നിങ്ങനെ നിൽപ്പുണ്ടെങ്കിലും അവന് നല്ല പേടിയുണ്ട് ദവോ തനിക്കിട്ട് എന്തെങ്കിലും പണി തരുമോ സത്യങ്ങൾ അറിഞ്ഞു കഴിയുമ്പോഴെന്ന്. അമ്മ അവനെ സമാധാനിപ്പിക്കുന്നുണ്ട്, എല്ലാം അവളുടെ നല്ലതിന് വേണ്ടിയല്ല, അതുകൊണ്ട് കാര്യങ്ങൾ നല്ല രീതിയിൽ അവസാനിച്ചാൽ അവൾ നിന്നോട് ഒരു വഴക്കുണ്ടാക്കില്ല എന്നല്ല. ഇതേസമയം ദവോ അവിടേക്ക് റെഡിയായി വരുന്നു. അവൾ വളരെ എക്സൈറ്റഡ് ആണ്, കാരണം ഒരു വ്യത്യസ്തമായ പാർട്ടി അവള് കുറച്ച് നാളുകൾക്ക് ശേഷം അവളുടെ ഫാമിലി മെമ്പേഴ്സും വേണ്ടപ്പെട്ടവരും ഒക്കെ ആയിട്ട് കൂടാൻ പോവാണ്. അതിന്റെ ഹാപ്പിനെസ്സിൽ അവൾ ഒരുങ്ങി വരുമ്പോ അവളുടെ പിറകിലായി തന്നെ അവൾ കാണാതെ പരം ഉണ്ടായിരുന്നു. പരമിന്റെ പിറകെ തന്നെ ദവോയുടെ ചേട്ടനുണ്ടായിരുന്നു. പരം വെച്ചിരിക്കുന്ന മാസ്ക് മാറ്റി ഈ മാസ്ക് വെച്ചോളാനായി ചേട്ടൻ പറയുമ്പോ അതെന്തിനാണെന്ന് അവൻ ചോദിക്കുന്നുണ്ട്. ഇയാളാണ് അവളുടെ ഫേവറേറ്റ് ആക്ടർ, അതുകൊണ്ട് നീ ഈ മാസ്ക് വെച്ച് പോയാ സംഭവം കാലക്കുമെന്ന് പറഞ്ഞ് ആ മാസ്ക് പരമിന് വെക്കാനായി കൊടുക്കുന്നു. പരം ഇവിടെ ഉണ്ടെന്നോ അവൻ ഏത് മാസ്ക് വെക്കുമെന്നോ ദവോയ്ക്ക് അറിയത്തേ ഇല്ലല്ലോ. അങ്ങനെ പാർട്ടി സ്റ്റാർട്ട് ചെയ്യുന്നു. എല്ലാവരും മാസ്ക് ഒക്കെ വെച്ച് ഡാൻസ് ചെയ്യുകയാണ്. മാക്സ് കറക്റ്റായി ദവോയെ ഒരു സ്ഥലത്ത് കൊണ്ടു നിർത്തി ഡാൻസ് ചെയ്യിപ്പിക്കുമ്പോ അതിനടുത്ത് തന്നെ നമ്മുടെ പരം നിൽപ്പുണ്ട്. പരമിന്റെ സ്റ്റെപ്പൊക്കെ കണ്ട് സത്യം പറഞ്ഞ അത് പരമാണെന്ന് അറിയില്ലെങ്കിലും ആരും ഇങ്ങനെ ഒരു ഡാൻസ് കളിക്കുന്നേന്നുള്ള രീതിയിൽ ആ സ്റ്റെപ്പൊക്കെ കണ്ട് ദവോയ്ക്ക് ചിരി വരുന്നുണ്ട്. ആ സമയം മുതലെടുത്ത മാക്സ് കറക്റ്റ് ആയിട്ട് ദവോയെ പരമിന്റെ അടുത്തേക്ക് വീഴുന്ന പോലെ ഒന്നും അറിയാത്ത രീതിയിൽ തട്ടിയിടുന്നു. അങ്ങനെ അവിടേക്ക് ദവോ വീഴാനായി പോകുമ്പോ പരം
പരം അവളെ പിടിക്കുന്നതും അവിടെ കറണ്ട് കട്ടാവുന്നതും ഒരേ സമയത്താണ്. കറണ്ട് വെറുതെ അങ്ങ് കട്ടായതല്ല, അത് മുത്തശ്ശി ഓഫ് ചെയ്തതാണ്. ഇതെല്ലാം ഇവരുടെ പ്ലാനിങ് പ്രകാരം തന്നെ പോകുന്ന കാര്യങ്ങളാണ്. ആ ഒരു സമയത്ത് പെട്ടെന്ന് ഇന്ന് ഇരുട്ടാവുമ്പോ ദാവോ പേടിക്കുമ്പോ ഓപ്പോസിറ്റ് നിന്ന് അവൾക്ക് നല്ല പരിചയമുള്ള ഒരു ശബ്ദം, പേടിക്കണ്ടെന്ന്, നല്ല പരിചയം ഉണ്ടല്ലോ, പക്ഷെ ഇത് അങ്ങനെ വരാൻ വഴിയില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ ഓർത്തവൾ ആരാ നിങ്ങളെന്ന് ചോദിക്കുമ്പോ ഞാൻ തന്നെയാ ഞാനെന്ന് അവൻ പറയുന്നു. എന്നൊന്ന് ഞെട്ടുന്ന അവൾ വേഗം തന്നെ കൈയെത്തി ആ മാസ്കിന്റെ ചരട് അഴിക്കുന്നു. അപ്പോഴേക്കും കറണ്ട് വരുന്നുണ്ട്. അപ്പോഴാണ് അവൾ പരമിനെ കാണുന്നത്. അവൾ ആകെ ഷോക്കാവുന്നു. ചേട്ടനാകട്ടെ കറക്റ്റ് ടൈമിങ്ങിൽ എല്ലാവരും മാസ്ക് കഴിക്കാനായി മൈക്കിലൂടെ പറയുന്നു. തന്റെ മാസ്ക് കഴിക്കാതിരിക്കാനും പരമിന്റെ മുന്നിൽ നിന്ന് രക്ഷപ്പെടാനും ഒക്കെയായി അവൾ ഇവിടെ നിന്ന് എസ്കേപ്പ് ആവാൻ നോക്കുമ്പോ പറഞ്ഞു കേട്ടില്ലേ മാസ്ക് മാറ്റാനായി, എന്നിട്ട് നീ മാത്രം പോകുന്നതെന്ന് ചോദിച്ച് പരം അവളുടെ മാസ്ക് അങ്ങ് മാറ്റുന്നു. ദവോയ്ക്ക് ഒരുമാതിരി ആവുന്നുണ്ട്. അവള് മുഖം വല്ലാതെ ഒരു വിഷമം പോലെ വെച്ച് അവിടെ നിന്ന് പോകാനായി തുടങ്ങുമ്പോ ചിരിച്ചുകൊണ്ട് പരം അവളുടെ പിറകെ പോകുന്നു. പറ, ഇനിയെങ്കിലും പറ, എന്തിനാ നീ ഫായ് ആയിട്ട് എന്റെ വീട്ടിലേക്ക് എത്തിയതെന്ന് അവൻ ചോദിക്കുമ്പോ അത് കേൾക്കുന്ന അവൾ അത് നിഷേധിക്കുന്നു. ഞാൻ ഫായ് അല്ല, എന്തൊക്കെ ഈ പറയുന്ന, ആരാ ഫായ് എന്നൊക്കെ അവള് ചോദിക്കുമ്പോ വെറുതെ അഭിനയിക്കണ്ട, നീ എന്റെ വീട്ടിലേക്ക് ജോലിക്ക് വന്ന വെറും ഒരു ഫായ് അല്ല എന്ന് എനിക്ക് നീ പനി പിടിച്ച് ഹോസ്പിറ്റലിൽ ആയപ്പോഴേ മനസ്സിലായത്. ആക്ച്വലി അതിന് മുന്നേ മനസ്സിലായെങ്കിലും അന്ന് ഞാൻ നേരിട്ട് അത് കണ്ടതാണ്, നിന്റെ മറുകൊക്കെ ഫേക്ക് ആണെന്നത്. അതിനുശേഷം മുന്നേ നീ വെള്ളത്തിൽ വീണില്ലേ ലൂനെ രക്ഷിക്കാനായി, ആ സമയത്ത് നീ നിന്റെ ഒറിജിനൽ രൂപത്തില് അവിടെ കിടന്ന ടൈം ഞാനാണ് നിന്റെ അടുത്തെത്തി മറുക് വെച്ചതും നിനക്ക് ബാക്കി മേക്കപ്പ് ചെയ്തതും എല്ലാം. എനിക്ക് അപ്പോഴെല്ലാം നീയാണ് എന്റെ ഫിയാൻസി എന്ന കാര്യം മനസ്സിലായിട്ടുണ്ടായിരുന്നു. അപ്പോഴൊക്കെ എനിക്ക് വേണമെങ്കിൽ എന്റെ അമ്മയോ ഇല്ല നിന്റെ വീട്ടുകാരെയോ നേരിട്ട് കൊണ്ടുവന്ന് കാണിച്ചതെല്ലാം ബോധ്യപ്പെടുത്തായിരുന്നു. പക്ഷെ അതിലൊരു ത്രില്ല് എനിക്ക് തോന്നിയില്ല. നീ ഇത്രയും കഷ്ടപ്പെടുമ്പോ അത് ആ രീതിക്ക് അങ്ങ് പോകട്ടെ എന്നാ ഞാൻ കരുതിയത്. പക്ഷെ എല്ലാം ലിമിറ്റ് വിടുന്നു. പറ, നീ ഇതൊക്കെ ചെയ്തിട്ട് എന്ത് നേടിയെന്ന് അവൻ ചോദിക്കുമ്പോ ഞാൻ നിങ്ങളുടെ ഫാമിലിയെ പറ്റി കൂടുതൽ അറിയാനായിട്ടാ ഇതൊക്കെ ചെയ്തത് ആണോ, എന്നിട്ട് നീ എന്തൊക്കെ മനസ്സിലാക്കിയെന്ന് അവൻ ചോദിക്കുമ്പോ നിങ്ങൾ കാശിന് വേണ്ടി മാത്രം എന്നെ വിവാഹം കഴിക്കാൻ സമ്മതിക്കുക, അതിനാ നിങ്ങൾ കാത്തിരിക്കുന്നത് എന്നൊക്കെ എനിക്ക് മനസ്സിലായിട്ടുണ്ട്. അല്ലാതെ എന്നോട് യാതൊരുവിധ താല്പര്യവും നിങ്ങൾക്കില്ല. അങ്ങനെ കാശിന് വേണ്ടി ആഗ്രഹിക്കുന്ന ഒരാളുടെ മുന്നിൽ കല്യാണത്തിന് ഞാൻ സമ്മതിക്കുകയില്ല എന്ന് അവള് പറയുമ്പോ അത് കേൾക്കുന്നവൻ ഒരിക്കലും കാശിന് വേണ്ടി നിന്നെ കല്യാണം കഴിക്കേണ്ട ഒരു ആവശ്യം എനിക്കില്ല, അത് നിന്റെ അടുത്ത് പറഞ്ഞാലും നിന്റെ തലയിൽ ഈ ഒരു അവസ്ഥയിൽ കേറില്ല എന്ന് എനിക്കറിയാം. നിന്നെ ആദ്യം ഞാൻ കാണാൻ വന്നപ്പോഴേ നീ ഒരു വിലയും തരാതെ എങ്ങോട്ടോ ഇറങ്ങിപ്പോയി. അതിനുശേഷം നീ ഒരു ആൾമാറാട്ടം നടത്തി എന്റെ താമസ സ്ഥലത്തേക്ക് എത്തി. അവിടെ എനിക്ക് ആവുന്നത് പ്രശ്നം ഉണ്ടാക്കി. ഇതിന്റെ ഇടയ്ക്ക് എപ്പോഴൊക്കെയോ ഞാൻ നിന്നെ വെറുത്തിരുന്നു. പക്ഷെ പിന്നീട് അങ്ങോട്ട് ആ വെറുപ്പിനേക്കാൾ ഒരുപാട് നീ എന്നെ സ്നേഹിക്കുന്നില്ല, എനിക്കൊരു വിലയും നീ തരുന്നില്ല എന്നറിഞ്ഞിട്ടും ഞാൻ നിന്നെ സ്നേഹിക്കാനായി തുടങ്ങി. അത് നിനക്കും മനസ്സിലായതല്ലേ എന്ന് തന്റെ ഉള്ളിലെ ഇഷ്ടം അവൻ ആ ഒരു മൊമെന്റിലും തുറന്നു പറയുന്നുണ്ട്. അത് കേൾക്കുന്നവൾ അപ്പോഴും കാശിന്റെ കാര്യം പറഞ്ഞു അതിനുവേണ്ടി നിങ്ങൾ എന്തും അഭിനയിക്കുമെന്ന് എനിക്കറിയാം, അത് എന്റെ അടുത്ത് ചെലവാവില്ല എന്ന് ഒരുമാതിരി ആക്ഷേപിച്ച് നടന്നു പോകുമ്പോ ആദ്യമായിട്ടാണ് പരം കരയുന്നത് കാണുന്നത്. പരം പൊതുവെ ചിരിച്ച് അല്ലെങ്കിൽ കരയാതൊക്കെ എങ്ങനെയൊക്കെ എന്തൊക്കെ സിറ്റുവേഷൻ വന്നാലും മാനേജ് ചെയ്ത് കൊണ്ടുപോകുന്ന ഒരാളായിരുന്നു. പക്ഷെ ഇപ്പോ ഇവൾ ഇങ്ങനെ പച്ചയ്ക്ക് അവനെ ആക്ഷേപിക്കുമ്പോ അവന് നല്ല സങ്കടം വരുന്നുണ്ട്. അവളുടെ ഉള്ളിൽ നിറയെ തെറ്റിദ്ധാരണ കയറി കിടക്കാണ്. ആ തെറ്റിദ്ധാരണയ്ക്ക് ഒരുപക്ഷെ തന്റെ അമ്മയും കാരണക്കാരിയാണ് എന്ന് അവൻ അറിയാലോ. കാരണം അമ്മയാണല്ലോ റിക്കയെ പുകച്ച് അടിക്കാനായിട്ട് കാശില്ല, ഭയങ്കര കടമാണ് എന്നൊക്കെ ഒരു നാടകം കളിച്ചത്. അത് ഈ രീതിയിൽ ഇവിടെ അഫക്റ്റ് ആയെന്ന് അമ്മയ്ക്ക് അറിയില്ലല്ലോ. അങ്ങനെ ഇവിടെ കാര്യങ്ങൾ നടക്കുമ്പോ പരമിന്റെ അമ്മയും മാക്സിന്റെ അമ്മയും ഒക്കെ അവിടെ കണ്ടുമുട്ടുന്നുണ്ട് കേട്ടോ. ദവോയുടെ ഫ്രണ്ടാണ് മാക്സ് എന്ന കാര്യം പരമിന്റെ അമ്മയ്ക്ക് അറിയില്ലല്ലോ. അതുകൊണ്ട് തന്നെ എങ്ങനെ നിങ്ങൾ ഈ പാർട്ടിയിൽ വന്നതെന്ന് പരമിന്റെ അമ്മ ചോദിക്കുമ്പോ അത് പിന്നെ ഞങ്ങള് ഡിസ്റ്റന്റ് ആയിട്ട് പരിചയമുള്ളവരാ, റീസെന്റ് ആയിട്ട് ഞങ്ങൾ ഇവിടെ ഒരു ഇടം വരെ വന്നപ്പോ അങ്ങനെ ഈ പരിചയം പുതുക്കി ഇവിടെ വന്ന് അങ്ങനെ പാർട്ടിയിൽ പങ്കെടുത്തതാണെന്നൊക്കെ പറഞ്ഞ് മാക്സ് അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട്. ദവോ ഇവിടെ കാണുന്നില്ലല്ലോ എന്ന് പരമിന്റെ അമ്മ പറയുമ്പോ ദവോയും പരമും സംസാരിക്കാനായി പോയിട്ടുണ്ടെന്ന് മാക്സ് പറയുന്നു. ഈ ഒരു സമയത്ത് അങ്ങോട്ടേക്ക് പരം വരുന്നുണ്ട്. അവന്റെ വരവ് കണ്ട് എന്തായെന്ന് അമ്മ എക്സൈറ്റഡ് ആയി ചോദിക്കുമ്പോ അവൻ മുന്നേ നടന്ന സംഭവങ്ങളൊന്നും അങ്ങനെ പറയുന്നില്ലെങ്കിലും അവന്റെ മുഖത്തുള്ള പന്തികേട് ദവോയുടെ ചേട്ടനും പോമും ഒക്കെ നോട്ടീസ് ചെയ്യുന്നുണ്ട്. മുത്തശ്ശിക്കും അത് പിടികിട്ടിട്ടുണ്ടായിരുന്നു. പരം വന്നു. ദവോ എന്ത് ചെയ്യുന്നു നോക്കാനായി പോകുന്ന മുത്തശ്ശിയോട് അവൾ എനിക്ക് പരമിനെ വേണ്ട, അവൻ കാശിനായിട്ട് എന്നെ വിവാഹം ചെയ്യുന്നത്, അത് മുത്തശ്ശിക്ക് നന്നായിട്ട് അറിയാലോ. മുത്തശ്ശിയല്ലേ അവരുടെ കടബാധ്യതയൊക്കെ തീർക്കാനായിട്ട് കാശ് കൊടുത്തത്. അല്ലെങ്കിൽ കഴിഞ്ഞ ആഴ്ച തന്നെ അവരുടെ വീടിന്റെ ആധാരം ചൂതാട്ടം നടത്തി നഷ്ടപ്പെടുത്തിയത് കൊണ്ട് വീടടക്കം അവരിപ്പോ നേടിയെടുത്തേനെ. അതിൽ നിന്ന് അവരെ രക്ഷിച്ചത് മുത്തശ്ശിയല്ലേ. അതുകൊണ്ടല്ലേ മുത്തശ്ശി ഇപ്പൊ കട്ടായും എന്നെ കൊണ്ട് കല്യാണം കഴിപ്പിക്കാനായിട്ട് നോക്കുന്നതെന്നെല്ലാം അവൾ ഇങ്ങനെ പറയുമ്പോ ആ സമയത്ത് മുത്തശ്ശി അത് കേട്ട് അവളോട് ഇതെല്ലാം നിന്റെ തെറ്റിദ്ധാരണയാണെന്നും റിക്കയെ ഓടിക്കാനായിട്ട് പരമിന്റെ അമ്മ ഇനി അവള് കാശ് കണ്ടിട്ട് നടത്തുന്ന നാടകമാണ് അതെന്ന് മനസ്സിലാക്കി അതിനുള്ള ഒരു വഴിയായി കണ്ടെത്തിയതായിരുന്നു ആ ഒരു കടത്തിന്റെ കാര്യം, അല്ലാതെ മറ്റൊന്നുമില്ല. വെറുതെ നീ തെറ്റിദ്ധരിച്ച് ആവശ്യമില്ലാതെ കാര്യങ്ങൾ കുളമാക്കരുതെന്ന് മുത്തശ്ശി പറയുമ്പോ ഇത് കേട്ട് അവൾ വളരെ ഷോക്കാവുന്നു. കാരണം മുന്നേ പരമിനെ ഈ കാര്യത്തിന്റെ പേരിൽ കുറെ ചീത്ത പറഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നതല്ലേ ഉള്ളൂ. അവൾ അത് മനസ്സിലാക്കി ആകെ സങ്കടപ്പെടുകയാണ്. അവളുടെ കണ്ണൊക്കെ നിറഞ്ഞു വരുന്നുണ്ട്. ഇതേ ടീം ഇവിടേക്ക് പരമും വന്നിട്ടുണ്ടായിരുന്നു. അവൻ ഈ സംഭാഷണവും കേട്ടിരുന്നു. അവൻ പക്ഷെ റൂമിനകത്തേക്ക് കയറാതെ പുറത്തു തന്നെ നിൽക്കുകയാണ്. ദവോ കരയുന്നത് കണ്ട് മുത്തശ്ശി അമ്മയും നിനക്ക് അവനെ വേണോ വേണ്ടയോ എന്ന് നമുക്ക് പിന്നെ നോക്കാം, എന്തായാലും ഇപ്പൊ നീ അവനെ പറഞ്ഞതിനൊക്കെ മാപ്പ് ചോദിക്കണം. നിന്റെ മുഖം കണ്ടാൽ തന്നെ അറിയാലോ നീ വളരെ ഓവറായിട്ട് സംസാരിച്ചെന്ന്. അതുകൊണ്ട് അവനോട് അതിന്റെ പേരിൽ നീ സംസാരിക്കണം, എന്നിട്ട് ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കാന്ന് പറഞ്ഞ് മുത്തശ്ശി അമ്മയും പുറത്തേക്ക് ഇറങ്ങുമ്പോ അവിടെ പരമിനെ കാണുന്നു. പരമിനോട് അവർ പോയി സംസാരിക്കാനായി പറഞ്ഞ ശേഷം പുറത്തേക്ക് പോകുമ്പോ ദവോ നിൽക്കുന്ന മുറിയിലേക്ക്
പരം വരുന്നു. അവൾ തിരിഞ്ഞു നിന്ന് കരയുന്നത് കാണുന്നവൻ അവളെ വിളിക്കാന്നോർത്ത് കൈ ഉയർത്തുന്നുണ്ടെങ്കിലും തൊട്ട് വിളിക്കാതെ പേരാണ് വിളിക്കുന്നത്. അതിനുശേഷം ഒരിക്കലും നിന്റെ കാശ് കണ്ടിട്ടോ ഒന്നുമല്ല ഞാൻ നിന്നെ ഇഷ്ടപ്പെട്ടത്. നിന്നെ ഞാൻ കൂടുതലും ഇഷ്ടപ്പെട്ടത് നിന്നെ ഫായ് ആയി കണ്ടപ്പോഴാണ്. അതുകൊണ്ട് തന്നെ നിന്റെ സൗന്ദര്യം കണ്ടിട്ടാണെന്നും ഒരിക്കലും ആ ഒരു ഇഷ്ടത്തെ ഡിഫൈൻ ചെയ്യാൻ കഴിയില്ല. നിന്റെ ക്യാരക്ടർ അതെനിക്ക് ഒരുപാട് ഇഷ്ടമായി. നിന്റെ കുറുമ്പുകളും എനിക്ക് ഒരുപാട് ഇഷ്ടമായി. അതുകൊണ്ട് ഞാൻ പറയുക എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണ് എന്ന് കരുതി നീ എന്നെ വിവാഹം ചെയ്യണമെന്ന് ഞാൻ ഒരിക്കലും വാശി പിടിക്കില്ല. നീ ഹാപ്പി ആയിട്ടിരുന്നാൽ മതി. അതിന് ഞാൻ നിന്നെ വിവാഹം ചെയ്യാതിരിക്കുന്നതാണ് നിനക്ക് സന്തോഷമെങ്കിൽ അങ്ങനെ തന്നെ ആവട്ടെ, എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്നും പറഞ്ഞ് അവൻ പതിയെ പുറത്തേക്ക് ഇറങ്ങുന്നു. ഇത്രയും കേട്ടിട്ടും ദവോ ഒന്നും മിണ്ടാതെ കരഞ്ഞുകൊണ്ട് നിൽക്കുന്നത് പോലെ തന്നെ ഇപ്പൊ പുറത്തേക്ക് എത്തുന്ന പരമിന്റെ കണ്ണുകൾ വീണ്ടും നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു. പരമിന്റെ അമ്മയും ദവോയുടെ അമ്മയും മുത്തശ്ശിയും ഒക്കെ സംസാരിച്ചിരിക്കുന്നതാണ്. ആ ഒരു സമയത്ത് പാർട്ടിക്ക് വിളമ്പിയിരിക്കുന്ന ഫുഡൊക്കെ പരമിന്റെ അമ്മയ്ക്ക് വളരെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അതൊക്കെ കഴിക്കുന്ന പരമിന്റെ അമ്മ എന്റെ വീട്ടിലെ ഫായുടെ കുക്കിംഗ് ഭയങ്കര സൂപ്പർ ആണെന്നൊക്കെ സംസാരിക്കുന്നുണ്ട്. കൂട്ടത്തിൽ ഇവിടുത്തെ കുക്കീസ് സൂപ്പർ ആയിട്ടുണ്ടെന്ന് പറയുമ്പോൾ കുറച്ച് പാഴ്സൽ തന്നുവിട്ടാൽ നല്ലതായിരുന്നെന്നും കൂടി പരമിന്റെ അമ്മ പറയുന്നുണ്ട്. അത് കേട്ട് ദവോയുടെ അമ്മ ശരി പാഴ്സൽ എടുക്കാന്നും പറഞ്ഞു പോകുന്നു. ആ ഒരു സമയത്ത് അങ്ങോട്ടേക്ക് വരുന്ന പരം അമ്മയോട് വാ അമ്മ വേഗം പോവാന്ന് പറഞ്ഞ് എല്ലാവരോടും യാത്ര പറയാണ്. കൂടാതെ അവൻ മാറി നിന്ന് ദവോയുടെ ചേട്ടനോട് സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന പോമിന്റെ അടുത്തേക്കും ചെന്ന് നമുക്ക് പോകാമെന്ന് പറയാണ്. അതെന്താ പാർട്ടി കഴിഞ്ഞില്ലല്ലോ എന്ന് ദവോയുടെ ചേട്ടൻ ചോദിക്കുമ്പോൾ അർജന്റ് വർക്ക് ഉണ്ടെന്ന് പറഞ്ഞ് പരം പോകാൻ ധൃതി കാണിക്കുകയാണ്. ഈ സമയം പരമിന്റെ അമ്മ ശരി ഞങ്ങൾ പോവാണെന്ന് പറഞ്ഞ് എല്ലാവരോടും യാത്ര പറയുമ്പോൾ ദവോയുടെ അമ്മ അവർ ആവശ്യപ്പെട്ടതുപോലെ കുക്കീസ് പാക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പോമും ഇവിടെ ദവോയുടെ മുത്തശ്ശിയുടെ ഒക്കെ അടുത്തെത്തി പോയിട്ട് വരാന്നൊക്കെ പറഞ്ഞ് യാത്ര പറഞ്ഞ് ഇറങ്ങാണ്. വണ്ടിയുടെ അടുത്തേക്ക് നടക്കുന്ന ടീം പരമിന്റെ അമ്മ അവനോട് എന്ത് പറ്റിയടാ നീ അവളോട് സംസാരിക്കാൻ പോയിട്ട് എന്തിപ്പോ പെട്ടെന്ന് പോകാന്ന് പറയുന്നത് എന്നെല്ലാം ചോദിക്കുമ്പോൾ അവൾക്ക് എന്നെ ഇഷ്ടമല്ല, എന്നെ ഇഷ്ടമില്ലാത്ത അവളെ എന്തിനാ നമ്മൾ വീണ്ടും വീണ്ടും ഈ കല്യാണത്തിന്റെ കാര്യം പറഞ്ഞ് ബുദ്ധിമുട്ടിക്കുന്നത്? ഈ കല്യാണത്തിന്റെ കാര്യം അങ്ങ് മറന്നു കളഞ്ഞേക്ക്. അവള് ഹാപ്പി ആയിട്ട് എങ്ങനെയാന്ന് വെച്ചാൽ ഇരിക്കട്ടെ. വെറുതെ ഇഷ്ടമില്ലാത്ത അവളെ എന്റെ ലൈഫിലോട്ട് കൊണ്ടുവന്ന് വീണ്ടും കഷ്ടപ്പെടുത്താൻ എനിക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞ് അവൻ വളരെ അപ്സെറ്റ് ആയി സംസാരിക്കുന്നു. ഈ സംസാരം കേൾക്കുന്ന പോമും ആന്റി കല്യാണത്തിന് അവൾക്ക് ഇഷ്ടമല്ലെങ്കിൽ എന്ത് തന്നെ നമ്മൾ നിർബന്ധിച്ച് ഈ ഒരു വിവാഹം നടത്തിയാലും അവരുടെ ലൈഫ് നേരെ ചൊവ്വേ പോവില്ല. അതുകൊണ്ട് വെറുതെ രണ്ടുപേരുടെയും ലൈഫ് നശിപ്പിക്കുന്ന ഒരു ഡിസിഷൻ എടുക്കാതിരിക്കുന്നതല്ലേ നല്ലതെന്ന് പരമിന്റെ അമ്മയോട് പറയുമ്പോൾ പരമിന്റെ അമ്മയ്ക്ക് ഇതൊന്നും തന്നെ ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. അവർ വളരെ വിഷമത്തിൽ കാറിനകത്തേക്ക് കയറുന്നു. എന്തായാലും നടന്ന കാര്യങ്ങളെ പറ്റി ദവോയുടെ വീട്ടിലും ഡിസ്കഷൻ നടക്കുന്നുണ്ട്. അച്ഛനും അമ്മയും മുത്തശ്ശിയും ചേട്ടനും കൂടി സംസാരിക്കുമ്പോൾ നല്ല രീതിയിൽ കാര്യങ്ങൾ വരാനായി ഒരുക്കിയ ഈ ഒരു പാർട്ടി ഇപ്പൊ ഇങ്ങനെ ആയല്ലോ എന്ന് സത്യത്തിൽ അവർക്ക് സങ്കടം ഉണ്ടെങ്കിലും മുത്തശ്ശിക്ക് നേരിയ ഒരു പ്രതീക്ഷ നടന്ന കാര്യങ്ങൾ കൂട്ടി വായിക്കുമ്പോഴുണ്ട്. അതുകൊണ്ട് തന്നെ മറ്റുള്ളവരോട് വെറുതെ ടെൻഷൻ അടിച്ച് ഉറക്കം കളയണ്ട, എല്ലാരും പോയി റെസ്റ്റ് എടുക്കാനായി പറയുന്നു. അങ്ങനെ പിന്നീട് നമ്മൾ ദവോയെ കാണുമ്പോൾ അവൾ ഉറങ്ങാനായി കിടക്കുകയാണെങ്കിലും ഉറക്കം വരുന്നില്ല. തിരിഞ്ഞും മറിഞ്ഞും ചെരിഞ്ഞും കിടന്നൊക്കെ ഉറങ്ങാനായി നോക്കുന്ന അവളുടെ കാതുകളിൽ പരം അവളെ ഇഷ്ടമാണെന്ന് പറഞ്ഞ വാക്കുകളാണ് ഇപ്പൊ മുഴങ്ങുന്നത്. ഒരു സ്വസ്ഥതയില്ലാതെ എഴുന്നേറ്റിരിക്കുന്ന അവൾ അവിടെ തന്നെയുള്ള മാക്സിന്റെ റൂമിലേക്ക് ചെല്ലുന്നു. കഥക് തട്ടി വിളിച്ച് അകത്തേക്ക് കയറുന്ന അവളെ കണ്ട് എന്ത് ഈ സമയത്ത് ഇവൾ ഇങ്ങനെ വരുന്നതെന്ന് മാക്സ് ചിന്തിക്കുന്നുണ്ട്. വന്ന പാടെ അവൾ ഇരുന്ന് കരച്ചിലോട് കരച്ചില്ല. എന്ത് നിന്റെ പ്രശ്നം? ഇത്രയും നാള് കല്യാണം വേണ്ടാന്ന് പറഞ്ഞല്ലേ വിഷയം ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. ഇപ്പൊ ദേ നീയായിട്ട് അവന്റെ മുഖത്ത് നോക്കി അവനെ ഇഷ്ടമല്ല കല്യാണം പറ്റില്ല എന്ന് പറയുകയും ചെയ്തു. അതിപ്പോ നിന്റെ വീട്ടുകാരും അറിഞ്ഞു, അവന്റെ വീട്ടുകാരും അവൻ മൂലം അറിഞ്ഞു കാണും. ഇപ്പൊ എല്ലാ കാര്യങ്ങളും നീ വിചാരിച്ചതുപോലെ നടന്നിട്ടും നീ എന്തിനാ അറിയുന്നത് എന്ന് മാക്സ് ചോദിക്കുമ്പോൾ എനിക്ക് അറിയില്ല എന്ന ഉത്തരം മാത്രമേ അവൾക്ക് നൽകാൻ കഴിയുന്നുള്ളൂ. അത് കേൾക്കുന്ന മാക്സ് അത് കൊള്ളാം, ഇഷ്ടമല്ലാത്ത കല്യാണം വേണ്ടാന്ന് വെപ്പിച്ചിട്ടും ഇങ്ങനെ കരയുകയാണെങ്കിൽ അതിന്റെ അർത്ഥം എന്താണെന്ന് നീ ഒന്ന് ആലോചിച്ച് നോക്കുന്ന അവൻ പറയുമ്പോ കരച്ചിൽ നിർത്തി കണ്ണുനീര് തുടച്ചവള് അത് പിന്നെ എനിക്ക് പരമനെ ഇഷ്ടമാണ് നമ്മൾ പെട്ടെന്ന് അങ്ങനെ എടുത്തടിച്ച് പറയുന്നുണ്ട്. അത് കേൾക്കുന്ന മാക്സ് ആക്ച്വലി ആ ഒരു ഉത്തരം പ്രതീക്ഷിച്ച് തന്നെയാണ് ആ ഒരു ചോദ്യം ചോദിച്ചത്. അതുകൊണ്ട് തന്നെ അവൻ ഇതൊക്കെ എനിക്ക് മുന്നേ അറിയാവുന്ന കാര്യമല്ല, ഇപ്പോഴേലും ഇതൊന്നും നീ മൊഴിഞ്ഞല്ലോ എന്നുള്ള ഭാവത്തിൽ അവിടെ ഇരുന്ന് ചിരിക്കുന്നുണ്ട്. ആക്ച്വലി ഈ ഒരു മാസ്റ്റർ പ്ലാൻ തന്നെ ഇവർ എക്സിക്യൂട്ട് ചെയ്തത് ഇവളുടെ വായിന്ന് അതൊന്ന് പുറത്തു കൊണ്ടുവരാനായിട്ടൊക്കെ ആണല്ലോ. കാരണം ദവോയുടെ ചേട്ടന് മുന്നേ പറഞ്ഞിരുന്നല്ലോ അവൾക്ക് അവനോട് ഇഷ്ടമുണ്ട്, അതൊന്ന് തുറന്നു പറയേണ്ട താമസേ ഉള്ളെന്ന്. എന്തായാലും ആകെപ്പാടെ കാര്യങ്ങള് ഇങ്ങനെ ഒന്ന് കലക്കി എടുത്തിട്ടാണ് അവൾ ഇപ്പോ മാക്സിനോടെങ്കിലും ആ ഒരു ഇഷ്ടം തുറന്നു പറഞ്ഞതെന്ന് മാത്രം. മാക്സ് ആ ഒരു കാര്യം ആലോചിച്ചിരിക്കുമ്പോ ദവോ അവനെ 2-3 വിളി വിളിച്ചു കഴിഞ്ഞാണ് അവൻ ആ ഒരു ചിന്തയുടെ ലോകത്തിൽ നിന്ന് റിയാലിറ്റിയിലേക്ക് എത്തുന്നത്. എന്തായാലും ഇനി ബാക്കി എന്ത് ചെയ്യണമെന്ന് ഞാൻ നിനക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ എന്ന് മാക്സ് പറയുമ്പോൾ അവൾ അത് കേട്ട് ചിരിക്കുന്നുണ്ട്. അടുത്ത ദിവസം രാവിലെ തന്നെ അവൾ ഇവിടെ നിന്ന് തിരിച്ചു പോകാനായി ഒരുങ്ങി നിൽക്കുമ്പോൾ നീ എല്ലാം നിർത്തുവല്ലേ, പിന്നെ വീണ്ടും പോകേണ്ട ആവശ്യമുണ്ടോ എന്ന് മുത്തശ്ശി ചോദിക്കുമ്പോൾ മുത്തശ്ശി പരമിന്റെ അമ്മയ്ക്ക് ഫായിയെ വലിയ ഇഷ്ടം, അവളെ പെട്ടെന്ന് അങ്ങനെ കാണാതായ അമ്മയ്ക്ക് അത് സഹിക്കാൻ പറ്റില്ല, അതുകൊണ്ട് കാര്യങ്ങളൊന്നും വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്തിട്ട് ഞാൻ വരാമെന്ന് അവൾ പറയുന്നു. അവള് പരമിന് ഇഷ്ടമാണെന്നുള്ള കാര്യം ഇപ്പൊ ഇവിടെ പറയുന്നില്ല. ഇൻ കേസ് ഇനി അവൾക്ക് ഇഷ്ടമുള്ള കാര്യം അവൻ അറിഞ്ഞു കഴിയുമ്പോൾ അവൻ ഇനി ഇത് വേണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെയും അവിയൽ പരുവത്തിൽ കാര്യങ്ങൾ ആവണ്ടെന്ന് വിചാരിച്ചിട്ടാ. എന്തായാലും അവള് പോകാനായിട്ട് നിൽക്കുമ്പോൾ ചേട്ടൻ അവളോട് സംസാരിക്കാൻ ചെല്ലുന്ന ടീം നീ എന്റെ മുന്നിൽ നിന്ന് മാറി നിന്ന് എല്ലാ കൊനിഷ്ടം ഒപ്പിച്ചു വെച്ചത് നീയാണെന്ന് എനിക്കറിയാം, അതുകൊണ്ട് തൽക്കാലം എന്റെ മുന്നിൽ വരാതിരിക്കുന്ന നിനക്ക് നല്ലതെന്ന് അവൾ ചേട്ടനെ ഭീഷണിപ്പെടുത്തുന്നു. എന്തായാലും അവൾ അങ്ങനെ ഇവിടെ നിന്ന് പുറപ്പെടുമ്പോ മുത്തശ്ശിക്ക് അവളുടെ മുഖത്തിൽ ഒരു മാറ്റം മനസ്സിലാവുന്നുണ്ട്. അവളുടെ ഉള്ളില് പ്രണയം മുട്ടിട്ടു എന്നതിന്റെ. എന്തായാലും അങ്ങനെ ഇവിടെ കാര്യങ്ങൾ നടക്കുമ്പോൾ പരമന്റെ വീട്ടിലാകട്ടെ ആരും ഇല്ലാത്ത അവസരം മുതലെടുത്ത് നമ്മുടെ ലു അവളുടെ ബോയ് ഫ്രണ്ടുമായിട്ട് ടൈം സ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. രണ്ടുപേരും അങ്ങനെ സ്വർഗത്തിലേക്ക് വരാൻ കട്ടുറുമ്പുകൾ ഒന്നും ഇല്ലാത്ത ധൈര്യത്തിൽ അവിടെ ഉള്ള സമയത്താണ് കാറിന്റെ ഹോൺ അടി ശബ്ദം കേൾക്കുന്നത്. അയ്യോ ഡോക്ടറും മേഡവും വന്നു എന്ന് ആ
ആകെ ടെൻഷൻ ആവുന്നല്ലോ. വെപ്രാളം പിടിക്കുമ്പോ അവളുടെ ബോയ് ഫ്രണ്ട് പെട്ടെന്ന് ഒളിക്കാനായിട്ട് നോക്കുന്നുണ്ട്. കട്ടിലിന്റെ അടി ഒളിക്കാൻ പറ്റുന്നില്ല, ടേബിളിന്റെ അടി ഒളിക്കാൻ പറ്റുന്നില്ല. ബാത്റൂമിനകത്ത് ഒളിക്കാന്ന് വിചാരിച്ച് അവൻ പോകുമ്പോ ലൂ അവനെ തടയുന്നു. ഹലോ, നീ എന്തിനാ ഒളിക്കുന്നത്? നീ എന്റെ ബോയ് ഫ്രണ്ട് അല്ലേ, എന്നെ ഫ്യൂച്ചറിലെ കല്യാണം കഴിക്കാൻ പോകുന്ന ആള്, എന്റെ ഫിയാൻസി. നീ ഒളിക്കേണ്ട ആവശ്യം എന്താണെന്ന് അവള് പറയുമ്പോ ശരിയല്ലേ, എന്നാലും വേണ്ട, ഞാൻ ഒളിക്കാന്ന് പറഞ്ഞ് അവൻ അവിടെ നിന്ന് മുങ്ങാനായിട്ട് നോക്കുമ്പോ അതൊന്നും വേണ്ട, നീ ഇന്ന് ധൈര്യമായിട്ട് ഇവരുടെ മുന്നിൽ വന്ന് എന്നെ പെണ്ണ് ചോദിക്കണം. അങ്ങനെ നമ്മുടെ റിലേഷൻ നീ ഇവരോട് പറയണം. എങ്കിൽ മാത്രമേ ഇവര് മുഖാന്തരം എന്റെ അമ്മയുടെ അടുത്ത് കാര്യങ്ങൾ അവതരിപ്പിച്ച് നമ്മുടെ കല്യാണം പെട്ടെന്ന് നടക്കത്തുള്ളൂ. എങ്ങാണം പെണ്ണ് ചോദിക്കാൻ വരാതെ എന്തെങ്കിലും എക്സ്ക്യൂസ് പറഞ്ഞ് മുങ്ങാനാ നിന്റെ പ്ലാനെങ്കിൽ സ്റ്റിക്കറാക്കി ഞാൻ ചുവരി ഒട്ടിക്കുമെന്ന് അവൾ അവനെ ഭീഷണിപ്പെടുത്തി നേരെ അവിടെ വന്നിരിക്കുന്ന പരമിന്റെയും അമ്മയുടെയും ഒക്കെ മുന്നിലേക്ക് കൊണ്ടങ്ങിരുത്തുന്നു. അതല്ല മാഡം, ഇവള് എന്റെ ഫ്യൂച്ചർ വൈഫ് ആകാനും ഞാൻ ഇവളുടെ ഫ്യൂച്ചർ ഹസ്ബൻഡ് ആവാനും ആഗ്രഹിക്കുന്നു. നിങ്ങൾ ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് ബോയ് ഫ്രണ്ട് പറയുമ്പോ സത്യം പറഞ്ഞ എനിക്ക് ചിരി അടക്കാൻ വയ്യ. പരമിന്റെ അമ്മയുടെ ഒരു ചോദ്യമുണ്ട്. നിങ്ങൾ തമ്മില് ഭയങ്കര ഇഷ്ടമാണെന്ന് മനസ്സിലായി, പക്ഷെ ഇങ്ങനെ ഡ്രസ്സ് മാറ്റിയിടാൻ മാത്രമായി ഇഷ്ടം വളർന്നു എന്ന് അറിഞ്ഞില്ലായിരുന്നു എന്ന് പരമിന്റെ അമ്മ പറയുമ്പോഴാണ് ലൂവും അവളുടെ ബോയ് ഫ്രണ്ടും അവരിട്ടിരിക്കുന്ന ഡ്രസ്സ് മാറിപ്പോയ കാര്യം മനസ്സിലാവുന്നത്. മുന്നേ രണ്ടുപേരും മാത്രമുള്ളപ്പോ പെട്ടെന്ന് ഇവര് വന്ന വെപ്രാളത്തില് ഡ്രസ്സ് എടുത്തിട്ടപ്പോ അതങ്ങ് മാറിപ്പോയതാണ്. അവര് രണ്ടും ആകെ ചമ്മി ഒന്നും പറയണ്ടല്ലോ. ഇത് കണ്ട് പോമിനും പരമിനും ഒക്കെ ചിരി വരുന്നുണ്ട്. അതെ, കല്യാണത്തിന് മുന്നേ ആവശ്യമില്ലാത്ത പരിപാടി വല്ല ഒപ്പിച്ചു വെക്കില്ല എന്നെല്ലാം പരമിന്റെ അമ്മ വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ഫായ് എവിടെ എന്ന കാര്യം അമ്മ ഓർക്കുന്നത്. എവിടെ ഫായ് നമ്മ ചോദിക്കുമ്പോ പെട്ടെന്ന് അയ്യോ എന്ത് പറയുന്ന പരമിനും പോമിനും ആകെ ടെൻഷൻ ആവുന്നു. പരമിന് അറിയാലോ അവളിപ്പോ എല്ലാ കാര്യങ്ങളും സോർട്ട് ഔട്ട് ചെയ്തു, ഇനി കല്യാണം വേണ്ടാന്ന് തീരുമാനിച്ചതുകൊണ്ട് അവള് വരില്ല എന്ന്. പക്ഷെ അവന്റെ പ്രതീക്ഷയെ തെറ്റിച്ചുകൊണ്ട് കറക്റ്റ് ആ സമയത്ത് അവിടേക്ക് അവള് ദേ വന്ന് നിൽപ്പുണ്ട്. അവള് വീണ്ടും ഫായുടെ രൂപത്തിൽ വന്ന് നിൽക്കുന്നത് കണ്ട് പരമും പോമും ഒക്കെ അന്തം വിടുന്നു. ഇവളെല്ലാം വേണ്ട നിർത്തിയെന്ന് പറഞ്ഞിട്ട് പിന്നെ ഇങ്ങനെ വരേണ്ട കാര്യം ഇവൾക്ക് എന്താണെന്നാണ് അവന് തോന്നുന്ന ഡൗട്ട്. ഞാനേ മേഡം വരുന്നത് അറിഞ്ഞുകൊണ്ട് തന്നെ മേഡത്തിന് ഫ്രഷ് ജ്യൂസ് പ്രിപ്പയർ ചെയ്യാനായിട്ട് മാർക്കറ്റിൽ ഫ്രൂട്ട്സ് വാങ്ങാൻ പോയിരിക്കായിരുന്നു എന്ന് അവൾ ഇങ്ങനെ ഒരു കള്ളം പറയുന്നുണ്ട്. അവൾ ഇങ്ങനെ ഇവിടെ ഇല്ലായിരുന്നു എന്ന കാര്യമൊന്നും പരമിന്റെ അമ്മയ്ക്ക് അറിയില്ലല്ലോ. എന്തായാലും ആ ഒരു സമയത്ത് അവളെ ഇങ്ങനെ കണ്ട് പരം ഒരുമാതിരി നോക്കുന്നത് പോലെ തന്നെ സൈഡിലിരുന്ന പോമും നോക്കുന്നുണ്ട്. രണ്ടിന്റെ നോട്ടം കണ്ട് അവളൊന്ന് പതറുന്നുണ്ടെങ്കിലും പരമിന്റെ നോട്ടത്തിന്റെ അർത്ഥം അവൾക്കറിയാം. പോം ഇങ്ങനെ നോക്കുമ്പോ അവൾക്കൊരു ഡൗട്ട്, ഇനി പോമിനും താൻ യഥാർത്ഥത്തിൽ ആരാണെന്ന് അറിഞ്ഞിട്ടുണ്ടാവോ, അതുകൊണ്ടായിരിക്കോ അവൾ ഇങ്ങനെ നോക്കുന്നതെന്ന്. എന്തായാലും അവള് പുറത്ത് ലൂവിനോടും അവളുടെ ബോയ് ഫ്രണ്ടിനോടും സംസാരിച്ച് നിൽക്കുമ്പോൾ അവിടേക്ക് പരം വരുന്നു. പക്ഷെ അത് ഫായ് കാണുന്നില്ല. ലൂവും ബോയ് ഫ്രണ്ടും അത് കണ്ട് നൈസ് ആയിട്ട് സ്കൂട്ടാവുകയാണ്. ഇവരെന്തിപ്പോ ഇത് മുങ്ങുന്നതെന്ന് ചിന്തിച്ച് തിരിയുമ്പോഴേക്കും പരം അവളുടെ തൊട്ടടുത്ത് വന്ന് നിൽപ്പുണ്ടായിരുന്നു. അപ്പോഴേക്കും അവൾ പരമിനെ ഇടിക്കുന്നു. അവൾ മുഖം കൊടുക്കാതെ മാറാനായി നോക്കുമ്പോ എന്തിനിപ്പോ നീ വന്നതെന്ന് പരം അവളോട് ചോദിക്കുന്നുണ്ട്. അത് പിന്നെ ഇവിടുത്തെ അമ്മയ്ക്ക് വേണ്ടിയാ. ഫായെ അമ്മയ്ക്ക് വലിയ ഇഷ്ടം, അതുകൊണ്ട് ഒരു യാത്ര പോലും പറയാതെ അവസാനമായി നന്നായി ഒന്ന് കാണാതെ അങ്ങനെ എല്ലാം അവസാനിപ്പിച്ച് പോകുന്നത് ശരിയല്ലാന്ന് എനിക്ക് തോന്നി. ഇന്ന ലാസ്റ്റ് അമ്മയ്ക്കൊന്ന് കുക്ക് ചെയ്ത് കൊടുത്തിട്ട് ഞാൻ പൊക്കോളാന്ന് അവള് പറയുമ്പോ നീ ഇപ്പോഴും എന്ത് സെൽഫിഷ് ആയിട്ടാ ചിന്തിക്കുന്നത്? ഫായെ പറ്റി മോശമായിട്ടൊന്നും വിചാരിക്കാതിരിക്കാനായിട്ട്, ഫായുടെ ഇമേജ് സംരക്ഷിക്കാനായിട്ടല്ലേ നീ ഇത് ചെയ്യുന്നത്? ഇത്രയും നാള് ഇത്രയും കള്ളം പറഞ്ഞ് നീ എന്റെ പാവം അമ്മയെ പറ്റിച്ചു. അമ്മ ഫായ് എന്ന് പറഞ്ഞ ഒരു വീട്ടുജോലിക്കാരിയായിട്ട് പോലും ജീവൻ കളഞ്ഞ് എത്ര ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും വീണ്ടും വേദനിപ്പിക്കാനും വീണ്ടും വീണ്ടും ആ മുഖത്ത് നോക്കി ഇങ്ങനെ കള്ളം പറയാനും നിനക്ക് മനസ്സ് വരുന്നുണ്ടല്ലോ എന്ന് പരം അവളോട് ദേഷ്യപ്പെടുകയാണ്. അത് കേട്ട് ഒന്നും മിണ്ടാതെ അവൾ പോകുന്നുണ്ട്. പക്ഷെ കണ്ണുകൾ അപ്പോ നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു. അപ്പോഴേക്കും മാക്സിന്റെ വീട്ടിലേക്ക് ചെന്ന ലൂവും ബോയ് ഫ്രണ്ടും പരമിന്റെ മുന്നിൽ ഫായ് പെട്ടിട്ടുണ്ട് എന്ന കാര്യം അറിയിക്കുമ്പോൾ മാക്സിന് യാതൊരു റിയാക്ഷനും ഇല്ല. അത് കാണുമ്പോൾ ഇവർക്കും എന്തോ പന്തികേട് പോലെ തോന്നുന്നുണ്ട്. ഇനി ഇവരറിയാതെ എന്തെങ്കിലുമൊക്കെ ഇപ്പോ സംഭവിച്ചിട്ടുണ്ടോ എന്ന്. അപ്പോഴേക്കും പരമിന്റെ അമ്മയ്ക്കൊക്കെയായി ഫുഡ് കുക്ക് ചെയ്യുന്ന ഫായ് പരം മുന്നേ ഇവളെ സെൽഫിഷ് എന്ന് പറഞ്ഞത് പാവം അമ്മ ഇവൾ ഇത്രയും സ്നേഹിച്ചിട്ടും അമ്മയുടെ മുഖത്ത് നോക്കി ഒരു ഉളുപ്പില്ലാതെ കള്ളങ്ങൾ പറയുന്നു എന്ന് കുറ്റപ്പെടുത്തിയതും ഒപ്പം അമ്മ ഇവളോട് എത്ര സ്നേഹത്തോടെയാണ് പെരുമാറുന്നത് എന്ന കാര്യങ്ങളൊക്കെ ആലോചിച്ചിട്ട് അവൾക്ക് സങ്കടം സഹിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ പിന്നീട് നമ്മൾ കാണുന്നത് റിക്ക പരമിന്റെ വീടിന്റെ മുന്നിൽ വന്ന് നിൽക്കുന്നതാണ്. ഗേറ്റിന്റെ അവിടേക്ക് അത് തുറക്കാനായി ഫായ് പോകുന്നുണ്ട്. ആ ഒരു സമയത്ത് നിന്നെ ഞാനന്ന് അടിച്ചിറക്കി വിട്ടിട്ട് പോലും നാണോ മാനോ ഇല്ലാതെ നീ വീണ്ടും വന്നല്ലേ, എന്തായാലും ഇത് ലാസ്റ്റാ, ഇത്തവണ നീ പുറത്ത് തന്നെ അടിയെന്ന് റിക്ക ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോ ഡയലോഗ് അടിക്കാനായിട്ടാണോ വന്നത്? എങ്കിൽ അവിടെ തന്നെ ഒന്നോ ഗേറ്റ് തുറക്കാൻ സൗകര്യം ഇല്ലാന്ന് ഫായ് പറയുമ്പോ മര്യാദയ്ക്ക് തുറക്കടി, ഞാൻ മാത്രമല്ല വേറൊരു ഗസ്റ്റും കൂടി വരാനുണ്ട്, ഒരു സ്പെഷ്യൽ ഗസ്റ്റ് എന്ന് റിക്ക പറയുമ്പോ ആരാണ് ആ ഗസ്റ്റ് എന്ന് അറിയാനുള്ള താല്പര്യം ഒന്നും ഫായ്ക്കില്ല. അവള് ഗേറ്റ് തുറന്നിട്ട് നേരെ പരമിന്റെ അടുത്തേക്ക് ചെന്ന് നിങ്ങളുടെ ഫിയാൻസി പുറത്ത് വന്ന് നിൽപ്പുണ്ടെന്ന് പറയുന്നു. അത് കേൾക്കുന്നവൻ അവളെ ഒന്ന് നോക്കിയിട്ട് ഫിയാൻസിയോ, നീ എന്താ എന്നെ കളിയാക്കാണോ എന്ന് ചോദിക്കുമ്പോ അല്ലല്ല നിങ്ങളുടെ ഫിയാൻസിയാണ് റിക്ക, നിങ്ങൾ അവളെ കല്യാണം കഴിക്കാൻ പോവാ എന്നൊക്കെ നാട്ടിൽ പാട്ടല്ലേ. അവൾ ഇടയ്ക്കിടയ്ക്ക് പനി പിടിച്ചിരിക്കുമ്പോ ചൂടുണ്ടോ എന്ന് നോക്കുന്നത് പോലെ ഈ ഒരു കാര്യം പ്രസ് മീറ്റിംഗ് നടത്തി കൊട്ടി ഘോഷിക്കുന്നുണ്ടല്ലോ. അപ്പൊ ഞാൻ പറയുന്നതാണോ കുറ്റമെന്ന് അവളിങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോ റിക്കയുടെ കൂടെ വന്നിരിക്കുന്നത് മറ്റാരുമല്ല പരമിന്റെ ഫ്രണ്ടായ ആ ഒരു ഡോക്ടറാണ്. അതായത് നമ്മുടെ ദവോയെ ഇഷ്ടപ്പെടുന്ന അതേ ഡോക്ടർ തന്നെ. ഇവര് സംസാരിക്കുമ്പോഴേക്കും അകത്തേക്ക് റിക്കയും ആ ഡോക്ടറും വന്നിട്ടുണ്ടായിരുന്നു. ഫായ് പെട്ടെന്ന് ആ ഡോക്ടറിനെ കണ്ട് ഞെട്ടുന്നുണ്ട്. കാരണം യഥാർത്ഥ ദവോയെ ഈ ഡോക്ടർക്ക് അറിയാലോ, പക്ഷെ ഫായ് ആണ് ദവോ എന്ന കാര്യം അറിയില്ല. അതുകൊണ്ട് തന്നെ അവൾ ശരി ഇവൻ തന്നെ കണ്ടുപിടിക്കില്ല എന്ന് മനസ്സിൽ ഓർത്ത് മൈൻഡ് ആക്കാതെ പോകാൻ ഒരുങ്ങുമ്പോ ദാവോ നീ എന്തിവിടെ, നീ എന്തിങ്ങനെ വേഷം മാറി നിൽക്കുന്നത് എന്ന് ആ ഡോക്ടർ ചോദിക്കുന്നു. ഓൾറെഡി റിക്കയും ഈ ഡോക്ടറും തമ്മിൽ സംസാരിച്ചിട്ടുണ്ടായിരുന്നല്ലോ പരമിന്റെ ഫിയാൻസിയെ പറ്റി. ആ ഒരു കാര്യം ഏകദേശം കൺഫേം ചെയ്ത് തന്നെയാണ് റിക്ക ഈ ഡോക്ടറിനെയും കൂടി
കൂട്ടി ഇപ്പൊ ഇങ്ങോട്ടേക്ക് വന്നത്. അതുകൊണ്ട് തന്നെ അയാൾ അങ്ങനെ ഫായോട് ചോദിക്കുമ്പോ എന്താ ഈ പറയുന്നത്, എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ എന്ന് പറഞ്ഞു അവൾ അങ്ങനെ നിൽക്കുമ്പോ ഓ ഒന്നും അറിയില്ലല്ലേ, നിന്റെ യഥാർത്ഥ പേര് ലോംദാവോ എന്നല്ലേ എന്ന് അവളുടെ അടുത്തേക്ക് എത്തി റിക്ക ചോദിക്കുമ്പോ അപ്പോഴും അവൾ ഒന്നും അറിയാത്ത രീതിയിൽ നിൽക്കുന്നു. ദേഷ്യം വരുന്ന റിക്ക അവളുടെ കയ്യിൽ പിടിച്ച് ഇന്നത്തോടെ എല്ലാം അവസാനിച്ചടി എന്ന് പറഞ്ഞ് അവളെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് സംസാരിക്കുമ്പോൾ മൈൻഡ് ആക്കാതെ വീണ്ടും പോകാൻ നോക്കുന്ന അവളുടെ വിഗ് പിടിച്ച് വലിക്കുന്നു. ആ ഒരൊറ്റ വലി തന്നെ അതിങ്ങ് ഊരി വരുന്നുണ്ട്. നമ്മുടെ ദാവോ ആകട്ടെ ആകെ ഞെട്ടിത്തെറിച്ച് പോയിട്ടുണ്ടായിരുന്നു. കാരണം ആ ഒരു വിഗ് ഊരിയപ്പോഴേ ഒറിജിനൽ മുടിയും കാണാം, അവള് ആൾമാറാട്ടം നടത്തിയതാണെന്നും കൺഫേം ആയിട്ടുണ്ടല്ലോ. എനിക്ക് അപ്പോഴേ ഡൗട്ട് ഉണ്ടായിരുന്നു. ഫിയാൻസി എന്ന ഒരുത്തിയെ പറ്റി ഞാൻ കുറെ അന്വേഷിച്ചു, പുറത്തന്വേഷിച്ചിട്ട് എന്താ കാര്യം, അവൾ അകത്ത് ഒളിച്ചിരിക്കുകയല്ലേ എന്നെല്ലാം റിക്ക ബഹളം വെക്കുമ്പോ ദാവോ ആകെ സ്റ്റക്കായി നിൽക്കാണ്. ഇതെല്ലാം കണ്ട് പരമു പെട്ടെന്ന് എന്ത് ചെയ്യണമെന്ന് ഒരു പിടുത്തമില്ലാതെ ദാവോയുടെ അടുത്തേക്ക് പോയി നിൽക്കുന്നുണ്ട്. ആ ഒരു സമയത്ത് ഓ ഇവൾക്ക് വേണ്ടിയല്ലേ നീ എന്നെ ബ്രേക്കപ്പ് ചെയ്തത്, ഇവളിങ്ങനെ ഇത്രയും കള്ളിയായിട്ട് നിന്റെ വീട്ടിൽ തന്നെ ആൾമാറാട്ടം നടത്തി നിൽക്കുന്നത് നീ അറിഞ്ഞിട്ടില്ലായിരിക്കുമല്ലോ അല്ലേന്നല്ല പരമിനോട് റിക്ക ഷൗട്ട് ചെയ്യുമ്പോ ബ്രേക്കപ്പ് ചെയ്തോ എന്താ ഈ പറയുന്നതെന്നുള്ള രീതിയിൽ പരം നോക്കുന്നുണ്ട്. നീ എന്തിങ്ങനെ ബ്രേക്കപ്പ് എന്നൊക്കെ പറയുന്നത്, നമുക്കിടയിൽ ഉണ്ടായിരുന്നത് ജസ്റ്റ് ഒരു ഫേക്ക് ആയിരുന്നു, നിന്നോട് എന്റെ ഫേക്ക് ഗേൾ ഫ്രണ്ട് ആയിട്ട് അഭിനയിക്കാൻ ഞാൻ ആവശ്യപ്പെട്ടത് പ്രകാരം നടന്ന കാര്യങ്ങൾ, അതിന് നിനക്ക് ഞാൻ ക്യാഷും തന്നിരുന്നല്ലോ, അല്ലാതെ നീ പറഞ്ഞുണ്ടാക്കുന്നത് പോലെ ഒന്നും നമുക്കിടയിൽ ഇല്ല. അത് എന്റെ ഫിയാൻസി എന്റെ ലൈഫിലേക്ക് വരുന്നതിന് മുന്നേ ആണെങ്കിലും ശേഷമാണെങ്കിലും ഒന്നുമില്ലാന്ന് പരം അവളെ ഓർമ്മിപ്പിക്കുമ്പോ ഇതെല്ലാം ദാവോ കേൾക്കുന്നുണ്ട്. ആക്ച്വലി അപ്പോഴാണ് അവൾക്ക് താനിങ്ങനെ ആൾമാറാട്ടം നടത്തിയതുപോലെ തന്നെ പരമും ഈ ഒരു വിവാഹത്തിനോട് ആദ്യം താല്പര്യം ഇല്ലാത്തത് കൊണ്ട് നടത്തിയ കാര്യങ്ങളായിരുന്നു റിക്കയുമായിട്ടുള്ള റിലേഷൻ നാടകം എന്നത് മനസ്സിലാവുന്നത്. ഈ സമയം റിക്ക കൂട്ടിക്കൊണ്ടുവന്ന ഡോക്ടർ അപ്പോ നീയും പരമും തമ്മിൽ യഥാർത്ഥത്തിൽ ഒരു റിലേഷൻ ഉണ്ട്, ഫിയാൻസി ഇടയ്ക്ക് വന്ന് പ്രശ്നം ഉണ്ടാക്കുന്നു എന്നൊക്കെ നീ പറഞ്ഞ കള്ളായിരുന്നല്ലേ, നിങ്ങൾക്കിടയിലെ റിലേഷൻ ഫേക്ക് ആണെങ്കിൽ ഇപ്പൊ നീ എന്നെ ഇതില് ദവോയെ കണ്ടുപിടിക്കാൻ യൂസ് ചെയ്യാറുന്നല്ലേ എന്ന് ഡോക്ടർ ചോദിക്കുമ്പോൾ അതെ എന്ന് അവൾ പറയുന്നു. ഇവിടെ ആകെ മൊത്തത്തിൽ പ്രശ്നം ഒന്ന് മനസ്സിലാക്കുന്ന ഡോക്ടർ റിക്ക അവിടെ നിന്ന് കൂട്ടിക്കൊണ്ട് പോകാനായി നോക്കുമ്പോൾ അവൾ അവിടെ കിടന്ന് ബഹളം വെക്കാണ്. ആ ബഹളം കേട്ട് പരമിന്റെ അമ്മയും അങ്ങോട്ട് വരുന്നു. അവൾ ഉടനെ പരമിന്റെ അമ്മയുടെ മുന്നിൽ ആ വിഗ് എടുത്ത് എറിഞ്ഞ ശേഷം നാണം ഇല്ലല്ലോ ഒരുത്തി നടത്തിയ ഉടായ്പിന്റെ മുന്നിൽ ഇങ്ങനെ എല്ലാം വിശ്വസിച്ച് വിഡ്ഢിയാവാനെന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോകുന്ന അവൾ അപ്പോഴേക്കും ഇതാണ് നിങ്ങളുടെ മരുമകളാവാൻ പോകുന്നവള്, ശരിക്ക് കണ്ടോ എന്ന് പറഞ്ഞിട്ടാണ് പോകുന്നത്. പരമിന്റെ അമ്മ ആകെ ഞെട്ടിപ്പോയിട്ടുണ്ടായിരുന്നു. അവരുടെ മുന്നിൽ ഇത്രയും നാൾ ഒരു പാവം പിടിച്ച സാധു പെൺകുട്ടിയായ ഫായ് ആയി നിന്നത് തന്റെ മരുമകളാകാൻ പോകുന്ന താൻ ഇതുവരെ കണ്ടിട്ടില്ലാത്ത വിദേശത്ത് പോയി പഠനം കഴിഞ്ഞു വന്ന ദവോ ആണെന്ന കാര്യം ആ അമ്മയ്ക്ക് ഉൾക്കൊള്ളാനേ പറ്റുന്നില്ല. ഇങ്ങനെ ഒരു ആൾമാറാട്ടം അവർ സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ചിട്ടില്ലല്ലോ. അതുകൊണ്ട് ആകെ ഞെട്ടെല്ലാം നിൽക്കുമ്പോൾ മുന്നിലേക്ക് എത്തുന്ന ദവോ തൊഴുതുകൊണ്ട് സോറി അമ്മ എന്ന് പറയാൻ വരുന്നുണ്ടെങ്കിലും അത് കേൾക്കാൻ നിൽക്കാതെ പരമിന്റെ അമ്മ മുറിയിൽ കയറി കഥ കടക്കുന്നു. അവളെ ഇന്ന് കഥകില് തട്ടുന്നുണ്ടെങ്കിലും പരമിന്റെ അമ്മ കഥക് തുറക്കുന്നില്ല. ആ ഒരു സമയം പോം എത്തുമ്പോ എന്നെ ഒന്നും മനസ്സിലാക്ക് പ്ലീസ് എന്ന് ദവോ പോമിനോട് പറയുമ്പോൾ എനിക്ക് നിന്നെ മനസ്സിലാവും, പക്ഷെ ഇപ്പൊ നീ ആന്റിയോട് ഒന്നും സംസാരിക്കേണ്ട, ആന്റിയുടെ ദേഷ്യമൊക്കെ മാറിയിട്ട് നാളെ സംസാരിക്കാമെന്ന് പോം പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ പരമിന്റെ അമ്മ കഥക് തുറക്കുന്നു. അത് കണ്ട് പോം വേഗം അവിടെ നിന്ന് പോകുന്നുണ്ട്. പരമിന്റെ അമ്മ ദവോയുടെ കയ്യിലേക്ക് ദവോയുടെ അമ്മ കൊടുത്ത കുക്കീസ് അതേപടി എടുത്ത് കൊടുക്കാണ്. അവൾ അത് വാങ്ങുന്നുണ്ട്. പിണക്കം മാറി എന്ന് കരുതിയാണ് അവൾ അത് വാങ്ങുന്നത്. പക്ഷെ കൊടുത്ത ശേഷം നീ എന്നെ എത്ര മനോഹരമായിട്ട് പറ്റിച്ചു എന്നത്, ഞാൻ നിന്നെ എത്രത്തോളം ഇഷ്ടപ്പെട്ടിരുന്നു വിശ്വസിച്ചിരുന്നു എന്നതിന്റെ തെളിവാ. എന്തായാലും ഇതോടെ എല്ലാം തീർന്നു. നിന്നെ പോലെ ഒരുത്തിയെ എന്റെ മരുമകളായിട്ട് വേണ്ട എനിക്ക്, എന്റെ മകനെ നിനക്ക് ഇനി കല്യാണം കഴിച്ച് തരാനും എനിക്ക് ഒരു താല്പര്യമില്ല, എല്ലാം അവസാനിച്ചു, നിനക്ക് ഇനി ഇവിടെ ജോലിയില്ല, വേഗം നിന്റെ വേഷം കെട്ടെല്ലാം ഇവിടെ കൊണ്ട് തീർത്ത് പൊക്കോളാനേ പറഞ്ഞ് അമ്മ കരഞ്ഞുകൊണ്ട് തന്നെയാണ് അകത്തേക്ക് കയറി പോകുന്നത്. അവളും അവിടെ നിന്ന് പൊട്ടി കരയുന്നുണ്ടായിരുന്നു. താൻ ചെയ്ത തെറ്റ് വലിയ തെറ്റ് തന്നെയാണ് എന്ന് അവൾക്കറിയാം. പക്ഷെ അത് ആരെയും ദ്രോഹിക്കാനായി അവൾ ചെയ്തതല്ല. എങ്കിലും കാര്യങ്ങൾ ഒരുപാട് പേരെ വിഷമിപ്പിക്കുന്ന രീതിയിലാണ് വന്നെത്തിയത്. ഇനി എന്ത് ചെയ്യും, തിരുത്താൻ ഒരു അവസരം, അതാണ് അവളിപ്പോ ആഗ്രഹിക്കുന്നത്. നമ്മളെ കാണുന്നത് ദവോയുടെ കള്ളക്കളി പൊളിക്കാനായിട്ട് പരമിനെയും ദവോയെയും അറിയാവുന്ന ആ ഡോക്ടറിനെ റിക്ക് കൂട്ടിക്കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നല്ലോ. ആക്ച്വലി അവള് തെറ്റിദ്ധരിപ്പിച്ചാണ് ആളിനെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നത്. എന്തായാലും ഇവിടെ ഇങ്ങനെ പ്രശ്നങ്ങളായപ്പോ ഡോക്ടർ പോകാനായി നിൽക്കുന്നു. ഒപ്പം തന്നെ ഇപ്പോഴും ദവോയെ കുറ്റപ്പെടുത്താതെ റിക്കയുടെ കുരുട്ടുബുദ്ധിയെ പറ്റി കുറ്റം പറഞ്ഞാണ് ആ ഡോക്ടർ പോകുന്നത്. ഈ സമയത്ത് ഇവൻ എന്തൊരു മനുഷ്യനാ, ഇവന് അവളെ ഇഷ്ടവാ, അവളാണെങ്കിൽ ഇവനെ തിരിഞ്ഞു പോലും നോക്കുന്നില്ല. എന്നിട്ട് അവളെ രണ്ടെണ്ണം പറയാതെ ഇപ്പോഴും അവളെ സപ്പോർട്ട് പിടിച്ച് പോകുന്ന കണ്ടില്ലെന്ന് റിക്ക പിറുപിറുത്ത് നിൽക്കുമ്പോഴാണ് നമ്മുടെ ദവോ പരമിന്റെ വീട്ടിൽ നിന്ന് അവളുടെ സാധനങ്ങളുമായി ഇറങ്ങി വരുന്നത്. അത് കാണുന്ന റിക്ക അവളെ കളിയാക്കുന്നു. ഇതിനായിട്ടാ ഞാൻ കാത്തിരുന്നതെന്ന് പറഞ്ഞ് അവൾക്കൊരു തള്ളും വെച്ചു കൊടുക്കുന്നുണ്ട്. തന്റെ കയ്യിലിരുന്ന സാധനങ്ങൾ താഴെ വീണിട്ടും റിക്കയോട് ഒരു വഴക്കിനും പോവാതെ അത് അവൾ പിറക്കി എടുത്തുകൊണ്ടിരിക്കുന്ന സമയം റിക്ക വീണ്ടും അവളെ ഇറിറ്റേറ്റ് ചെയ്യാണ്. പിറക്കുന്നത് തട്ടിക്കളഞ്ഞ് അത് വീണ്ടും ആവർത്തിക്കുമ്പോൾ ഒന്ന് രണ്ട് വട്ടം ക്ഷമിച്ചെങ്കിലും പിന്നീട് അവളിങ്ങനെ കാലം കൊണ്ട് തന്റെ ജോലി സംബന്ധമായ തന്റെ ആവശ്യമുള്ള കാര്യങ്ങൾ പോലും ഇങ്ങനെ ഒരു വിലയില്ലാതെ തട്ടിക്കളയുന്നത് കണ്ടിരിക്കാനായി ദവോയ്ക്കാവുന്നില്ല. അവൾ എഴുന്നേറ്റ് റിക്കയുടെ കർണക്കുറ്റിക്കിട്ട് തന്നെ പൊട്ടിക്കുന്നു. ഒന്നല്ല ഒന്നിനു പുറകെ ഒന്നായി ഒന്ന് രണ്ടടി കൊടുക്കുന്നുണ്ട്. റിക്ക തിരിച്ചടിക്കാനായി കൈയൊങ്ങുമ്പോഴേക്കും അത് തടുക്കുന്ന ദവോ ഞാൻ മുന്നേ ഒരു ജോലിക്കാരിയായി ഇരുന്നപ്പോ നീ കാണിക്കുന്ന തോന്നിവാസമൊക്കെ സഹിച്ചിട്ടുണ്ടാവും, പക്ഷെ ഇനി ഒരിക്കലും അത് നടക്കില്ല, മര്യാദയ്ക്ക് ഇരുന്ന നിന്റെ മുഖത്തിന്റെ ഷേപ്പ് മാറാതിരിക്കുന്നു പറഞ്ഞ് തന്റെ സാധനങ്ങളും പെറുക്കി എടുത്തുകൊണ്ട് ദവോ അവിടെ നിന്ന് പോകുന്നത് റിക്ക ഇങ്ങനെ നോക്കി നിൽക്കുന്നു. ദവോ പോകുന്നത് വേറെ എങ്ങോട്ടും അല്ല മാക്സിന്റെ വീട്ടിലേക്കാണ്. അപ്പോഴേക്കും ഇവിടെ നടന്ന കാര്യങ്ങളൊന്നും തന്നെ ലൂ ഒന്നും അറിഞ്ഞിട്ടില്ല. ലൂ മുന്നേ തന്നെ അവളുടെ ബോയ് ഫ്രണ്ടിന്റെ കൂടെ മാക്സിന്റെ വീട്ടിലേക്ക് വന്നതാണല്ലോ. അങ്ങനെ മാക്സിനോടും അമ്മയോടും ലൂവും ബോയ് ഫ്രണ്ടും ഇങ്ങനെ കാഷ്വലായി സംസാരിച്ചിരിക്കുമ്പോഴാണ് അങ്ങോട്ടേക്ക് ദവോ കരഞ്ഞുകൊണ്ട് വരുന്നത്. എന്ത് പറ്റിയെന്ന് ഒന്നും മനസ്സിലാവാതെ അവർ ചോദിക്കുമ്പോൾ എന്നെ അവിടെ നിന്ന് ഇറക്കി വിട്ടു എന്ന് അവൾ പറയുന്നു. ആരാ, ഡോക്ടറാണോ എന്ന് ലൂ ചോദിക്കുമ്പോൾ അല്ല ഡോക്ടറുടെ അമ്മയാണെന്ന് പറഞ്ഞ് അവള് കരയുമ്പോൾ
പറയുമ്പോ അങ്ങനെ വരാൻ ഒരു ചാൻസും ഇല്ലല്ലോ, മേഡത്തിന് നിന്നെ വലിയ കാര്യമാണല്ലോ എന്ന് ലൂവും അവളുടെ ബോയ് ഫ്രണ്ടും പറയുന്നുണ്ട്. അതിന് കാരണം ഇത് അവരുടെ മരുമകൾ ആവാൻ പോകുന്ന ദവോ വേഷം മാറി ഫായ് ആയി വന്നതാണെന്ന് അവർ അറിഞ്ഞിട്ടാണെന്ന് ഇവർക്ക് അറിയില്ല. ഇപ്പോഴും ലൂവിന് അറിയില്ല പരം വിവാഹം ചെയ്യാനിരുന്ന പെൺകുട്ടിയാണ് ഫായ് ആയി വന്നതെന്ന കാര്യം. അതുകൊണ്ട് തന്നെ ലൂവിനും ബോയ് ഫ്രണ്ടിനും കാര്യം മനസ്സിലാവുന്നില്ല. പക്ഷെ മാക്സിന് പിടികിട്ടുന്നുണ്ട്. അങ്ങനെ നടന്ന കാര്യങ്ങളെല്ലാം ദവോ അവിടെ മാക്സിനോടും അവന്റെ അമ്മയോടും പറയുന്നു. റിക്കയാണ് അങ്ങോട്ടേക്ക് ആ ഒരു ഡോക്ടറിനെ കൊണ്ടുവന്ന് എല്ലാം തകർത്തത്. അല്ലെങ്കിൽ താൻ നൈസായിട്ട് പരമിന്റെ അമ്മയെ വളരെ ഹാപ്പി ആക്കി തന്നെ ഈ ഒരു കാര്യങ്ങൾ ഡീൽ ചെയ്ത് എല്ലാം ഇവിടെ കൊണ്ട് അവസാനിപ്പിച്ച് പോകാനായി നിൽക്കുകയായിരുന്നു എന്നെല്ലാം അവള് പറയുമ്പോ റിക്കയുടെ കാര്യം ഓർത്ത് ഇവർക്കൊക്കെ നല്ല കലി വരുന്നുണ്ട്. ആ ഒരു സമയത്താണ് ദവോയുടെ ഫോൺ റിങ് ചെയ്യുന്നത്. അവൾ കോൾ എടുക്കുമ്പോ ആകെ ഒന്ന് ഞെട്ടുന്നുണ്ട്. ആരാ വിളിച്ചിരിക്കുന്നതെന്ന് അത് കണ്ട് മാക്സ് ചോദിക്കുമ്പോ ഗിബാണ് വിളിച്ചിരിക്കുന്നതെന്ന് ദവോ പറയുന്നു. ആ ഒരു പേര് കേൾക്കുമ്പോ മാക്സും ഒന്ന് ഞെട്ടുന്നു. ആരാണ് ഗിബെന്ന് നമുക്ക് കണ്ടറിയാം. അങ്ങനെ ഇവിടെ കാര്യങ്ങൾ നടക്കുമ്പോ പരമാകട്ടെ നടന്ന കാര്യങ്ങളിൽ ആകെ അപ്സെറ്റ് ആയി നിൽക്കാണ്. ആ ടീം പരമിന്റെ അടുത്തേക്ക് എത്തുന്ന അമ്മ അവനോട് സോറി പറയുന്നു. നിന്നെ മനസ്സിലാക്കാതെ ഞാൻ നിന്നെ ഈ ഒരു കല്യാണത്തിന്റെ പേരിൽ ഒരുപാട് ഫോഴ്സ് ചെയ്തു, നിന്നെ ഒരുപാട് വഴക്കു പറഞ്ഞു. ആ ഫായ് നിന്നെ പറ്റി മോശമായിട്ട് ഓരോന്നും പറയുന്നത് കേട്ട് ഒരുപാട് നിന്നെ തെറ്റിദ്ധരിച്ചു. അതിനൊക്കെ സോറി. എന്തായാലും മോനെ മനസ്സിലാവാതെ പെരുമാറിയ ഒരു അമ്മയല്ല ഇനി ഞാൻ. നീ ഇനി ഈ കല്യാണത്തിന് സമ്മതിക്കണ്ട, എനിക്കും അതിനോട് താല്പര്യമില്ലാന്ന് അമ്മ പറയുമ്പോ അത് പരമിനെ ഇപ്പൊ അപ്സെറ്റ് ആക്കുന്നുണ്ട്. മുന്നേ അമ്മ കല്യാണം കഴിക്കാൻ പറയുമ്പോഴായിരുന്നു അവൻ അപ്സെറ്റ് ആയതെങ്കിൽ പെട്ടെന്ന് ഇങ്ങനെ കാര്യങ്ങളായത് അവനെ അപ്സെറ്റ് ആക്കുന്നുണ്ട്. കാരണം അവൻ ഇപ്പോഴും അവളെ വിവാഹം ചെയ്യാൻ താല്പര്യമുണ്ട്. അതുകൊണ്ട് തന്നെ അവൻ ഓൾറെഡി നടന്ന കാര്യങ്ങൾ അപ്സെറ്റ് ആയി നിൽക്കുകയായിരുന്നെങ്കിൽ ഇപ്പൊ അമ്മ പറയുന്ന കാര്യം കേട്ട് ഒന്നുകൂടെ അപ്സെറ്റ് ആവുന്നു. അങ്ങനെ പിന്നീട് നമ്മൾ കാണുന്നത് മുന്നേ ഗിബ് എന്ന ഒരാള് ദവോയെ വിളിച്ചിരുന്നില്ല. അവൾ ഗിബിനോട് സംസാരിക്കുമ്പോൾ ഞാൻ നിന്നെ കാണാനായിട്ട് നാട്ടിലേക്ക് എത്തിയിട്ടുണ്ട്, ഞാൻ അധികം വൈകാതെ നിന്റെ അടുത്ത് വരുമെന്ന് പറഞ്ഞ് അവൻ കോൾ കട്ട് ചെയ്ത് ഏതോ ഒരു ഹോട്ടലിലേക്ക് ചെക്ക് ഇൻ ചെയ്യുന്നു. പക്ഷെ ആ ഒരു സമയം വണ്ടിയിൽ നിന്ന് ഇറങ്ങുന്ന അവന്റെ കയ്യിൽ നിന്ന് ഒരു ഡയറി മിസ് ആവുന്നുണ്ട്. അവൻ അത് ശ്രദ്ധിക്കാതെ അകത്തേക്ക് പോകുന്നു. അപ്പോഴേക്കും ഗിബ് ഉണ്ടായിരുന്ന അതേ ഹോട്ടലിലേക്ക് തന്നെയാണ് ഇപ്പോൾ നമ്മുടെ റിക്ക വന്നിരിക്കുന്നത്. അവൾ അവിടെ എത്തുമ്പോഴേ തറയിൽ കിടന്ന് അവൾക്ക് ഒരു ഡയറി കിട്ടുന്നു. എന്തെന്ന് കണ്ട് അവൾ ഇങ്ങനെ തറയിൽ എടുത്തത് തുറന്നു നോക്കുമ്പോൾ അതിൽ അവൾക്ക് പരിചയമുള്ള ഒരാളും മറ്റൊരാളും നിൽക്കുന്ന പിക്ചറാണ്. ആ മറ്റൊരാൾ ഇപ്പൊ പോയ ഗിബാണ്. പക്ഷെ അവൾക്ക് പരിചയമുള്ള ഒരാൾ മറ്റാരും അല്ല, നമ്മുടെ ദവോ തന്നെ. അവർ ഒന്നിച്ചുള്ള അനവധി നിരവധി ഫോട്ടോസ് ഒരു ആൽബം കണക്ക് ആ ഡയറിയിലുണ്ട്. ആക്ച്വലി അതൊരു ഡയറി അല്ല, ഫോട്ടോ ആൽബം ആണെന്ന് തന്നെ പറയാം. അവൾ അത് കണ്ട് ഞെട്ടി നിൽക്കുമ്പോഴാണ് അങ്ങോട്ടേക്ക് ഗിബ് ഈ ഒരു ആൽബം താഴെ വീണ് തറഞ്ഞത് എടുക്കാനായി വരുന്നത്. അതുമായി റിക്ക നിൽക്കുന്നത് കണ്ട് റിക്ക മുൻപരിചയില്ലേലും ഗിബ് അത് എന്റേതാണ് എന്ന് പറയുമ്പോൾ അവള് ഞാനിത് തറയെന്നെടുത്തതാ, ലോബിയിൽ കൊടുക്കാനായിട്ട് പോവായിരുന്നു എന്ന് പറഞ്ഞ് അത് കൊടുക്കുന്നതിനോടൊപ്പം തന്നെ ആ ഫോട്ടോയിലുള്ള പെൺകുട്ടിയെ എനിക്ക് അറിയാമെന്ന് പറയുമ്പോൾ ദവോയെ അറിയാമോ എന്ന് ചോദിച്ച് ഗിബ് വളരെ എക്സൈറ്റഡ് ആവുന്നു. അങ്ങനെ പിന്നീട് ദവോയും മാക്സ് സംസാരിക്കുമ്പോൾ ഗിബ് വന്നിട്ടുണ്ടെന്ന കാര്യമെല്ലാം ദവോ മാക്സിനോട് പറയുന്നുണ്ടല്ലോ. അപ്പോ മാക്സ് അവളോട് നീ എന്താ ഇനിയിപ്പോ ചെയ്യാൻ പോകുന്നത്, ഓൾറെഡി നിന്റെയും പരമിന്റെയും വിവാഹം ഇനി നടക്കില്ല എന്നുള്ള ലെവലിലാണല്ലോ ഉള്ളത്, അതുകൊണ്ട് എന്താ ഗിബുമായിട്ടുള്ള കാര്യങ്ങൾ പ്രൊസീഡ് ചെയ്യാൻ പോവാണോ എന്ന് ചോദിക്കുന്നു. കാരണം വിദേശത്ത് പഠിച്ചിരുന്ന പെൺകുട്ടിയാണല്ലോ ദവോ, അവൾക്ക് അവിടെ വെച്ചുണ്ടായിരുന്ന ചെറിയൊരു റിലേഷൻ ആയിരുന്നു ഗിബ്. അവള് പിന്നീട് ഇവിടെ വീട്ടുകാർ ഉറപ്പിച്ച വിവാഹം വേണ്ടാന്നൊക്കെ വെച്ച് ഇതിൽ നിന്ന് ഒഴിഞ്ഞു മാറാനായി നോക്കിയെങ്കിലും ഒടുക്കം ആ ഒരു റിലേഷനിലേക്ക് തന്നെ അവളിപ്പോ വല്ലാണ്ട് അങ്ങ് ഇറങ്ങിപ്പോയല്ലോ മനസ്സുകൊണ്ട്. അത് പക്ഷെ ഇങ്ങനെ ആവുകയും ചെയ്തു. ആ ഒരു സമയത്ത് ഗിബ് അവളെ അന്വേഷിച്ച് നാട്ടിലേക്ക് എത്തിയിട്ടുണ്ടെന്ന് അറിഞ്ഞ് അവൾ ആകെപ്പാടെ വല്ലാത്തൊരു ട്രോമയിലേക്ക് പോയിട്ടുണ്ട്. എന്ത് ചെയ്യും, എങ്ങനെ ഈ ഒരു സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യും എന്നതൊന്നും അവൾക്കറിയില്ല. അപ്പോഴേക്കും ഗിബ് ആകട്ടെ കറക്റ്റ് ആയിട്ട് റിക്കയുടെ കയ്യിൽ പോയി പെടുകയും ചെയ്തു. റിക്ക ഇവരുടെ ഒന്നിച്ചുള്ള ഫോട്ടോസ് കണ്ട് അവനോട് ദവോയുടെ ഏതോ വേണ്ടപ്പെട്ട ഒരു റിലേറ്റീവ് ആണ് അവളെന്ന രീതിയിൽ സംസാരിക്കുമ്പോൾ എന്നെ പറ്റി ദവോ പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നു. നിങ്ങള് ദവോയുടെ ബോയ് ഫ്രണ്ട് ആണെന്ന് തോന്നുന്നു, പക്ഷെ അങ്ങനൊന്നും പറഞ്ഞിട്ടില്ല, അവൾ ഫിയാൻസിയെ പറ്റി എപ്പോഴും പറയാറുണ്ടായിരുന്നതെന്ന് റിക്ക മനഃപൂർവ്വം പറവിന്റെ കാര്യം എടുത്തിട്ടാണ്. ഫിയാൻസിയോ എന്തീ പറയുന്നത് എന്ന് മനസ്സിലാവാതെ ഗിബ് ചോദിക്കുമ്പോ ദവോയ്ക്കിട്ട് പണി ഇവിടെ ഞാൻ ഒരുക്കി തുടങ്ങിയെന്ന ഭാവത്തിൽ അവിടെ നൈസായിട്ട് ഓരോ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാനായിട്ട് തയ്യാറെടുപ്പ് നടത്തുകയാണ് റിക്ക. എന്ത് തന്നെ ദവോയുടെ ദേഷ്യം പ്രകടിപ്പിച്ച് ഓരോന്ന് പരമിന്റെ അമ്മ സംസാരിച്ചാലും നടന്ന കാര്യങ്ങളിൽ അമ്മയും ആകെ അപ്സെറ്റ് ആണ്. അമ്മ ആഹാരം പോലും കഴിക്കാതെ മാറിയിരിക്കുമ്പോ പരമിനും നല്ല സങ്കടമുണ്ട്. അത് മനസ്സിലാക്കുന്ന പോം നിനക്ക് ദവോ ഇഷ്ടമാണെന്ന് എനിക്കറിയാം, നീ അവളോട് ചെന്ന് സംസാരിച്ച് കാര്യങ്ങൾ സോർട്ട് ഔട്ട് ചെയ്യണമെന്ന് പോം പറയുമ്പോ എന്റെ അമ്മയ്ക്ക് അവളെ ഇഷ്ടമല്ലല്ലോ എന്ന് പരം പറയുമ്പോ നീ ഇപ്പൊ ആന്റിയുടെ കാര്യമല്ല നിന്റെ ഇഷ്ടത്തെ പറ്റിയാ ചിന്തിക്കേണ്ടത്, നിനക്ക് അവളെ ഇഷ്ടമാണെങ്കിൽ പോയി സംസാരിക്കണം, അവളങ്ങ് ദൂരെയൊന്നും അല്ലല്ലോ അടുത്ത് തന്നെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ വരാന്ന് പറഞ്ഞ് അകത്തേക്ക് പോയി തിരിച്ചെത്തുന്നത് ഒരു ബുക്കുമായിട്ടാണ്. നോക്കുമ്പോ തന്റെ ചേട്ടനെയും പോമിനെയും തമ്മിൽ ചേർത്ത് വെക്കാനായി ലൂ കൊടുത്ത സോൾമേറ്റിന്റെ ബുക്കാണല്ലോ ദവോ ഉപയോഗിച്ചത്, അതേ ബുക്കാണ് ഇപ്പൊ പോം ഇവന് കൊടുക്കുന്നത്. ഇത് വെച്ച് നീ കാൽക്കുലേറ്റ് ചെയ്ത് നോക്ക്, ദവോ നിന്റെ സോൾമേറ്റ് ആണെന്ന് നിനക്ക് തോന്നിയാല് അവളെ നീ മിസ് ചെയ്യരുത്, ഇതൊക്കെ ഒരു നിമിത്തമായിട്ട് കണ്ടാ മതി എന്ന് പറഞ്ഞ് പോം പോകുമ്പോ അവൻ അത് വെച്ച് ദവോ തന്റെ സോൾമേറ്റ് ആണോ എന്ന് നോക്കുന്നുണ്ട്. കാരണം ഒരു തീരുമാനം എടുക്കാൻ കഴിയാതെ നമ്മൾ കൺഫ്യൂസ്ഡ് ആയി നിൽക്കുമ്പോൾ ഈ ഹരികൃഷ്ണൻസ് സിനിമയിൽ തന്നെ ലാസ്റ്റ് ആരെ സെലക്ട് ചെയ്യണമെന്ന് നായിക നോക്കുന്ന ഒരു ട്രിക്ക് ഇല്ലേ, അതുപോലെ എന്ത് ചെയ്യണമെന്ന് അറിയാൻ നിൽക്കുമ്പോൾ ശരി നീ ഇത് നോക്കി ഒരു ഡിസിഷൻ എടുക്കാനായി പറഞ്ഞാണ് പോം അവനെ അപ്പൊ ഉപദേശിക്കുന്നത്. അങ്ങനെ പിന്നീട് നമ്മൾ കാണുന്നത് മാക്സും ദവോയും സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരാൾ കാണാൻ വന്നിട്ടുണ്ടെന്ന് ലൂവിന്റെ ബോയ് ഫ്രണ്ട് വന്ന് പറയുന്നു. അപ്പോഴേക്കും ലൂവിനും ബോയ് ഫ്രണ്ടിനും ഒക്കെ ഇതാണ് പരം വിവാഹം ചെയ്യാനിരുന്ന ദവോ എന്ന കാര്യമൊക്കെ മനസ്സിലായിട്ടുണ്ടായിരുന്നു. ദവോ എന്ന് വിളിക്കണോ ഫായ് എന്ന് വിളിക്കണോ എന്ന് അവൻ കൺഫ്യൂസ്ഡ് ആവുമ്പോൾ എന്നെ നീ ഫായ് എന്ന് തന്നെ വിളിച്ചാൽ മതിയെന്ന് അവൾ അവനോട് എപ്പോഴത്തെയും പോലെ കാഷ്വലായി സംസാരിക്കുന്നു. അങ്ങനെ ഒരാൾ കാണാൻ വന്നിട്ടുണ്ടെന്ന് പറയുമ്പോൾ
പറയുമ്പോ ഇനി ഡോക്ടർ ആയിരിക്കുമോ എന്ന് മാക്സ് അവളോട് പറയുന്നുണ്ട്. അവളും പരമാണോ എന്ന ആ ഒരു സന്തോഷത്തിൽ ചെന്ന് നോക്കുമ്പോ അവിടെ ഗിബായിരുന്നു. ഗിബിനെ കണ്ട് ദവോ ആകെ ഞെട്ടുന്നുണ്ട്. ഗിബിനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നതാകട്ടെ റിക്കി. അങ്ങനെ പിന്നീട് പരമാകട്ടെ ദവോയെ കണ്ട് സംസാരിക്കാനായി മാക്സിന്റെ വീട്ടിലേക്ക് പോകാനായിട്ട് വെളിയിലേക്ക് ഇറങ്ങുമ്പോ അവിടെ റിക്കിയുടെ കാറ് കിടക്കുന്നത് കാണുന്നു. ഇവളെന്താ ഈ സമയത്ത് എന്ന് ചിന്തിച്ച് മാക്സിന്റെ വീട്ടിലേക്ക് പരം പോകുന്നുണ്ട്. എന്തായാലും അപ്പോഴേക്കും ഗിബും ദവോയും മാറി നിന്ന് സംസാരിക്കുമ്പോ റിക്കയും മാക്സും തമ്മിൽ വാക്കേറ്റം നടക്കുകയാണ്. നിനക്ക് ഈ വൃത്തികെട്ട പണി മാത്രമേ അറിയത്തുള്ളൂ എന്നല്ല മാക്സ് ചോദിക്കുമ്പോ അവൾ അതിന് അവരോട് ചൂടായിക്കൊണ്ട് നിൽക്കുകയാണ്. ദവോയും പരമും തമ്മിൽ എൻഗേജ്മെന്റ് വീട്ടുകാരായിട്ട് നടത്തി കാണുമല്ലോ. അപ്പോ അവൾ പരമിനെ പറ്റിക്കാനായിട്ടാണോ ഒരു ബോയ് ഫ്രണ്ട് ഉണ്ടായിരുന്ന കാര്യം മറച്ചു വെച്ചത് എന്നെല്ലാം റിക്ക ചോദിക്കുമ്പോ അതിന് അവൾ ഒരിക്കലും പരമുമായിട്ടുള്ള വിവാഹത്തിന് ആദ്യം മുതലേ സമ്മതിച്ചിട്ടില്ലായിരുന്നു. കൂടാതെ ഇത് നീ വിചാരിക്കുന്നത് പോലത്തെ അങ്ങനത്തെ റിലേഷൻ ഒന്നും അല്ലാന്നില്ല. മാക്സ് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അങ്ങോട്ടേക്ക് പരം വരുന്നത്. പരം ഈ സംസാരം എല്ലാം കേട്ടിരുന്നു. കൂടാതെ അവൻ അവിടെ ദവോയും അവളുടെ കൂടെ നിൽക്കുന്ന ഗിബിനെയും കാണുന്നുണ്ട്. പെട്ടെന്ന് ദവോയെ കണ്ട് സംസാരിക്കാനായിട്ടാണ് പരം വന്നതെങ്കിലും അവൻ അവളോടൊന്നും സംസാരിക്കാതെ അത് പിന്നെ ഞാൻ കുറച്ച് ഷുഗർ വാങ്ങാൻ വന്നതാണെന്ന് സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യാനായി മാക്സിനോട് പറയുന്നു. ദവോയോട് സംസാരിക്കാൻ വന്നതാണെന്ന് പറയുന്നില്ല. മാക്സും ഞാൻ എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞു പോകുന്നുണ്ടെങ്കിലും അവൻ അറിയാം പരം ജസ്റ്റ് ഒരു ഇതിന് പറഞ്ഞതാ അതെന്നത്. അങ്ങനെ അവൻ അത് കൊടുക്കുമ്പോ അതും വാങ്ങി അവിടെ നിന്ന് പോകാനായി ഒരുങ്ങുന്ന പരം ദവോയെ തന്നെ തിരിഞ്ഞു നോക്കുന്നുണ്ടായിരുന്നു. ദവോ ആകട്ടെ ഒരുമാതിരി വല്ലാത്ത രീതിയിൽ അവിടെ അങ്ങനെ നിൽക്കുകയാണ്. കാരണം അവൾക്ക് പരമിനെയാണ് ഇഷ്ടം. ഗിബിന്റേത് അവള് പഠിക്കാൻ പോയ ടൈമില് പക്ഷെ ആ ഒരു രീതിയാണ്. പക്ഷെ ഗിബ് ഇവളെ അന്വേഷിച്ച് ഇങ്ങോട്ടേക്ക് എത്തുമെന്നോ അല്ലെങ്കിൽ നാട്ടിൽ വന്ന ശേഷം താൻ ഇങ്ങനെ ഒരു സീരിയസ് ആയ ഒരു ഇഷ്ടത്തിലേക്ക് കടക്കുമെന്നോ ഒന്നും തന്നെ ദവോ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. പരം പോയ പിറകെ റിക്കിയും അവിടെ നിന്ന് പോകുന്നുണ്ട്. ഈ സമയം ഗിബ് ആകട്ടെ ദവോയോട് ഇപ്പൊ വന്ന ആൾക്ക് നിന്നോട് ഒരു ഇഷ്ടമുണ്ടെന്ന് അല്ല എക്സ്പ്രഷനിൽ നിന്ന് തന്നെ എനിക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് പറയാണ്. എന്തായാലും അപ്പോഴേക്കും പുറത്തേക്ക് ഇറങ്ങിയ പരം ആകട്ടെ ആകെ വിഷമത്തിലാണ്. മുന്നേ പോം കൊടുത്ത ബുക്കില് ദവോയുടെ കാര്യം നോക്കുമ്പോൾ ഇവർ തമ്മിൽ 100% സോൾമേറ്റ്സ് ആണ് എന്നതാണ് അവന് കിട്ടിയ റിസൾട്ട്. അവൻ അതിന്റെ സന്തോഷത്തിലും കൂടിയാണ് അതൊരു നിമിത്തമായി എടുത്ത് ശരി അവളുടെ അടുത്തേക്ക് പോയി സംസാരിക്കാന്നുള്ള തീരുമാനത്തിൽ വന്നത്. പക്ഷെ വന്ന് നോക്കുമ്പോൾ അവൾ ഇങ്ങനെ മറ്റൊരാളുടെ കൂടെ നിൽക്കുന്നതൊക്കെ കാണുന്ന അവന് ആ ബുക്ക് തന്നെ എടുത്തിട്ട് കത്തിക്കാൻ തോന്നുന്നുണ്ട്. അതിന്റെ ദേഷ്യം അവൻ കയ്യിലുണ്ടായിരുന്ന പഞ്ചസാര എറിഞ്ഞ് കളയാനായി ഒരുങ്ങുമ്പോഴേക്കും പുറകെ വന്ന റിക്ക അവൾ വേണമെങ്കിൽ അവനെ ക്ഷമിച്ച് ഒരു ജീവിതം കൊടുക്കാന്നുള്ള രീതി സംസാരിക്കുമ്പോ നീ എനിക്ക് അങ്ങനെ ഒരു ലൈഫ് ഒന്നും തരണ്ട. നിന്നെ ഞാൻ അന്നും ഇന്നും എന്നും ഒരു ഫ്രണ്ട് ആയിട്ട് കണ്ടിട്ടുള്ളൂ. നീ മാനസികമായി ശരിയല്ല എന്നൊക്കെ പറഞ്ഞ് എന്നെ പറ്റിക്കൂടി നടന്നപ്പോഴും ഞാൻ ആ ഒരു ഫ്രണ്ട്ഷിപ്പിന്റെ പുറത്താ എല്ലാം സമ്മതിച്ചു തന്നത്. അല്ലാതെ നീ വിചാരിക്കുന്നത് പോലെ ഒരു ഇഷ്ടവും എനിക്ക് നിന്നോടില്ല എന്നത് തീർത്തു പറയുന്നു. അങ്ങനെ പറഞ്ഞ് അവളെ ടോട്ടലി ഇഗ്നോർ ചെയ്ത് പരം പോകുമ്പോ റിക്ക അവിടെ നിന്ന് കരയുന്നുണ്ട്. പക്ഷെ കരയുമ്പോഴും അവളുടെ ഉള്ളിലെ വില്ലത്തരത്തിന് ഒരു കുറവില്ല. അതേ കണ്ടില്ല കൈയൊക്കെ ഞെക്കിക്കൊല്ലാനുള്ള ആ ഒരു തരിപ്പ് പോലെ അവൾക്ക് ആകെപ്പാടെ അങ്ങ് ഇതാവുന്നുണ്ട്. അങ്ങനെ പിന്നീട് ഇങ്ങോട്ടേക്ക് എത്തിയ ഗിബിനെ കൂട്ടിക്കൊണ്ടു വന്നത് റിക്കാണെങ്കിലും തിരിച്ചവനെ കൊണ്ടാനൊന്നും അവള് മെനക്കെടുത്തില്ലല്ലോ. അതുകൊണ്ട് ദവോയും മാക്സും കൂടി അവൻ താമസിക്കുന്ന ഹോട്ടലിന്റെ അവിടെ അവനെ ഡ്രോപ്പ് ചെയ്യുന്നു. ശേഷം മാക്സിന് നല്ല വിശക്കുന്നത് കൊണ്ട് അടുത്തുള്ള ഒരു തട്ടുകടയിൽ ഇവര് ഫുഡ് കഴിക്കാനായി ഇരിക്കുകയാണ്. ആ സമയത്ത് ഫുഡ് ഒന്നും കഴിക്കാൻ ഒരു ഇൻട്രസ്റ്റും ദവോയ്ക്കില്ല. അവള് വളരെ ആലോചനയില്ല നിൽക്കാണ്. അത് കണ്ട് എന്താ നീ ആലോചിക്കുന്നതെന്ന് മാക്സ് ചോദിക്കുമ്പോ അത് പിന്നെ അവൻ എന്നെ കല്യാണം കഴിക്കാമോ എന്ന് പ്രപ്പോസ് ചെയ്തു. ഞാൻ അതിനെപ്പറ്റി ആലോചിച്ചതാണെന്ന് അവള് പറയുമ്പോ എന്നിട്ട് നീ എന്ത് പറഞ്ഞു എന്ന ചോദ്യത്തിന് ഞാൻ അപ്പൊ മറുപടി ഒന്നും പറഞ്ഞില്ല എന്നതായിരുന്നു അവൾ കൊടുത്ത ഉത്തരം. പക്ഷെ ഇപ്പൊ എനിക്ക് അതിനവന് മറുപടി കൊടുക്കണമെന്ന് പറഞ്ഞ് അവൾ മാക്സ് ഫുഡ് കഴിക്കുകയാണെന്ന കാര്യം പോലും മൈൻഡ് ആക്കാതെ പെട്ടെന്ന് തന്നെ ഗിബിനെ കാണാനായി പുറപ്പെടുമ്പോ ഞാനും വരുന്നു എന്നും പറഞ്ഞ് ഫുഡ് ഒത്തും കഴിച്ചില്ല എന്ന് അതിന്റെ കാശും അവിടെ വെച്ച് മാക്സ് പിറകെ പോകുന്നു. അങ്ങനെ ഹോട്ടലിന്റെ അവിടെ അവളെ ഡ്രോപ്പ് ചെയ്യുമ്പോൾ നീ എന്താ അവനോട് പറയാൻ പോകുന്നത്? എസ് ആണോ നോ ആണോ ആലോചിച്ച് തീരുമാനം എടുക്കാവുള്ളൂ എന്നെല്ലാം മാക്സ് പറയുമ്പോ ഞാൻ അത് പറഞ്ഞോളാം നീ എന്തായാലും ഇവിടെ നിന്ന് പൊക്കോളാനായി പറഞ്ഞ് അകത്തേക്ക് ദവോ പോകുമ്പോ മാക്സും ഇവിടെ നിന്ന് പോകുന്നുണ്ട്. പക്ഷെ അപ്പോഴേക്കും ദവോയും മാക്സിനെ പിന്തുടർന്ന് ഇങ്ങോട്ടേക്ക് പാരമും വന്നിട്ടുണ്ടായിരുന്നു. അവൻ ദവോ ഇങ്ങനെ ഗിബ് താമസിക്കുന്ന ഹോട്ടലിലേക്ക് കയറി പോകുന്നതൊക്കെ ഒരുമാതിരി നോക്കുന്നു. അങ്ങനെ ഗിബിൻ റൂമിന്റെ അവിടെ ചെല്ലുന്ന ദവോ അകത്ത് പോണോ വേണ്ടോ എന്ന് കുറെ നേരം ഒന്ന് ആലോചിച്ച് കൺഫ്യൂസ്ഡ് ആയി നിന്നാണ് കോളിംഗ് ബെൽ അടിക്കുന്നത്. അവൻ ഡോറ് തുറക്കുമ്പോ ഒന്ന് സംസാരിക്കണമെന്ന് പറഞ്ഞ് അവൾ അകത്തേക്ക് പോകുന്നു. ആക്ച്വലി ദവോ ഇവിടേക്ക് വരുന്നതിന് കുറച്ചു നേരം മുന്നേ ഗിബിനെ കാണാനായി ഒരാൾ എത്തിയിരുന്നു. അത് മറ്റാരുമല്ല കോണാണ്. നമ്മൾ കണ്ടിരുന്നില്ലേ ദവോയ്ക്ക് അവള് ഫായായി അഭിനയിച്ചപ്പോ ആക്സിഡന്റ് പറ്റിയപ്പോ സഹായിച്ച ഒരു പയ്യൻ അവൻ തന്നെ. ഈ ഗിബ് ദവോ വിചാരിക്കുന്നത് പോലെയല്ല. അവൻ ഒരു സ്വർഗാനുരാഗിയാണ്. അതായത് അവൻ ഒരു ആണായിട്ടും അവൻ ഒരു ആണിനെ തന്നെയാണ് പാർട്ട്ണർ ആവാനായി ഇഷ്ടപ്പെടുന്നത്. പക്ഷെ അവന്റെ ഫാമിലിയിൽ അവൻ ഈ ഒരു ഐഡന്റിറ്റിയിലുള്ള ഒരാളാണെന്ന് ആരും അറിയാതിരിക്കാനായിട്ട് അവൻ ഒരു പെൺകുട്ടിയുമായി തൻ റിലേഷനിലാണെന്ന് വരുത്തി തീർക്കാനായിട്ട് ദവോയെ ഉപയോഗിച്ചു എന്നത് മാത്രം. ഇവരിവിടെ അങ്ങനെ അവരുടെ പ്രൈവറ്റ് മൊമെന്റ് എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ദവോ ഇതറിയാതെ ഇവനെ കണ്ട് സംസാരിക്കാനായി ഇങ്ങോട്ടേക്ക് വന്നത്. അവനും അവൾക്ക് ഡോറ് തുറന്നു കൊടുത്ത് അകത്തേക്ക് കയറ്റുമ്പോ ഫോൺ ഒളിച്ചിരിപ്പുണ്ട്. പക്ഷെ അവിടെ വെച്ച് ദവോ ഇവരെ രണ്ടുപേരെയും അവിടെ വെച്ച് കാണുമ്പോൾ അവൾക്ക് കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ട്. ഇവൻ തന്നെ ഇഷ്ടമാണെന്നും പറഞ്ഞ് മുന്നേ തൊട്ടേ പുറകെ നടന്ന് തന്നെ മറയാക്കി വെച്ച് അവന്റെ റിലേഷൻ സൈഡിലൂടെ കൊണ്ടു നടക്കുകയായിരുന്നു എന്ന് മനസ്സിലാക്കുമ്പോൾ അവൾ ആകെപ്പാടെ പൊട്ടിത്തെറിച്ച് പുറത്തേക്ക് ഇറങ്ങി പോകുന്നുണ്ട്. ഇവൻ ഇപ്പൊ പോലും ഈ ഒരു റിലേഷൻ ഉണ്ടായിട്ടും ഇവളെ വന്ന മാരേജിന്റെ കാര്യം പ്രപ്പോസ് ചെയ്തതുപോലും ഇവൻ എത്രത്തോളം ആ ഒരു തന്നെ പെടുത്താനായിട്ടാണെന്ന് മനസ്സിലാക്കുന്ന അവൾ കരഞ്ഞുകൊണ്ടാണ് അങ്ങനെ ഇറങ്ങി പോകുന്നത്. അപ്പോഴേക്കും പുറത്ത് പരം ഉണ്ടായിരുന്നല്ലോ. അവൾ ഇവിടെ നിന്ന് പോകാനായി ഇപ്പൊ മാക്സിന്റെ വണ്ടിയില്ല ഒരു ടാക്സി വിളിക്കാനായിട്ട് നോക്കുമ്പോഴേക്കും പരം അവളുടെ മുന്നിൽ വണ്ടി കൊണ്ട് നിർത്തുന്നു. എന്നിട്ട് വണ്ടി കയറാൻ പറയുമ്പോൾ നീ എന്ത് ഇവിടെ അവൾ പരമിനെ കണ്ട്
വന്നിട്ടാണ്, അതൊക്കെ പിന്നെ പറയാം, നീ വാ, എന്തോ പ്രശ്നം ഉണ്ടായെന്ന് മനസ്സിലായി, എന്തായാലും ഇവിടെ നിന്ന് വേഗം പോവാന്ന് പറഞ്ഞ് പരം അവളെ വണ്ടിയിൽ ഇരുത്തുമ്പോഴേക്കും ഗിബ് ഓടി വരുന്നുണ്ട്. നീ പോവല്ലേ, എനിക്ക് നിന്നോട് സംസാരിക്കണമെന്ന് പറഞ്ഞ് അവൻ നോക്കുമ്പോൾ ദാവോ അവനോട് മിണ്ടാനേ താല്പര്യപ്പെടുന്നില്ല. അവൾ വേഗം വണ്ടി എടുക്കാനായി പരമിനോട് പറയുമ്പോൾ പരമിന്റെ മുഖത്തെ ആ ഒരു ചിരി കാണണമായിരുന്നല്ലോ. ഇവിടെ എന്തൊക്കെയോ പ്രശ്നങ്ങളായെന്ന് മനസ്സിലാക്കുന്ന അവൻ വണ്ടിയും എടുത്തുകൊണ്ട് പോകുന്നു. ദവോയ്ക്ക് എന്തോ ഷോക്ക് ആയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുന്ന പരം അവളോട് കുറച്ചു നേരം കണ്ണടച്ച് കൂളായിട്ടിരിക്കും, ടെൻഷനൊക്കെ മാറുമെന്ന് പറയുമ്പോൾ അവൾ അതുപോലെ റിലാക്സ് ചെയ്യാനായി നോക്കുന്നു. ആ സമയത്ത് പരം പതിയെ അവളുടെ കയ്യിൽ തൊടുന്നുണ്ട്. അവൾ അവനെ നോക്കുമ്പോൾ അവൻ അവളുടെ മുഖത്തേക്ക് തന്നെ നോക്കി ചിരിക്കുന്നു. ഓൾറെഡി ഇവൻ അവളെ ഇഷ്ടമാണെന്ന് അവൾക്ക് അറിയാമല്ലോ. അവളും അവനെ നോക്കി ചിരിച്ചുകൊണ്ട് എന്നാലും എങ്ങനെ ഇവിടെ കറക്റ്റ് സമയത്ത് വന്നത് എന്ന് ചോദിക്കുമ്പോൾ ഞാൻ നിങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തൊട്ടേ പിന്തുടർന്ന് വരുന്നുണ്ടായിരുന്നു. മുന്നേ ഇവിടെ ഡ്രോപ്പ് ചെയ്യുന്നതും തിരിച്ചു പോയി ഫുഡ് കഴിക്കാൻ പോയതും പിന്നെ വീണ്ടും ഇവിടെ വന്നതും ഒക്കെ പിന്തുടർന്ന് ഞാൻ പിറകെ തന്നെ ഉണ്ടായിരുന്നു എന്ന് പരം പറയുമ്പോൾ എന്തായാലും പരം വന്നത് നന്നായി, അല്ലെങ്കിൽ അവിടെ നിന്ന് പെട്ടെന്ന് എസ്കേപ്പ് ആവാൻ പറ്റാതെ ഗിബിന്റെ അടുത്ത് പിന്നെയും പെട്ടുപോയേന്നുള്ള ആ ഒരു തിരിച്ചറിവില് അവിടെ ഇരിക്കുകയാണ് ദാവോ. എന്തായാലും ഇവർക്ക് ഇവിടെ ഇപ്പോ ആരും ഇടയിൽ വന്ന് പ്രശ്നം ഉണ്ടാക്കാനില്ലാതെ മനസ്സ് തുറന്ന് സംസാരിക്കാനായിട്ടുള്ള ഒരു സമയം കിട്ടുന്നുണ്ടെന്ന് തോന്നുന്നു. അടുത്ത ദിവസം രാവിലെ ആകട്ടെ ദാവോ വീട്ടിലേക്ക് വരാത്തത് കൊണ്ട് മാക്സ് ദാവോയുടെ ഫോണിലേക്ക് വിളിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. പക്ഷെ സ്വിച്ച് ഓഫ് എന്ന റിപ്ലൈ ആണ് ലഭിക്കുന്നത്. ഇവളിത് എവിടെ പോയി കാണുമെന്ന് അവൻ ടെൻഷൻ അടിക്കുമ്പോൾ നീ എന്താടാ രാവിലെ തന്നെ ഇങ്ങനെ തെക്ക് വടക്ക് നടക്കുന്നതെന്ന് അമ്മ ചോദിക്കുന്നു. അമ്മ ദാവോ വന്നിട്ടില്ല, അവളെ വിളിച്ചിട്ട് കിട്ടുന്നില്ല, അവൾ എവിടെ പോയിന്ന് അറിയില്ല എന്നല്ല മാക്സ് പറയുമ്പോൾ അവൾ അങ്ങനെ കെയർലെസ് ആയിട്ടുള്ള ഒരു പെൺകുട്ടി അല്ലല്ലോ, പിന്നിപ്പോ ഇത് എന്ത് പറ്റിയെന്ന് അമ്മയും ആകെ ടെൻഷൻ ആവുന്നു. അപ്പോഴാണ് മാക്സിനെ കണ്ട് സംസാരിക്കാനായി ഗിബ് വരുന്നത്. ദാവോ എവിടെ നിന്നായിരുന്നു ഗിബിന്റെ ചോദ്യം. ഇന്നലെ അവളെ ഞാൻ നിന്റെ റൂമിന്റെ അവിടെ ഡ്രോപ്പ് ചെയ്തതല്ലേ, പിന്നെ എനിക്കൊന്നും അറിയില്ലെന്ന് മാക്സ് പറയുമ്പോൾ അവൾക്കും എനിക്കും ഇടയിൽ ഒരു വഴക്കായി. അവള് പിന്നെ അപ്പൊ തന്നെ ഇറങ്ങിപ്പോയി, പിന്നെ ഒരു വിവരവും എനിക്കില്ല, അതാ കണ്ട് സംസാരിക്കാനായിട്ട് വന്നതെന്ന് ഗിബ് പറയുമ്പോൾ അവൾ ഇവിടെയില്ല, പിന്നെ അവൾ എവിടെ പോയി കാണുമെന്ന് മാക്സിന് വീണ്ടും ടെൻഷൻ. അപ്പോഴേക്കും ഒരു സ്ഥലത്ത് വണ്ടി നിർത്തി കാറിൽ ഇരുന്ന് ഉറങ്ങുകയായിരുന്നു പരമും ദവോയും. നൈറ്റ് ഫുള്ള് ഡ്രൈവ് ചെയ്ത് കുറച്ച് ദൂരെയുള്ള എവിടെയോ വന്നിരിക്കുകയാണ്. ആദ്യം കണ്ണു തുറക്കുന്നത് ദവോ ആണ്. സൈഡിലിരുന്ന് പരം ഉറങ്ങുന്നത് കണ്ട് അവൾ വളരെ കാര്യമായി അവനെ നോക്കി ചിരിച്ച ശേഷം അവനെ ഉണർത്താതെ പതിയെ കാറിന് പുറത്തേക്ക് ഇറങ്ങുന്നുണ്ടെങ്കിലും അവൾ കാറിന്റെ ഡോർ അടയ്ക്കുന്ന ശബ്ദത്തിൽ അവൻ ഉണരുന്നു. അവളാകട്ടെ നല്ല സ്ഥലം എന്നുള്ള ആ ഒരു തോന്നല്, ഒരു ഫ്രഷ് എയർ ഒക്കെ ഫീൽ ചെയ്ത് ആ ഒരു കാഴ്ച എൻജോയ് ചെയ്ത് ഇങ്ങനെ നടക്കുന്ന ടീം പരം അവളുടെ അടുത്തേക്ക് എത്തി. സോറി നിന്നോട് ചോദിക്കാതെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നതിന്, പിണക്കൊന്നും ഇല്ലല്ലോ അല്ലെന്ന് ചോദിക്കുമ്പോൾ ഇത്രയും മനോഹരമായ സ്ഥലം ഈ ഒരു മാനസികാവസ്ഥയിൽ കാണുമ്പോൾ സത്യത്തിൽ ഞാൻ വളരെ ഹാപ്പി ആയിട്ടുണ്ടെന്ന് അവള് പറയുന്നു. അപ്പോഴാണ് അവൻ കഴിഞ്ഞ ദിവസം എന്ത് പറ്റി നിനക്കും നിന്റെ ബോയ് ഫ്രണ്ടിനും ഇടയിൽ ഒരു വഴക്കെന്ന് ചോദിക്കുമ്പോൾ ഒന്ന് ആലോചിച്ച ശേഷം അവൻ എന്നെ പ്രപ്പോസ് ചെയ്തു എന്ന് പറയാണ്. അത് കേൾക്കുമ്പോൾ പരമിന്റെ മുഖം ഒന്ന് വാടുന്നുണ്ട്. എന്നിട്ട് എന്ത് പറഞ്ഞു എന്ന് ചോദിക്കുമ്പോൾ എന്ത് പറയാൻ, ആക്ച്വലി അവൻ എന്നെ പരിചയപ്പെടുന്നതിന് മുന്നേ തന്നെ അവന് വേറൊരു റിലേഷൻ ഉണ്ട്. അവൻ ആ റിലേഷൻ അവന്റെ വീട്ടിൽ പിടിക്കാതിരിക്കാനായിട്ട് എന്നെ മറയാക്കുകയായിരുന്നു എന്ന് ദവോ പറയുമ്പോൾ അതെന്താ അങ്ങനെയെന്ന് പരം ചോദിക്കുമ്പോഴാണ് അവനൊരു ഗേ ആണ്, അതുകൊണ്ട് അവൻ എന്നെ ഇഷ്ടപ്പെടുന്നത് പോലെ കാണിച്ച് അല്ലെങ്കിൽ എന്നെ വിവാഹം ചെയ്ത് കൂടെ നിർത്തിയ ശേഷം അവന്റെ കാര്യങ്ങൾ സൈഡിലൂടെ കൊണ്ടുപോകാന്ന് വിചാരിച്ചു. അതെനിക്ക് ഇപ്പോഴാ മനസ്സിലായതെന്ന് ദവോ പറയുന്നു. അപ്പോ നിനക്കിതില് വിഷമമൊന്നും ഇല്ലേന്ന് പരം ചോദിക്കുമ്പോൾ എനിക്കെന്തിനാ വിഷമം, എന്നെ ഇഷ്ടപ്പെടാത്ത ഒരാളെ നഷ്ടമാക്കിയാൽ ഞാൻ വിഷമിക്കണോ, പകരം എന്നെ ഇഷ്ടപ്പെടുന്ന ഒരാളെ നഷ്ടമാക്കുമ്പോഴല്ലേ ഞാൻ വിഷമിക്കേണ്ടത് എന്ന് പറയുന്നവൾ അവളുടെ മനസ്സിലിപ്പോ ഒരാളുണ്ടെന്ന് പറയുന്നു. ആളിപ്പോ എന്റെ തൊട്ട് മുന്നിൽ തന്നെ നിൽക്കുന്നു എന്ന് പറഞ്ഞ് അവൾ ഒരു ചുവട് പരമിന്റെ അടുത്തേക്ക് നീങ്ങി നിൽക്കുമ്പോൾ പരം തന്നെ തന്നെയാണ് ഇവൾ ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലാക്കി അവളെ തന്നെ നോക്കുന്നു. ഇവളുടെ വായിൽ ഇതൊന്ന് കേൾക്കാനായി ഇവൻ കുറച്ച് ദിവസങ്ങളായിട്ട് കാത്തിരിക്കുകയാണല്ലോ. അവളാകട്ടെ അത് പറഞ്ഞ ശേഷം അവിടെ ഒരു സൈഡിൽ പോയിരുന്നിട്ട് ആക്ച്വലി ഡോക്ടർ എന്നെ വിവാഹം ചെയ്യാൻ പോകുന്നത് ഇനി കാശിന് വേണ്ടി ആണോ എന്ന് ഞാൻ വിചാരിച്ചിരുന്നു. പിന്നെ റിക്കയുടെ കാര്യം, ഇടയ്ക്കിടയ്ക്ക് നിങ്ങളുടെ റിലേഷനെ പറ്റി അവളിങ്ങനെ ഓരോന്നും പറഞ്ഞുകൊണ്ട് നടക്കുമ്പോൾ അതും സീരിയസ് ആണ് എന്ന് ഞാൻ കരുതിയിരുന്നു. പക്ഷെ ഇത് രണ്ടും തെറ്റിദ്ധാരണകൾ മാത്രമായിരുന്നു എന്ന് മനസ്സിലായപ്പോ എനിക്ക് എന്റെ ഉള്ളിൽ ഇപ്പോ ഒരു കൺഫ്യൂഷനും ഇല്ല. എനിക്ക് ഡോക്ടറെ ഇഷ്ടമാണെന്ന് അവൾ പറയുമ്പോഴേക്കും പരമും അവളുടെ അടുത്തിരിപ്പുണ്ട്. അവൻ ഇതൊക്കെ കേട്ട് ഒന്നും മിണ്ടാതിരിക്കുമ്പോൾ അവൾ അവനെ തട്ടിയിട്ട് എന്താ ഒരു റിയാക്ഷനും ഇല്ലാതിരിക്കുന്നത്, ഞാനിങ്ങനെ പ്രപ്പോസ് ചെയ്തിട്ടും എന്തെങ്കിലും ഒരു മറുപടി പറയാന്നുള്ള രീതിയിൽ അവനെ നോക്കിയിരിക്കുകയാണ്. പരം ഉടനെ അവളുടെ കൈ പിടിച്ചിട്ട് എനിക്ക് നിന്നെ ഇഷ്ടമല്ല എന്ന് പറഞ്ഞ് അവളെ പതിയെ തന്നിലേക്ക് ചായച്ച് നെറ്റിയിൽ ഒരു കിസ് കൊടുക്കുന്നു. ആള് ഇഷ്ടമല്ലാന്ന് പറഞ്ഞെങ്കിലും എന്താ അതിന്റെ അർത്ഥമെന്ന് മനസ്സിലാക്കിയിരിക്കുന്ന ദവോ വളരെ ഹാപ്പിയായി പരമനോട് ചേർന്നിരിക്കുന്നു. അങ്ങനെ ഇവിടെ കാര്യങ്ങൾ നടക്കുമ്പോൾ പരമനെ വീട്ടിൽ കാണാതെ അമ്മ ടെൻഷനായിരിക്കാണ്. ആ ഒരു സമയത്ത് പോമ് ഞാൻ വിളിച്ചു നോക്കാം ആന്റി എന്നൊക്കെ പറഞ്ഞ് ആന്റിയെ സമാധാനിപ്പിച്ച് റൂമിലേക്ക് പറഞ്ഞു വിട്ട് കഴിയുമ്പോഴാണ് പോമിന്റെ ഫോണിലേക്ക് പരം വിളിക്കുന്നത്. ഞാനേ ദവോയുടെ കൂടെ ഉള്ളത്, എന്തായാലും ഒന്ന് അവിടെ ഹാൻഡിൽ ചെയ്തേക്കണേന്ന് പറഞ്ഞ് പരം കോൾ കട്ട് ചെയ്യുമ്പോൾ ആന്റിയെ ഈ ഒരു ഇടഞ്ഞു നിൽക്കുന്ന സിറ്റുവേഷനിൽ ഹാൻഡിൽ ചെയ്യുന്നത് കുറച്ച് ടഫ് ആയിട്ടുള്ള കാര്യമാണെങ്കിലും സാരില്ല, ഈ ഒരു നല്ല കാര്യത്തിന് വേണ്ടിയല്ലേ ഞാൻ ചെയ്തോളാം, നീ എൻജോയ് ചെയ്യാൻ പറഞ്ഞ് അവൾ കോൾ കട്ട് ചെയ്യുന്നു. അപ്പോഴേക്കും ഗിബ് ആകട്ടെ ദവോ വന്നു കഴിഞ്ഞാൽ എന്നെ അറിയിക്കണമെന്ന് പറഞ്ഞ് മാക്സിന്റെ വീട്ടിൽ നിന്ന് തിരിച്ചു പോവാണ്. ഗിബിന്റെ കാറിൽ മറ്റൊരാളുള്ളത് മാക്സ് കാണുന്നുണ്ട്.
അത് ആരാണെന്ന് സൂക്ഷിച്ചു നോക്കുമ്പോഴാണ് മാക്സ് ഇടയ്ക്ക് കണ്ടിട്ടുള്ള കോണാണ് അതെന്ന കാര്യം മാക്സിന് മനസ്സിലാവുന്നത്. ഇവര് പരിചയക്കാരാണോ എന്നിങ്ങനെ മാക്സ് ആലോചിച്ച് നിൽക്കുന്നുണ്ട്. മാക്സിന് ഇപ്പോഴും ഗിബും കോണും തമ്മിലുള്ള റിലേഷനെ പറ്റി അറിയില്ല. അതാവോ അത് അവനോട് പറയാനായിട്ട് ഒരു ഗ്യാപ്പ് അവർക്ക് കിട്ടിയില്ലല്ലോ. എന്തായാലും മാക്സ് അവിടെ അങ്ങനെ നിൽക്കുമ്പോൾ അങ്ങോട്ടേക്ക് എത്തുന്ന പരമും ദവോയും സെറ്റായി അവരൊന്നിച്ചപ്പോ ഉള്ളതെന്ന കാര്യം അറിയിക്കുന്നു. അത് കേൾക്കുമ്പോൾ മാക്സ് ആകെ ഷോക്കാവുന്നു. ഗിബിനെ കാണാനായിട്ട് ഞാൻ പറഞ്ഞു വിട്ട അവൾ എങ്ങനെ പരമിന്റെ അടുത്തെത്തി അവര് സെറ്റായി? അതാണ് മാക്സിന് ഇപ്പൊ മനസ്സിലാവാത്തത്. ഇപ്പോഴാകട്ടെ നമ്മുടെ പരമും ദവോയും ഇപ്പോഴെങ്ങും തിരിച്ചു പോകാൻ പ്ലാൻ ഇല്ലാന്ന് തോന്നുന്നു. രണ്ടുപേരും അവിടെ സ്റ്റേ ചെയ്യാനായിട്ട് ഒരു സ്ഥലമൊക്കെ എടുക്കുന്നുണ്ട്. എന്നിട്ട് അവിടെ ഇവര് തന്നെ കുക്ക് ചെയ്യാമെന്ന് പറഞ്ഞ് പരം സാധനങ്ങൾ വാങ്ങാനായി ദവോയുമായി നടന്നു പോകുന്നു. അവൻ ഇവിടെ അടുത്ത സാധനങ്ങൾ കിട്ടുമെന്നും പറഞ്ഞ് അവളെ നടത്തിച്ച് കുറേ ദൂരം നടത്തിക്കുകയാണ്. ആളൊഴിഞ്ഞ നല്ല പ്രകൃതി രമണീയമായ ഒരു പ്ലേസ് ആണിത്. കുറച്ചു നേരം അവൾ ആ സ്ഥലം കണ്ട് നടന്ന് ദൂരം കുറെ പിന്നിട്ടത് അറിഞ്ഞില്ല. പിന്നീട് കാല് വേദന എടുത്ത് അവള് സാധനം വാങ്ങിക്കാനുണ്ടെന്നും പറഞ്ഞ് ഇത്രയും ദൂരം വന്ന് എന്തിനാണെന്ന് ചോദിക്കുമ്പോൾ സാധനമോ അത് നമ്മുടെ സ്റ്റേ ചെയ്യുന്നതിന്റെ തൊട്ടപ്പുറത്ത് കിട്ടുമല്ലോ എന്ന് പറയുമ്പോൾ എന്നിട്ടാണോ എന്നെ ഇത്രയും ദൂരം നടത്തിച്ചതെന്ന് അവള് ദേഷ്യപ്പെടുമ്പോ നിന്റെ കൂടെ ചുമ്മാ മിണ്ടിയും പറഞ്ഞു നടക്കാനായിട്ടുള്ള കൊതി കൊണ്ടല്ലേ എന്ന് പറയുന്ന അവൻ ശരി നടക്കാൻ വൈകി വാ ഞാൻ എടുത്തോണ്ട് പോവാന്നും പറഞ്ഞ് അവളെ നൈസായിട്ട് മുതുകത്ത് എടുത്തുകൊണ്ട് പോകുന്നുണ്ട്. എന്തായാലും അങ്ങനെ ഇവർ ഇവിടെ ഹാപ്പിയായി കുറെ നല്ല മൊമെന്റ്സ് ഷെയർ ചെയ്യുന്നു. അതിനുശേഷം തിരിച്ച് താമസ സ്ഥലത്തേക്ക് എത്തിക്കഴിഞ്ഞ ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫിനെ പോലെ ജോലികളെല്ലാം പരസ്പരം ഷെയർ ചെയ്ത് ചെയ്യാണ്. അങ്ങനെ ബെഡൊക്കെ റെഡിയാക്കുന്നതിന്റെ ഇടയിൽ ബെഡ്ഷീറ്റിന് പിടിവലി കൂടി ദവോ ബെഡിലേക്ക് വീഴുമ്പോൾ അവളുടെ അടുത്തേക്ക് ക്ലോസ് ആയി പരം ചെല്ലുന്നു. എന്താ ഡോക്ടറിന്റെ ദുരുദ്ദേശം എന്ന് അവൾ ചോദിച്ചു തീരുമ്പോഴേക്കും അവൻ അവളെ കിസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവിടെ ഇങ്ങനെ കാര്യങ്ങൾ നടക്കുമ്പോൾ ഇതൊന്നും അറിയാതെ പരമിന്റെ അമ്മ പോമിനെ കൊണ്ട് മാക്സിനെ വിളിപ്പിക്കുന്നു. എന്നിട്ട് ദവോ എവിടെയാണെന്ന് മാക്സിനോട് ചോദിക്കുകയാണ്. കാരണം അപ്പോഴേക്കും ദവോയും മാക്സും കൂട്ടാളികളായിരുന്നു എന്നത് അമ്മയ്ക്ക് മനസ്സിലായിട്ടുണ്ട്. ആക്ച്വലി ദവോ എവിടെയാണെന്ന് മാക്സിന് അറിയില്ലല്ലോ, അതുകൊണ്ട് തന്നെ എനിക്കറിയില്ല എന്ന് പറയുമ്പോൾ ഇപ്പുറത്തിരുന്ന പോം നൈസായിട്ട് കാര്യം അവതരിപ്പിക്കുന്നു. ആന്റി ഇവിടെ പരമിനെയും കാണാനില്ല, അപ്പുറത്ത് ദവോയും കാണാനില്ല, ഈ കാണാതായ രണ്ടുപേരും കൂടി ഒന്നിച്ചെങ്ങാനും കാണുമോ എന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ടെന്ന് പോം പറയുമ്പോ പരമിന്റെ അമ്മ ഒന്നും പറയാതെ വല്ലാത്തൊരു ഭാവത്തില് അത് കേട്ടിരിക്കുകയാണ്. ആക്ച്വലി ദവോ വീണ്ടും വരണമെന്നാണോ അതോ വേണ്ടാന്നാണോ അമ്മയുടെ ഇപ്പോഴത്തെ ആ ഒരു ചിന്തയെന്ന് ആ മുഖഭാവം കണ്ട് മനസ്സിലാക്കാനേ പറ്റുന്നില്ല. അങ്ങനെ വീണ്ടും പരമിനെ കാണുമ്പോ ആള് കിച്ചണിലെ കുക്ക് ചെയ്തോണ്ട് നിൽക്കാണ്. കുക്കിംഗ് ഒക്കെ അറിയാവോ എന്ന് ദവോ ചോദിക്കുമ്പോ പിന്നെ പഠിക്കുന്ന ടീം ഹോസ്റ്റലിൽ വെച്ച് ചെറിയ രീതിയിൽ എനിക്ക് വേണ്ട ചെറിയ രീതിയിൽ നൂഡിൽസ് ഒക്കെ കുക്ക് ചെയ്ത് റൂമിൽ കഴിക്കാറുണ്ടായിരുന്നു എന്ന് പറഞ്ഞ് അവൻ കുക്ക് ചെയ്ത ഫുഡ് ദവോയ്ക്ക് കഴിക്കാൻ കൊടുക്കുന്നു. പൊതുവെ ഇവളായിരുന്നല്ലോ ഫായി ആയി അവന് ഫുഡ് ഉണ്ടാക്കി കൊടുത്തിരുന്നത്. നേരെ തിരിച്ചപ്പോ കാര്യം നടക്കാണ്. അങ്ങനെ അവൾ ഫുഡ് കഴിച്ചിട്ട് കൊള്ളാം സൂപ്പർ ആയിട്ടുണ്ടെന്ന് പറഞ്ഞ് നല്ല വിശപ്പുള്ളത് കൊണ്ട് അതൊക്കെ ഇങ്ങനെ കഴിച്ചോണ്ടിരിക്കുമ്പോ പെട്ടെന്ന് പരം അവളോട് നമുക്ക് കല്യാണം കഴിച്ചാലോ എന്ന് ചോദിക്കുന്നു. അത് കേട്ട് കഴിച്ചിരുന്ന ഫുഡ് അവളുടെ നെറുകയിൽ കയറുന്നുണ്ട്. അവൾ ഇവനെ ഇതിപ്പോ ഇങ്ങനെ പെട്ടെന്ന് ഈ ഒരു സമയത്ത് ഇങ്ങനെ ചോദിച്ചേ അല്ലെങ്കിലും ഇങ്ങനെയാണോ പ്രപ്പോസ് ചെയ്യുന്നത്? ഫുഡ് കഴിച്ചോണ്ടിരിക്കുമ്പോ അത് കഴിക്കാൻ അനുവദിക്കാതെ എന്തോന്ന് പ്രപ്പോസലാന്നൊക്കെ പറയുമ്പോ അവൻ അവളെ നിർബന്ധിച്ച് പുറത്തേക്ക് കൊണ്ടുവന്നു. നോക്കുമ്പോ അവിടെ ലൈറ്റിംഗ് ഒക്കെ ചെയ്ത് അവൻ ഒരു പ്രപ്പോസൽ കണക്ക് ഒരു ആംബിയൻസ് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അത് കണ്ട് അവൾ അന്തം വിട്ട് നിൽക്കുമ്പോ പറ എന്നെ മാരി ചെയ്യാവോ, നമുക്ക് ഒന്നിച്ച് മുന്നോട്ട് പോകാന്ന് അവൻ പറയുമ്പോ അവൾ അതിന് യെസ് പറയുന്നുണ്ട്. അവൻ അത് കേട്ട് ഹാപ്പി ആകുന്ന അതേ സമയം തന്നെ അവൾക്ക് ഒരു ഡൗട്ട്. ഈ കല്യാണത്തിന് അമ്മ സമ്മതിക്കോ? അമ്മയ്ക്ക് ഇപ്പൊ എന്നെ ഇഷ്ടമല്ലല്ലോ, ഞാൻ എങ്ങനെ അമ്മയെ ഫേസ് ചെയ്യും എന്നെല്ലാം അവള് ചോദിക്കുമ്പോ അതൊക്കെ നമുക്ക് ഒന്നിച്ച് മാനേജ് ചെയ്യാന്ന് പറഞ്ഞ് അവൻ അവളെ കിസ് ചെയ്യുന്നു. പക്ഷെ അതിന്റെ ഇടയിൽ വീണ്ടും അവള് അമ്മയുടെ കാര്യം പറഞ്ഞ് ടെൻഷൻ ആവുമ്പോ നീ ടെൻഷൻ ആവല്ലേ, അതൊക്കെ ഇങ്ങനെ മാനേജ് ചെയ്തെടുക്കാം, പക്ഷെ ഇപ്പൊ ടെൻഷൻ അടിച്ച് ഈ ഒരു സമയം കളഞ്ഞ ഇതൊന്നും തിരിച്ചു കിട്ടില്ല എന്ന് പറഞ്ഞ് അവൻ വീണ്ടും അവളെ കിസ് ചെയ്യാണ്. അങ്ങനെ പിന്നീട് നമ്മളെ ദവോയുടെ മുത്തശ്ശിയാണ് കാണുന്നത്. മുത്തശ്ശി ദവോ ഇടയ്ക്ക് നിന്നിരുന്ന ആന്റിയുടെ വീട്ടിലെത്തിയിട്ടുണ്ട്. ഇവിടെ നിന്ന് പരമിന്റെ വീട് അടുത്താണ്. അപ്പൊ ചെന്ന് സംസാരിക്കാനും സോറി പറയാനും ഒക്കെ ആയിട്ടാണ്. സോറി മറ്റൊന്നിനും അല്ല, പാർട്ടിക്ക് വിളിച്ചിട്ട് കാര്യങ്ങൾ നേരെ ചൊവ്വയാക്കാൻ നോക്കിയപ്പോ പാർട്ടിയില് പരമിനെ വല്ലാതെ ഇൻസൾട്ട് ചെയ്ത് അവള് പറഞ്ഞു വിട്ടില്ല. അപ്പൊ ആ കാര്യങ്ങളെ പറ്റി സംസാരിക്കാനാണ്. അല്ലാതെ ആൾമാറാട്ടം നടത്തിയ കാര്യം ഇവിടെ പിടിച്ച് പ്രശ്നമായതൊന്നും മുത്തശ്ശി അറിഞ്ഞിട്ടില്ല. എന്തായാലും അപ്പോഴേക്കും പരം ദവോയും കൂട്ടി അവന്റെ വീട്ടിലേക്ക് തന്നെ വരുന്നുണ്ട്. പോമാകട്ടെ നീ ഇപ്പൊ എന്ത് ഈ ചെയ്യുന്നത്, ഇത് പ്രശ്നമാവോ എന്നൊക്കെ പറയുമ്പോ ഒന്നുമില്ല, എന്തായാലും രണ്ടിലൊന്നും അറിഞ്ഞല്ലേ പറ്റൂ, അതുകൊണ്ട് വെയിറ്റ് ആൻഡ് സീ എന്ന് പോമിനെ അവൻ സമാധാനിപ്പിക്കുന്നു. സംഭവം എന്താണെന്ന് വെച്ചാല് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായി വന്നിരിക്കുന്ന അമ്മയുടെ മുന്നിലേക്ക് ഫുഡ് കൊണ്ടു കൊടുക്കുന്നത് മറ്റാരുമല്ല നമ്മുടെ ഫായി ആണ്. അതെ, പരം ദവോയെ വീണ്ടും ഫായിയുടെ വേഷത്തില് കളത്തിലേക്ക് ഇറക്കി. കാരണം അമ്മയ്ക്ക് ചിലപ്പോ ദവോയോട് കലിപ്പ് തോന്നിയാലും തന്റെ ഫായിയോട് കലിപ്പടിക്കാൻ സാധിക്കില്ല എന്ന ഒരു വിശ്വാസം പരമിനുണ്ട്. അങ്ങനെ ഫായ് തനിക്കുള്ള ഫുഡ് കൊണ്ടുവരുന്നത് കണ്ട് അമ്മ ഭയങ്കര ഷോക്കായിട്ട് അവളോട് നോക്കുകയും ദേഷ്യപ്പെടുകയും ചെയ്യാണ്. നിനക്ക് എന്താ ഇവിടെ കാര്യമെന്ന്. ആ സമയത്ത് അവൾ അതൊന്നും മൈൻഡ് ആക്കാതെ വീണ്ടും കൂളായി മേഡത്തിനുള്ള ഫുഡാ എങ്ങനെയുണ്ടെന്ന് കഴിച്ചിട്ട് പറയണമെന്നൊക്കെ പറഞ്ഞ് അത് വിളമ്പി കൊടുക്കുമ്പോ വീണ്ടും പരമിന്റെ അമ്മ നിന്നെ ആരിപ്പോ ഇങ്ങോട്ട് വിളിച്ചെന്ന് ചോദിച്ച് ദേഷ്യപ്പെടുന്നു. ദവോ ഫുഡൊക്കെ വിളമ്പി കൊടുക്കുമ്പോ അമ്മ അവിടെ കിടന്ന് ലൂവിന്റെ പേര് ഉറക്കെ വിളിക്കുന്നുണ്ട്. ലൂ വരാതിരിക്കുമ്പോ വന്നില്ലെങ്കിൽ നിന്നെ ഞാൻ
ഇവിടെ നിന്ന് പുറത്താക്കുമെന്ന് ഷൗട്ട് ചെയ്യുമ്പോൾ ലൂ അവിടേക്ക് ചെല്ലുന്ന ടീം ഇതൊക്കെ വേഗം എടുത്ത് കളഞ്ഞിട്ട് നീ എനിക്ക് വല്ല ഉണ്ടാക്കിക്കൊണ്ട് വരാനേ അമ്മ ലൂവിനോട് പറയുന്നു. ലൂ പതിയെ പുറത്തേക്ക് ഇറങ്ങുമ്പോ എന്തായിന്ന് പരമും പോമും ചോദിക്കുമ്പോ പണി പാളിയുന്ന മട്ടിൽ ലൂ അവിടെ നിൽക്കാണ്. ഈ സമയത്ത് തന്നെ ക്ഷമിക്കാനായി പരമന്റെ അമ്മ തയ്യാറല്ല എന്ന് മനസ്സിലാക്കുന്ന ദവോ അവിടെ കിടന്ന് കാല് പിടിച്ച് കരയുന്നുണ്ട്. ഞാൻ ഒരിക്കലും മേഡത്തിനെ മുറിപ്പെടുത്താനായിട്ട് ഒന്നും ചെയ്തതല്ല, പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞാൽ മേഡവും ഞാൻ ഇത്രയും ക്ലോസ് ആവുന്ന ഞാൻ അറിഞ്ഞിരുന്നില്ലല്ലോ, അല്ലാതെ ഞാൻ മനഃപൂർവ്വം കള്ളം പറഞ്ഞ് പറ്റിച്ചതല്ല എന്നൊക്കെ അവള് പറഞ്ഞ് അപേക്ഷിക്കുമ്പോഴും അവർ കേൾക്കുന്നില്ല. മേഡം എന്ത് പറഞ്ഞാലും ഞാൻ കേൾക്കാന്നൊക്കെ അവള് പറയുമ്പോ എന്ത് പറഞ്ഞാലും കേൾക്കുമോ എന്ന് എടുത്തൊരു ചോദ്യം. കേൾക്കും. തൂത്ത് പറഞ്ഞോ, എന്ത് ഫുഡ് ഉണ്ടാക്കണം, എന്ത് വേണമെങ്കിലും ഞാൻ ചെയ്യാന്ന് അവള് പറയുമ്പോ ഒന്ന് ഇവിടെ നിന്ന് പോയി തന്നാ മതി എന്ന് പറഞ്ഞ് പരമന്റെ അമ്മ അവിടെ നിന്ന് പോവാണ്. ഈ ഒരു സമയത്ത് പരമും പോമും അപ്പോഴാണ് ഇവർ മുകളിലത്തെ നിലയിൽ നിന്ന് ഇറങ്ങി വരുന്ന എന്ന രീതിയിൽ ഒരു ആക്ഷൻ കാണിക്കുമ്പോൾ നിന്നോട് സംസാരിക്കാനുണ്ടെന്നും പറഞ്ഞ് പരമിനെ മാറ്റി നിർത്തുന്ന അമ്മ അവള് വന്നത് നീ എന്താ അറിഞ്ഞില്ലായിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ അറിഞ്ഞില്ല എന്നവൻ കള്ളം പറയുന്നു. അവളെ ഞാൻ ഇവിടെ നിന്ന് പറഞ്ഞു വിട്ടതല്ലേ, പിന്നെ എന്തിന് അവൾ ഇവിടെ വലിഞ്ഞു കയറി വരണമെന്ന് അമ്മ ചോദിക്കുമ്പോൾ അവള് അറിഞ്ഞുകൊണ്ട് അമ്മയോട് ഒരു തെറ്റും ചെയ്തിട്ടില്ല, അത് സാഹചര്യങ്ങൾ മൂലം അങ്ങനെ സംഭവിച്ചു പോയതാ അമ്മയൊന്ന് മനസ്സിലാക്കുന്ന പരം പറയുമ്പോൾ നിനക്കെന്താ ഇപ്പൊ അവളോടൊരു ചായവെന്ന് അമ്മ ചോദിക്കുന്ന ടീം എനിക്ക് അവളെയാണ് ഇഷ്ടം. റിക്ക എന്റെ ജസ്റ്റ് ഒരു ഫേക്കായ റിലേഷൻ മാത്രമായിരുന്നു, അത് ഈ ഒരു വിവാഹത്തിൽ നിന്ന് ഇതെനിക്ക് ഇഷ്ടമില്ലാഞ്ഞ സമയത്ത് പിന്മാറാനായി ഞാൻ എടുത്ത ഒരു തീരുമാനം, അത്രേ ഉള്ളൂ, എനിക്ക് ഇവളെയാണ് ഇഷ്ടമെന്ന് അവൻ ആവർത്തിച്ച് പറയുമ്പോ നീ ഇവളെ ഇഷ്ടപ്പെടുന്നെന്നോ, എന്റെ മനസ്സ് തകർത്ത എന്റെ വിശ്വാസത്തെ തകർത്ത ഇവളെ നിനക്ക് ഭാര്യയാക്കണമെന്ന് ഇപ്പൊ നിനക്ക് തോന്നുന്നുണ്ടല്ലേ എന്ന് അമ്മ അവനോട് ദേഷ്യപ്പെടുമ്പോ അമ്മയ്ക്ക് ദവോയുടെ ദേഷ്യം തോന്നിയാലും അവളോട് പിണങ്ങിയിരിക്കാൻ തോന്നിയാലും ഫായോട് അങ്ങനെ അമ്മയ്ക്ക് പെരുമാറാൻ കഴിയുമോ എന്ന് പരം അമ്മയുടെ വീക്ക്നെസ്സിൽ കയറി പിടിക്കുന്നു. കാരണം ഫായ് അമ്മയ്ക്ക് അത്ര വലിയ കാര്യമായിരുന്നല്ലോ. ഈ സമയത്ത് ഇത് കേൾക്കുന്ന അമ്മ ഒന്നും മിണ്ടാതെ അവിടെ നിന്ന് പോകുമ്പോ വീണ്ടും അവൾ അമ്മയുടെ മുന്നിൽ ചെന്ന് മാപ്പ് ചോദിക്കുന്നുണ്ട്. കരഞ്ഞ് കാല് പിടിച്ചാണ് അവൾ ആ മാപ്പൊക്കെ ചോദിക്കുന്നത്. ആ സമയത്ത് പരമിന്റെ അമ്മയുടെ ദേഷ്യം നിറഞ്ഞു നിന്ന മുഖത്ത് കണ്ണുനീര് നിറയുന്നുണ്ടായിരുന്നു. അപ്പോഴേക്കും ദവോയുടെ ചേട്ടനെ ഫോൺ ചെയ്ത് പോം നടന്ന കാര്യങ്ങളൊക്കെ പറയുന്നു. അതായത് ഇങ്ങനെ പരമിന്റെ അമ്മ അവൾ ആൾമാറാട്ടം നടത്തിയത് കണ്ടുപിടിച്ചതും പിന്നീട് പ്രശ്നമായതും ഇപ്പൊ അവൾ ഇവിടെ വീണ്ടും ഫായുടെ വേഷത്തിലെത്തി അമ്മയെ സമാധാനിപ്പിക്കാൻ നോക്കുന്നതും അതിന്റെ ഇടയിൽ പരമും ദവോയും അവരുടെ ഇഷ്ടം തുറന്നു പറഞ്ഞ് കുറച്ചു നേരം പുറത്ത് ഒന്നിച്ച് ടൈം സ്പെൻഡ് ചെയ്തതും ഒക്കെ ഇത് കേൾക്കുമ്പോ പരമിന്റെ അമ്മ ഇപ്പോഴും ക്ഷമിച്ചിട്ടില്ല എന്ന് അറിയുന്നുണ്ടെങ്കിൽ പോലും ദവോ ഗ്രീൻ സിഗ്നൽ നൽകിയല്ലോ, അവൾ എഫേർട്ട് എടുത്ത് കാര്യങ്ങൾ റെഡിയാക്കാൻ നോക്കുന്നുണ്ടല്ലോ എന്നറിയുമ്പോ മുത്തശ്ശിയും ചേട്ടനൊക്കെ ഒരുപാട് ഹാപ്പി ആവുന്നു. അപ്പോഴേക്കും ഇവിടെ പരം വീണ്ടും ധർമ്മസങ്കടത്തിലാണ്. ഒരു ഭാഗത്ത് അവന്റെ അമ്മ, മറുഭാഗത്ത് അവൻ ഇഷ്ടപ്പെടുന്ന പെൺകുട്ടി. ഇനി ഇവര് തമ്മിൽ സെറ്റായാലേ ഇവന്റെ കാര്യങ്ങൾ നടക്കും. അത് ഇനി എങ്ങനെ നടക്കുമെന്ന് അവൻ ഒരു ഐഡിയ ഇല്ല. ഇവര് തമ്മിൽ സെറ്റായിരുന്നപ്പോ ഇവനും ദവോയും തമ്മിൽ സെറ്റാവില്ലായിരുന്നു. ഒരു ഭാഗത്ത് റെഡി ആവുമ്പോ മറ്റേ ഭാഗത്ത് പ്രശ്നങ്ങൾ ആവുകയാണല്ലോ എന്ന് അവൻ ആകെ ടെൻഷനായി നിൽക്കുകയാണ്. അങ്ങനെ പിന്നീട് മാക്സിന്റെ വീട്ടിൽ ചെന്ന് ദവോ സംസാരിക്കുന്നുണ്ട്. ആ ടീം പരമിന്റെ അമ്മ വെറും ഒരു സാധു സ്ത്രീയാ, ഇത്തിരി പിശുക്കുണ്ടെന്നേ ഉള്ളൂ, അതുകൊണ്ട് നീ എന്തായാലും പരിശ്രമിക്കണം, എല്ലാം നല്ലതായിട്ട് നടക്കുമെന്ന് മാക്സിന്റെ അമ്മ അവൾക്ക് ഓൾ ദി ബെസ്റ്റ് പറയുന്നു. മാക്സിനും അതൊക്കെ തന്നെ പറയാനായിട്ടുള്ളൂ. അങ്ങനെ അവൾ അവിടെ നിന്ന് തിരിച്ചു വരുമ്പോ അവൾക്ക് അപ്പോഴും പരമിന്റെ അമ്മ തന്നോട് ക്ഷമിച്ചില്ലല്ലോ എന്ന കാര്യം ഓർത്ത് നല്ല സങ്കടം വരുന്നുണ്ട്. അവൾ അങ്ങനെ മുറ്റത്ത് നിന്ന് കരയുന്നത് കാണുന്ന പരം അവളുടെ അടുത്തേക്ക് എത്തി അവളെ കെട്ടിപ്പിടിക്കുന്നു. അവളെ ചേർത്ത് നിർത്തിയ ശേഷം എല്ലാം ഓക്കെ ആവും, ഞാൻ നിന്റെ കൂടെ ഉണ്ടെന്നും പറഞ്ഞ് അവൻ അവളെ കെട്ടിപ്പിടിച്ച് ആശ്വസിപ്പിച്ച് നെറ്റിയിൽ കിസ് ചെയ്യുന്നു. ആ ഒരു സമയത്ത് ഇവൻ തന്റെ കൂടെ ഇങ്ങനെ കട്ടയ്ക്കുണ്ടല്ലോ, അതുകൊണ്ട് എന്തും തനിക്ക് നേരിടാൻ സാധിക്കും എന്ന ആ ഒരു പ്രതീക്ഷയിൽ അവളും കുറച്ചൊന്ന് ഹാപ്പി ആവുന്നുണ്ട്. പരമിന്റെ അമ്മ ഫുഡ് കഴിക്കാനായി വന്നിരിക്കുമ്പോ മുന്നത്തെ പോലെ തന്നെ വീണ്ടും ദവോ ആണ് ഫുഡ് കൊണ്ടുപോകുന്നത്, അതും ഫായുടെ വേഷത്തില്. പരമിന്റെ അമ്മയ്ക്ക് ദേഷ്യം വരുന്നു. ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകാൻ പറഞ്ഞിട്ട് നീ എന്തിനാ ഇവിടെ നിൽക്കുന്നതെന്നെല്ലാം അമ്മ ദേഷ്യപ്പെടുമ്പോ അവൾ ഞാൻ ഫായ് അല്ലേ, എന്നോട് അങ്ങനെ പിണങ്ങാൻ കഴിയില്ലെന്ന് അറിയാന്ന് പറഞ്ഞു അവൾ അവിടെ നിൽക്കുമ്പോ ദേഷ്യം വരുന്ന പരമിന്റെ അമ്മ നീ ഫായ് അല്ല ദവോ ആണെന്നും പറഞ്ഞ് അവളുടെ വിഗ് വലിച്ചൂരുകയും ടിഷ്യൂ എടുത്ത് അവളുടെ കയ്യിലെ ആ ഒരു നിറമങ്ങാനായി തേച്ചിരിക്കുന്നതൊക്കെ തുടച്ചു കളയുകയും ചെയ്യുന്നു. ഈ സമയത്ത് അവളും കരയുന്നുണ്ട്, അമ്മയും കരയുന്നുണ്ട്. അവളോട് ഷൗട്ട് ചെയ്ത് അമ്മ അത് തന്നെ ആവർത്തിക്കുമ്പോ ബഹളം കേട്ട് പരമും പോമും അങ്ങോട്ടേക്ക് വരുന്നു. തുടർന്ന് രണ്ടുപേരും കൂടി ചേർന്ന് അമ്മയെ പിടിച്ചു മാറ്റുമ്പോ അമ്മ കരഞ്ഞു ബഹളം വെച്ച് അവിടെ നിന്ന് മുന്നോട്ട് പോവാണ്. ഈ സമയം പൊട്ടിക്കരയുന്ന ദവോയെ കയ്യിൽ പിടിച്ച് സമാധാനിപ്പിച്ച് പരം അമ്മയുടെ അടുത്തേക്ക് പോകുമ്പോ അവളെ പോം കെട്ടിപ്പിടിച്ച് ആശ്വസിപ്പിക്കുന്നുണ്ട്. അമ്മയോട് ഇങ്ങനെ അവളോട് പെരുമാറരുത് എന്ന് പരം പറയാണ്. അവൾ തെറ്റ് ചെയ്തെങ്കിൽ അതിന് അവള് മാപ്പ് ചോദിക്കുന്നില്ലേ, തെറ്റ് മനസ്സിലാക്കി മാപ്പ് ചോദിച്ചാ നമ്മള് പ്രായശ്ചിത്തം അക്സെപ്റ്റ് ചെയ്ത് മാപ്പ് കൊടുക്കണ്ടേന്ന് പരം പറയുമ്പോ എന്നെ അവൾ അത്രയേറെ മുറിപ്പെടുത്തി, അവളെ ഞാൻ എത്ര വിശ്വസിച്ചോ അതിലേറെ അവൾ എന്നെ വിഷമിപ്പിച്ചു, അതിന് അവൾക്ക് മാപ്പില്ല എന്നതായിരുന്നു അമ്മയുടെ മറുപടി. അമ്മ ഞാൻ അവളെ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നു, അതുകൊണ്ട് ഈ പ്രശ്നങ്ങള് സോൾവ് ചെയ്യണമെന്ന് പരം പറയുമ്പോ നീ അവളെ വിവാഹം കഴിച്ചാല് പിന്നെ നിനക്കും എനിക്കും ഇടയിൽ യാതൊരു ബന്ധവും ഇല്ല എന്ന് അമ്മ പറയുമ്പോ പോലും പരം അത് കേൾക്കുന്നില്ല. അമ്മ എനിക്ക് അവളെ വിവാഹം ചെയ്തേ പറ്റൂന്ന് പറഞ്ഞ് അവൻ അമ്മയോട് സംസാരിക്കുമ്പോ അമ്മ ഇവൻ ഇങ്ങനെ പറഞ്ഞത് കേട്ട് വളരെയധികം ഞെട്ടിപ്പോകുന്നുണ്ട്. തന്നെക്കാൾ ഏറെ അവൻ പ്രയോറിറ്റി കൊടുക്കുന്നത് ദവോയ്ക്കാണോ എന്നത് അമ്മയെ ആകെ പാടെ ഞെട്ടിച്ചു. അമ്മ അവന്റെ പേര് വിളിക്കുമ്പോ അവൻ തൊഴുതുകൊണ്ട് അമ്മയോട് സംസാരിക്കാതെ അവിടെ നിന്ന് മാറുന്നു.
മറന്നു. അങ്ങനെ പിന്നീട് പോവും ദവോയുടെ മുത്തശ്ശിയെയും ചേട്ടനെയും കണ്ട് നടന്ന കാര്യങ്ങൾ പറയുന്നു. വിഷയം സീരിയസ് ആയി പൊയ്ക്കൊണ്ടിരിക്കുകയാണെന്ന് പോവും പറഞ്ഞറിയുന്ന മുത്തശ്ശി ഇനിയിപ്പോ ഞങ്ങളും കൂടി അതിൽ ഇടപെടാം എന്ന് പറയാണ്. അങ്ങനെ മുത്തശ്ശിയും ചേട്ടനും പിന്നീട് പരമന്റെ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ ദവോയാണ് ഗേറ്റ് തുറക്കാനായി പോകുന്നത്. അവളിപ്പോ ഭായുടെ വേഷത്തിലാണല്ലോ. പെട്ടെന്ന് മുത്തശ്ശിയും ചേട്ടനെയും കണ്ട് അവളൊന്ന് പമ്മുന്നുണ്ടെങ്കിലും അവർക്ക് തന്നെ മനസ്സിലാവില്ല എന്ന് കരുതി അവള് ഗേറ്റ് ഒക്കെ തുറന്ന് കാഷ്വലായി സംസാരിക്കുന്നു. അതിനുശേഷം അവള് മേഡത്തെ വിളിക്കാന്ന് പറഞ്ഞ് അകത്തേക്ക് പോകുമ്പോഴാണ് മുത്തശ്ശി അത് നമ്മുടെ ദവോ അല്ലേ എന്ന് ചേട്ടൻ പറയുന്നത്. അപ്പോഴാണ് മുത്തശ്ശിയും പെട്ടെന്ന് ആ കാര്യം ഓർക്കുന്നത്. കാരണം കണ്ടപ്പോ അങ്ങനെ ഓർമ്മ വന്നതേ ഇല്ല. അകത്തേക്ക് ചെന്ന് കഴിഞ്ഞ് അവര് സോഫയിൽ ഇരിക്കുമ്പോൾ മേഡത്തെ വിളിച്ചിട്ടുണ്ട് ഇപ്പൊ വരുമെന്നും പറഞ്ഞ് ഫായ് അവിടേക്ക് ചെല്ലുമ്പോൾ അവളെ മുത്തശ്ശിയും ചേട്ടനും അടുത്ത് ഇരിക്കാനായി വിളിക്കുന്നു. അവളങ്ങനെ അവരുടെ അടുത്തായി തറയിൽ പോയിരിക്കുകയാണ്. കാരണം ഹൗസ് ഹെൽപ്പിന് നിൽക്കുന്ന പെൺകുട്ടിയാണല്ലോ. അതുകൊണ്ട് അവൾ അങ്ങനെ തറയിൽ ഇരിക്കുമ്പോൾ പെട്ടെന്ന് മുത്തശ്ശി കൈ നീട്ടി അവളുടെ മറുക് പറിക്കുമ്പോഴാണ് അവൾ ഞെട്ടുന്നത്. ആദ്യം മുത്തശ്ശിക്കൊന്നും മനസ്സിലായില്ല എന്ന് കരുതിയാണ് അവളും ആ ഫ്ലോയ്ക്കൊത്ത് നിന്നത്. ഇപ്പൊ മനസ്സിലായെന്ന് കാണുമ്പോ കണ്ടുപിടിച്ചല്ലോ എന്നും പറഞ്ഞ് ചിരിക്കുന്ന അവൾ മുത്തശ്ശി എന്തിപ്പോ വന്നേന്ന് ചോദിക്കുമ്പോ എല്ലാ കാര്യവും അറിഞ്ഞിട്ട് തന്നെയാ വന്നത്. പരമന്റെ കൂടെ പുറത്തു പോയതും ഇവിടെ നടന്ന കാര്യങ്ങളും എല്ലാം അറിഞ്ഞു. ബാക്കി എന്താന്ന് വെച്ചാൽ തീരുമാനിക്കണ്ടേന്ന് പറഞ്ഞ് മുത്തശ്ശി അവിടെ ഇരിക്കുകയാണ്. ഇവിടെ ഇങ്ങനെ കാര്യങ്ങൾ നടക്കുമ്പോ പുറത്ത് ലൂവും അവളുടെ ബോയ് ഫ്രണ്ടും സംസാരിക്കുകയാണ്. ദവോയുടെ കാര്യമാണ് പറയുന്നത്. ദവോ എത്ര വലിയ ഒരു വീട്ടിലെ എത്ര പഠിപ്പും വിവരവും ഒക്കെ ഉള്ള പെൺകുട്ടിയാ. എന്നിട്ട് പോലും ഇവിടെ ജോലിക്കാരിയായിട്ട് നിന്ന സമയത്ത് അവൾ എന്നെ ശരിക്കും അവളുടെ കൂട്ടുകാരിയായിട്ടാണ് കണ്ടത്. ഇപ്പോഴും അങ്ങനെ തന്നെയാ. എല്ലാവരും എന്നോട് ഒരു അകൽച്ച കാണിച്ച് അല്ലെങ്കിൽ എന്നിൽ എന്തെങ്കിലും കുറ്റമൊക്കെ കണ്ടുപിടിച്ച് കളിയാക്കുമ്പോൾ പോലും അവൾ എന്നെ വളരെ ചേർത്ത് നിർത്തിയിട്ടേ ഉള്ളൂ. അവളുടെ ഇപ്പോഴത്തെ സങ്കടം കണ്ട് എനിക്ക് നല്ല സങ്കടം വരുന്നു. മേഡത്തിന് അവളോടൊന്ന് ക്ഷമിച്ചുകൂടെ എന്നെല്ലാം ഇങ്ങനെ പറഞ്ഞുകൊണ്ട് വരുമ്പോഴാണ് പരമന്റെ വീടിന്റെ വെളിയിൽ മറ്റേ ഡോക്ടർ നിൽക്കുന്നത്. എന്താ വേണ്ടെന്ന് ഈ വീട്ടിലെ ജോലിക്കാരിയെ ഞാനെന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തി ലൂ ചോദിക്കുമ്പോൾ എനിക്ക് ദവോയെ കണ്ട് സംസാരിക്കണമെന്ന് ആ ഡോക്ടർ പറയുന്നു. ഈ വരുന്നവർക്കും പോകുന്നവർക്കും എല്ലാം ദവോയെ മതിയോ എന്നുള്ള മട്ടില് അത് കേട്ട് ലൂവും ബോയ് ഫ്രണ്ടും പരസ്പരം നോക്കുന്നു. ഇതേ സമയം അകത്ത് നടന്ന കാര്യങ്ങൾ പറഞ്ഞ് ദവോ കരയുമ്പോൾ മുത്തശ്ശി അവളെ കെട്ടിപ്പിടിച്ച് ആശ്വസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് പരമന്റെ അമ്മയുടെ വരവ്. പരമന്റെ അമ്മ ഇത് കണ്ട് അടുത്തേക്ക് ചെല്ലാതെ മാറി നിന്ന് നോക്കുന്നത് കാണുന്ന ദവോയുടെ ചേട്ടൻ മുത്തശ്ശിയെ പതിയെ തോണ്ടി അവിടെ പരമന്റെ അമ്മ നിൽക്കുന്നത് കാണിക്കുന്നു. പരമന്റെ അമ്മയാവട്ടെ അങ്ങോട്ടേക്ക് ചെല്ലാതെ മാറി പോകുമ്പോൾ മുത്തശ്ശി അവരോട് സംസാരിക്കാനായി പോവുകയാണ്. മുത്തശ്ശി കാണുമ്പോഴേ പരമന്റെ അമ്മ ഗ്രീറ്റ് ഒക്കെ ചെയ്യുന്നുണ്ട്. ഉള്ളിലെ സങ്കടവും ദേഷ്യമൊന്നും മുത്തശ്ശിയോട് പ്രകടിപ്പിക്കുന്നില്ല. മുത്തശ്ശി പറയുന്നത് ദവോ ചെയ്തത് തെറ്റാണെന്ന് അറിയാമെന്ന് തന്നെയാണ്. പക്ഷെ അവൾ അതിന് മാപ്പ് ചോദിച്ചില്ലേ പലതവണ. തെറ്റ് ചെയ്ത ഏതൊരാൾക്കും അത് തിരുത്താനും ക്ഷമ പറയാനും ഒരു അവസരം നമ്മൾ കൊടുക്കണ്ടേ. കൂടാതെ പരമും അവളെ ഇഷ്ടപ്പെടുന്നുണ്ട്. അപ്പൊ ഒരു അമ്മ എന്ന നിലയ്ക്ക് നീ അവന്റെ ആഗ്രഹം സാധിച്ചു കൊടുക്കുന്നതിനെ പറ്റിയും ചിന്തിക്കണ്ടേ. നീ വിചാരിച്ചാല് എല്ലാം നിന്റെ മനസ്സിൽ നിന്ന് മാറും. അവൾ നിന്നെ അല്ല ചതിക്കാൻ നോക്കിയത്. അവൾ ചില കാര്യങ്ങൾക്ക് വേണ്ടി പരമിനെ മനസ്സിലാക്കാനൊക്കെ ആയിട്ട് ഒരു കുറുമ്പൊപ്പിച്ചതാ. അല്ലാതെ നിന്നെ വിഷമിപ്പിക്കുക എന്നൊരു ചിന്തയും അവൾക്കുണ്ടായിരുന്നില്ല. അവൾ ഇവിടേക്ക് തിരിച്ചു വന്നത് പോലും നിനക്ക് വേണ്ടിയാണ്. അതുകൊണ്ട് അത് നീ ഒന്ന് മനസ്സിലാക്കാൻ പറഞ്ഞ് സംസാരിക്കുന്ന മുത്തശ്ശി ഇനി തീരുമാനം എന്തു തന്നെയാണെങ്കിലും അതിനെ തങ്ങൾ റെസ്പെക്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞ് അവിടെ നിന്ന് മാറുമ്പോൾ പരമിന്റെ അമ്മ ഭയങ്കരമായി കരയുന്നുണ്ടായിരുന്നു. അങ്ങനെ ആ ഡോക്ടർ മാക്സുമായി സംസാരിക്കുകയാണ്. എന്തിനിപ്പോ ദവോയെ കാണുന്നതെന്ന് മാക്സ് ചോദിക്കുമ്പോൾ അത് പിന്നെ എനിക്ക് അവളോട് നടന്ന കാര്യങ്ങൾക്ക് സോറി പറയണം. അവളെ പ്രശ്നത്തിലാക്കാനായിട്ടല്ല റിക്കയുടെ കൂടെ അന്ന് ഞാൻ വന്നത്. ആ റിക്ക എന്നെ തെറ്റിദ്ധരിപ്പിച്ച് കൊണ്ടുവന്നതാ. പിന്നെ അവൾക്ക് പരമനെ ഇഷ്ടമല്ലല്ലോ. അതുകൊണ്ട് എനിക്ക് എന്തെങ്കിലും സ്കോപ്പ് ഉണ്ടോ എന്ന് അറിയാനായിട്ട് വന്നതാണെന്ന് ഡോക്ടർ പറയുമ്പോൾ അവൾക്ക് നിന്നെ ഇഷ്ടമാ. അതൊരു ഫ്രണ്ട് കണക്കേ ഉള്ളൂ. അല്ലാതെ നീ വിചാരിക്കുന്ന ഒരു ഇഷ്ടവും അവൾക്ക് നിന്നോടില്ല. അവൾക്ക് പരമനെ തന്നെ ഇഷ്ടം. ഇനി അവരെ ആര് വിചാരിച്ചാലും വേർപെടുത്താൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് മാക്സ് ഫ്രണ്ടിനോട് പറയുന്നു. അതുകൊണ്ട് അവളോടുള്ള ഇഷ്ടമൊക്കെ അങ്ങ് മാറ്റിക്കളഞ്ഞേക്കാനായിട്ടാണ് മാക്സ് അവനോട് പറയുന്നത്. ഇവിടെ അങ്ങനെ കാര്യങ്ങൾ നടക്കുമ്പോൾ മുത്തശ്ശിയും ചേട്ടനും പോകാനായിട്ട് ഇറങ്ങാണ്. പോകുന്നതിന് മുന്നേ എന്തായാലും നിന്റെ ഉള്ളിലെ കാര്യങ്ങൾ നേടിയെടുക്കാനായിട്ട് എപ്പോഴും പരിശ്രമിക്കുന്ന ദവോയാണ് ഞാൻ കണ്ടിട്ടുള്ളത്. അത് ഇതിലും വിടരുത്. നീ പരിശ്രമിക്ക്. പരമിന്റെ അമ്മയുടെ മനസ്സ് മാറി നിന്നെ മനസ്സിലാക്കുമെന്ന് പറഞ്ഞ് അവളെ ആശ്വസിപ്പിക്കുന്ന മുത്തശ്ശിയെ പോലെ തന്നെ ചേട്ടനും അവളെ ആശ്വസിപ്പിച്ചാണ് അവിടെ നിന്ന് പോകുന്നത്. വിഷമിച്ച് നിന്നിരുന്ന അവൾക്ക് ഈ വാക്കുകളൊക്കെ വലിയൊരു സമാധാനവും സന്തോഷവും നൽകുന്നുണ്ട്. അങ്ങനെ അതിനുശേഷം അവൾ മാക്സിന്റെ വീട്ടിലേക്ക് പോകുമ്പോഴേക്കും മാക്സും ആ ഡോക്ടറും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. ദവോയെ കണ്ടപാടെ മാക്സ് ശരി നിങ്ങൾ സംസാരിക്കുന്നു പറഞ്ഞ് എഴുന്നേറ്റ് മാറുമ്പോൾ ഡോക്ടർ ദവോയുടെ അടുത്ത് പോയി സംസാരിക്കുന്നു. അവള് പക്ഷെ മുന്നേ നടന്ന കാര്യങ്ങളിൽ ദേഷ്യമൊന്നും പ്രകടിപ്പിക്കുന്നില്ല. എന്തായാലും ആ ഒരു സംഭവത്തോടു കൂടിയാണല്ലോ പരമും അവളും ഉള്ളു തുറന്ന് സംസാരിക്കുന്ന രീതിയിൽ സാഹചര്യങ്ങളൊക്കെ വന്നത്. അതുകൊണ്ട് തന്നെ അവൾക്ക് ഒരു ദേഷ്യവും ഇല്ല അവനോട്. കൂടാതെ അവൻ അവളോട് ആക്ച്വലി ഞാൻ നിന്നെ കണ്ട് കൺഗ്രാറ്റുലേറ്റ് ചെയ്യാനും ബെസ്റ്റ് വിഷസ് നൽകാനും വന്നതാ. നിനക്കറിയാവുന്ന പോലെ തന്നെ എനിക്ക് നിന്നെ ഇഷ്ടമായിരുന്നു. പക്ഷെ ഇപ്പൊ നീയും പരമും ഹാപ്പിയായി ഒന്നിച്ച് ജീവിക്കാൻ പോകുന്നു എന്ന് അറിയുമ്പോൾ സത്യത്തിൽ എനിക്ക് സങ്കടത്തെക്കാളേറെ ഒരുപാട് സന്തോഷമുള്ളൂ. ഹാപ്പി ആയിട്ടിരുന്നാൽ മതി. പരം വെഡിങ് ആണെന്ന് പറഞ്ഞ് 2 ആഴ്ചത്തെ ലീവ് എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഹോസ്പിറ്റലില്. അപ്പോ പെട്ടെന്ന് തന്നെ എന്തോ വന്ന് കൺഗ്രാറ്റുലേറ്റ് ചെയ്യണമെന്ന് തോന്നി. അതുകൊണ്ട് ഇങ്ങ് വന്നതാ. പിന്നെ ഞാൻ ചുമ്മാ മാക്സിന്റെ അടുത്ത് ഇവിടെ എന്തൊക്കെയോ പറഞ്ഞ് വാചകടിച്ചിരിക്കുകയായിരുന്നു. അവൻ വല്ലതും പറഞ്ഞല്ലത് കാര്യമൊക്കെ ഉണ്ടാന്നും പറഞ്ഞ് ഡോക്ടർ അവിടെ നിന്ന് പോകുമ്പോ എന്താ ഈ ഡോക്ടർ പറഞ്ഞത്? പരം 2 ആഴ്ചത്തെ ലീവ് ചോദിച്ചെന്നോ കല്യാണത്തിനോ? അതെങ്ങനെ നടക്കും? പരമിന്റെ അമ്മ കല്യാണത്തിന് സമ്മതിച്ചിട്ടില്ലല്ലോ. പിന്നെ എന്ത് ഈ സംഭവം എന്ന് അവൾ ആകെപ്പാട് കൺഫ്യൂസ്ഡ് ആവുന്നു. അങ്ങനെ പിന്നീട് വീട്ടിലെത്തുന്ന പരം അവൻ ദവോയെ വിവാഹം കഴിക്കാനായിട്ട് ഏറ്റവും അടുത്ത മുഹൂർത്തം തന്നെ തെരഞ്ഞെടുത്തിട്ടുണ്ടെന്നും ആ തീരുമാനത്തിൽ ഒരു മാറ്റം ഇല്ലാന്ന് അറിയിക്കുമ്പോൾ പരമിന്റെ അമ്മ ഒരു മറുപടിയും പറയാതെ ദേഷ്യപ്പെട്ടു പോകും. ഈ കാര്യം കേട്ട് പോം ഒന്ന് ഞെട്ടുന്നുണ്ട്. ഇത് ശരിയാവും, ആന്റി ആകെ ദേഷ്യത്തിലാണെന്ന് പോം പറയുമ്പോ ഇതോടെ എല്ലാം ശരിയാവുമെന്ന് എനിക്ക് തോന്നിയെന്ന് പരം പറയുന്നു. ദവോയും അമ്മ ഇടഞ്ഞു നിൽക്കുമ്പോ കല്യാണം വേണമെന്നുള്ള രീതിയിൽ കൺഫ്യൂസ്ഡ് ആവുമ്പോ നീ എന്നെ വിശ്വസിക്കും എന്ന് പറഞ്ഞ് അവളെ കെട്ടിപ്പിടിക്കുന്നവൻ അവൾ കരയുന്നത് കാണുമ്പോൾ അപ്പോഴും അവളെ ആശ്വസിപ്പിക്കുന്നു. അങ്ങനെ പിന്നീട് അടുത്ത ദിവസം
ദിവസം മാക്സിന്റെ വീട്ടില് രാവിലെ തന്നെ ദവുണ്ട്. അവള് റെഡി ആവാനായിട്ട് പോയിരിക്കാണ്. കാരണം മുത്തശ്ശിയെ പരമിന്റെ കൂടെ പോയി കണ്ട് കല്യാണ കാര്യങ്ങളൊക്കെ പറയണം, വീട്ടിലെ എല്ലാവരും അറിയിക്കേണ്ട ഇങ്ങനെ പെട്ടെന്ന് കല്യാണം കഴിക്കാൻ ഈ ഒരു അടിയന്തര സാഹചര്യത്തില് തീരുമാനം എടുത്തു എന്ന്. അതേസമയം മാക്സ് ജോലിക്ക് പോകാനായിട്ട് ഇറങ്ങുമ്പോഴാണ് അങ്ങോട്ടേക്ക് ഗിബും കോണും വരുന്നത്. ദവോയെ കാണാനായിട്ട് വന്നതാണെന്ന് പറയുമ്പോൾ അവൾ അകത്തുണ്ടെന്ന് മാക്സ് പറയുന്നു. ആ സമയത്താണ് ഗിബിന്റെ ബോയ് ഫ്രണ്ട് ആണ് കോൺ എന്ന കാര്യം മാക്സിന് മനസ്സിലാവുന്നത്. ഓ, അപ്പൊ ഇതുകൊണ്ടാണ് അന്ന് അവനോട് വഴക്കിട്ട് പോയതെന്ന് അവന് മനസ്സിലാവുന്നു. കൂടാതെ ഇവനും ഒരു ഗേ ആണ് മാക്സ്. എന്നിട്ട് ഇവൻ ആരും ഇതുവരെ സെറ്റ് ആയില്ലല്ലോ എന്നുള്ള ചെറിയ കുശുമ്പും ഇവരെ രണ്ടുപേരെയും കാണുമ്പോൾ മാക്സിന് ഉണ്ടാവുന്നുണ്ട്. അപ്പോഴേക്കും പരമിന്റെ വീട്ടില് പരമും പോമും ഫുഡ് കഴിക്കാനായിട്ട് ഇരിക്കുമ്പോൾ പരമിന്റെ അമ്മ എങ്ങോട്ടോ പോകാനായി ബാഗുമായി ഇറങ്ങുന്നു. എവിടേക്കാ പോകുന്നത് ഇവർ തിരക്കുമ്പോൾ, എന്തായാലും നാളെ നീ കല്യാണം കഴിക്കാൻ പോവല്ലേ, എനിക്ക് ആ കല്യാണത്തിൽ ഒരു പങ്കും ഇല്ലല്ലോ, അതുകൊണ്ട് ഞാനിതിന് ഇവിടെ ഒരു അധികപ്പറ്റായിട്ട് നിൽക്കുന്നത്, ഞാൻ ഇവിടെ നിന്ന് ഇപ്പോ മാറി നിൽക്കാൻ പോവാണെന്ന് പറഞ്ഞ് അമ്മ ഇറങ്ങുമ്പോൾ പോം ഇനി എന്ത് ചെയ്യുന്നുള്ള ഭാവത്തിൽ പരമിനെ നോക്കുമ്പോൾ അവനും വലിയ ആലോചനയിൽ തന്നെയാണ്. അങ്ങനെ പരം ദവോയെ വിളിക്കാനായി മാക്സിന്റെ വീട്ടിലേക്ക് പോകുമ്പോൾ ഗിബും ബോയ് ഫ്രണ്ടും അവിടെ നിന്ന് പോകുന്നത് കാണുന്നു. അപ്പോഴാണ് ഇവര് തമ്മിൽ റിലേഷനിലാണ് എന്ന കാര്യം പറഞ്ഞാണ് മുന്നേ ദവോ വഴക്കുണ്ടാക്കിയതെന്ന കാര്യം അവരും മനസ്സിലാവുന്നത്. എന്തായാലും അവിടെ നിന്ന് ഇവർ നേരെ ദവോയുടെ വീട്ടിലേക്ക് ചെന്ന് വീട്ടുകാരുടെ അനുഗ്രഹം വാങ്ങി സംസാരിക്കുമ്പോൾ എത്രയും പെട്ടെന്ന് നിങ്ങളൊന്ന് കല്യാണം കഴിച്ച് കണ്ടാൽ മതിയെന്ന് ചേട്ടനടക്കം എല്ലാരും പറയുന്നുണ്ട്. പക്ഷെ എപ്പോഴാ കല്യാണമെന്ന് മുത്തശ്ശി ചോദിക്കുമ്പോൾ അത് പറയാതെ പരം വളരെ സീരിയസ് ആയി അവരെ നോക്കുന്നു. അങ്ങനെ പരമിന്റെ അമ്മ വീട്ടിൽ നിന്ന് മാറിയ ഒരു സ്ഥലത്താണല്ലോ ഇപ്പോൾ ഉള്ളത്. അവിടെ വളരെ അപ്സെറ്റ് ആയി തന്നെ അവർ ഇരിക്കുകയാണ്. ഫായുടെ കൂടെ ഉണ്ടായിരുന്ന നല്ല നിമിഷങ്ങള്, ഒപ്പം പരം അവളെ വിവാഹം ചെയ്യൂന്ന് പറഞ്ഞത്, ഞാൻ അമ്മയോട് കാണിച്ച സ്നേഹം ഒരിക്കലും കള്ളമല്ല, അമ്മയെ വിഷമിപ്പിക്കാനായി ചെയ്തതല്ല എന്ന് അവള് പറഞ്ഞത്, മുത്തശ്ശി പറഞ്ഞ കാര്യങ്ങൾ, അങ്ങനെ ചുറ്റിനും നടന്ന എല്ലാ കാര്യങ്ങളും ഓർത്ത് അമ്മ ഇപ്പോൾ സങ്കടപ്പെടുകയാണ്. ഇതേസമയം റിക്ക ഒരുങ്ങിക്കെട്ടി അവരുടെ കല്യാണം നടക്കുന്നത് എനിക്കൊന്ന് കാണണമെന്ന് പറഞ്ഞ് വെഡിങ് ബുക്ക് ചെയ്തിരുന്ന ഒരു ഹോളിന്റെ അവിടേക്ക് ചെല്ലുമ്പോൾ അവിടെ വെഡിങ് ഇന്ന് ക്യാൻസൽ ആയി എന്ന കാര്യമാണ് അറിയുന്നത്. ഇവിടെ വന്ന് കല്യാണം കോളവാക്കി എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഒപ്പിക്കണം എന്ന് വിചാരിച്ചാണ് അവൾ വന്നത്. അപ്പൊ അവൾക്ക് വല്ലാത്തൊരു നിരാശ, ക്യാൻസൽ ആയതിന്റെ സന്തോഷമില്ല, പ്രശ്നം ഉണ്ടാക്കാൻ കഴിഞ്ഞില്ലല്ലോ എന്ന ഒരു നിരാശ പക്ഷെ അവളുടെ മുഖത്തുണ്ട്. അതേസമയം പരമിന്റെ അമ്മ വിവാഹമൊക്കെ കഴിഞ്ഞു കാണുമെന്ന് കരുതി തിരിച്ചു വരുന്ന സമയത്ത് അവിടെ പരം നിൽപ്പുണ്ട്. അമ്മ ഇല്ലാതെ എന്റെ വിവാഹം നടക്കില്ല എന്ന് അവൻ പറയുമ്പോൾ അവളെ കല്യാണം കഴിക്കാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് അമ്മയും പറയുന്നു. അമ്മ വിചാരിക്കുന്നത് പോലെ അല്ലാന്നും പറഞ്ഞ് അവൻ നേരെ അവളെ അമ്മയുടെ മുന്നിൽ കൊണ്ടു നിർത്തുന്നു. അവൾ അപ്പോ ദവോ ആയിട്ടല്ല ഫായ് ആയിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. മുന്നത്തെ പോലെ തന്നെ അവൾ അമ്മയോട് സംസാരിക്കുന്നു. ആ ഒരു സമയത്ത് ഓൾറെഡി ഇവിടെ നിന്ന് മാറി നിന്ന് കാര്യങ്ങളെ പറ്റി ഒന്ന് ചിന്തിച്ചപ്പോ ശരിക്കും അവള് ചെയ്തതിൽ എന്താ തെറ്റ്? അവൾ തന്നെ വിഷമിപ്പിക്കാനായിട്ട് അങ്ങനെ വന്നതല്ല, അവൾ ഇവിടെ വന്നു നിന്ന് പിന്നീട് തങ്ങള് തമ്മിൽ അടുത്തതല്ലേ, അപ്പൊ അവള് തന്നെ പറ്റിക്കാനായിട്ട് ഇങ്ങനെ ചെയ്തു എന്നും പറഞ്ഞ് അവളോട് പൊട്ടിത്തെറിക്കുന്നത് തെറ്റല്ലേ എന്നൊക്കെ മനസ്സിലാക്കി തന്നെയാണ് അമ്മ മടങ്ങി വന്നത്. ഇപ്പൊ അവർ തന്റെ അനുഗ്രഹമില്ലാതെ തന്നെ വെല്ലുവിളിച്ച് കല്യാണം കഴിച്ചില്ല എന്നതും കൂടി മനസ്സിലാക്കുമ്പോ അമ്മയുടെ മഞ്ഞുരുകുന്നുണ്ട്. അമ്മ എന്ത് മറുപടി പറയുന്നറിയാൻ അവൾ ആകാംക്ഷയോടെ കാത്തിരിക്കുമ്പോ, അപ്പോ ഇനി ശമ്പളം കൊടുക്കാതെ എനിക്ക് എന്റെ ഫായെ കൊണ്ട് പണിയെടുപ്പിക്കാലോ എന്ന് പറഞ്ഞ് അമ്മ ചിരിക്കുമ്പോ അവൾക്കും പരമനും ഒരുപാട് സന്തോഷമാവുന്നു. അവൾ അമ്മയെ കെട്ടിപ്പിടിച്ച് സന്തോഷം പങ്കിടുമ്പോ അത് കണ്ട് അതിലേറെ സന്തോഷത്തില് അവിടെ പരമുണ്ട്. കാരണം അവൻ ഇനി അമ്മയുടെ സമ്മതത്തോടെ തന്നെ അവന് ഇഷ്ടമുള്ള പെൺകുട്ടിയെ കല്യാണം കഴിക്കാലോ. പിന്നീട് അമ്മ ദവോയുടെ മുത്തശ്ശിയൊക്കെ കണ്ട് കാര്യമായി തന്നെ സംസാരിക്കുകയാണ്. അങ്ങനെ എല്ലാ പ്രശ്നങ്ങളും ഇവിടെ സോൾവ് ആകുന്നു. അങ്ങനെ പിന്നീട് നമ്മൾ കാണുന്നത് ഒരു പാർട്ടി നടക്കുന്നതാണ്. ഇത് പരമിന്റെയും ദവോയുടെയും വിവാഹം നടന്നതിന് ശേഷമുള്ള ക്ലോസ് ഫാമിലി മെമ്പേഴ്സ് മാത്രമുള്ള ഒരു പാർട്ടിയാണ്. ഓൾറെഡി അവരുടെ വിവാഹം തന്നെ വളരെ ക്ലോസ് ആയിട്ടുള്ള ആളുകളെ കൊണ്ട് മാത്രമുള്ള ചെറിയൊരു ചടങ്ങായിരുന്നു. പക്ഷെ അതിന്റെ വീഡിയോസ് ഒന്നും കാണിക്കുന്നില്ല. അതിനുശേഷമുള്ള ഒരു ഫംഗ്ഷൻ ആയിട്ടാണ് ഇപ്പൊ കാണിക്കുന്നത്. ഓണത്തിന്റെ ഇടയിൽ പുട്ടുകച്ചവടം എന്ന രീതിയിൽ ഇപ്പോ പരമിന്റെയും ദവോയുടെയും കല്യാണത്തോടു കൂടി പോമിനെ ഓൾറെഡി പ്രണയിക്കുന്ന ചേട്ടന് അതൊന്നുകൂടെ ഒരു ബമ്പർ അടിച്ചതുപോലെയായി. കാരണം പരമിന്റെയും ദവോയുടെയും കാര്യം പറഞ്ഞും ഇടയ്ക്കിടയ്ക്ക് പോമിനെ കാണാൻ പോകാലോ എന്ന ആ ഒരു സന്തോഷത്തിൽ നിൽക്കാണ് ചേട്ടൻ. അതിന്റെ ഇടയിൽ ലൂ അവളുടെ ബോയ് ഫ്രണ്ട് നമ്മുടെ കല്യാണം എങ്ങനെയാണോന്നൊക്കെ അവിടെ നിന്ന് മനക്കോട്ട കിട്ടുന്നുണ്ട്. മാക്സ് മാത്രം ഞാൻ ജീവിതകാലം മുഴുവൻ സിംഗിൾ ആയിരിക്കുമെന്ന് അവിടെ നിന്ന് പുറകുറുക്കുന്നു. എന്തായാലും പരമും ദവോയും ഒരിക്കലും ഒന്നാവില്ല എന്ന് വിചാരിച്ച അവരെ പോലും ഞെട്ടിച്ച് അവർ ഒന്നായതിന്റെ സന്തോഷത്തിലുമായിരുന്നു. അങ്ങനെ ഹാപ്പിയായി അവരുടെ പ്രിയപ്പെട്ടവരുടെ കൂടെ അവരിവിടെ ഫോട്ടോ എടുത്തും കുശലം പറഞ്ഞും സമയം ചെലവഴിക്കുന്നു. അങ്ങനെ ഇവരിവിടെ ഹാപ്പിയായി ഇരിക്കുന്നിടത്ത് കഥ അവസാനിച്ചു എന്ന് കരുതണ്ട. ഒരു 5 വർഷം കഴിഞ്ഞ് നമ്മൾ കാണുമ്പോൾ 2 കുരുത്തം കെട്ട പിള്ളേരാണ് പരമിനും ദവോയ്ക്കും ഉണ്ടായിരിക്കുന്നത്, ഒരു മകനും മകളും. അതുകൊണ്ട് കുരുത്തക്കേടിന്റെ ഇടയിലോ ജീവിത പ്രാരാബ്ദങ്ങളിൽ പെട്ടോ ഒന്നും തന്നെ അവരുടെ പ്രണയം ഇപ്പോഴും ഇല്ലാണ്ടായിട്ടില്ല. രണ്ടുപേരും വളരെ ഹാപ്പിയായി തന്നെ മുന്നത്തെ പോലെ അല്ലെങ്കിൽ അതിനേക്കാൾ ഏറെ പാഷനോടുകൂടി പരസ്പരം സ്നേഹിച്ചും സംരക്ഷിച്ചും കൂടെ ഉണ്ട് എന്നത് കാണിച്ചുകൊണ്ട് ഈ ഒരു ഡ്രാമ ഇവിടെ അവസാനിക്കുകയാണ്. എങ്ങനെ ഉണ്ടായിരുന്നു? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ വീഡിയോ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യാം. വീണ്ടും കാണും വരെ ബൈ.